بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد، فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. قال الله عز وجل: كيف بكم إذا جمعكم الله كما يجمع النبل في الكنانة 50,000 سنة لا ينظر إليكم أو كما قال رسول الله. الحمد لله ثم الحمد لله، الحمد لله ثم الحمد لله، الحمد لله رب العالمين على ما كان يلهمنا. الحمد لله وما توفيقي إلا بالله عليه توكلت وإليه أنيب. പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, ഉമ്മപൊങ്ങന്മാരെ, സഹോദരിമാരെ, മനുഷ്യന്റെ ജീവിതയാത്രയെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ റമദാനിൽ സംസാരിച്ചിരുന്നത്. 3 യാത്രകൾ ഈ ഭൂമുഖത്തേക്ക് നാം വരുന്നതിന് മുൻപ് നാം അറിയാതെ പിന്നിടുന്നുണ്ടെന്നും 4ാമത്തെ ജീവിതയാത്രയിലാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആ യാത്രയുടെ അവസാനം ഖബറിലും ബർസഖിലും പോയി അവസാനിക്കുകയും പിന്നീട് അവിടത്തെ നിർണിത കാലത്തുള്ള ജീവിതമാണ്, സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പുനരുത്ഥാന നാളിൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതോടെ 5ാമത്തെ യാത്ര ആരംഭിക്കുമെന്നും ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് മഹ്ശറിന്റെ ഭൂമിയിലാണെന്നും നമ്മൾ കഴിഞ്ഞ വർഷത്തെ റമദാനിലെ സംസാരത്തിൽ പറഞ്ഞു വച്ചിരുന്നു. പരലോക സംബന്ധമായ ഈ വിവരങ്ങൾ ബോധപൂർവം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 40 വർഷത്തോളമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ഇനി എത്ര സംസാരിക്കും എന്നറിയില്ല. കാലിക വിഷയങ്ങൾ ധാരാളമുണ്ടെങ്കിലും കാലിക പ്രസക്തിയുള്ള അനേകം കാര്യങ്ങൾ അധികരിച്ചുകൊണ്ട് സംസാരിക്കൽ അനിവാര്യമായി വരുന്നുണ്ടെങ്കിലും പരലോക സംബന്ധമായ നമ്മുടെ അറിവ് അത്യാവശ്യം നിർബന്ധമായ ഭാഗം നമ്മളെല്ലാവരും വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ മാത്രം പരിമിതമല്ല പരലോകത്തിന്റെ സംഭവങ്ങൾ. പരലോകത്തെക്കുറിച്ചുള്ള അറിവുകളാണ്
യഥാർത്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റ് അമ്പിയാക്കളും അള്ളാഹുവിൽ നിന്നും സന്ദേശമായി ലഭിച്ച് ഈ ലോകത്തിനു നൽകിയത്. ഇഹലോകത്തെ സംബന്ധിച്ചുള്ള അറിവുകൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൂടിയാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ ഇവിടെ പരലോകത്തേക്ക് വേണ്ടി എന്തു ചെയ്യണം എന്ന കാര്യങ്ങളാണ് ഇഹലോക സംബന്ധമായി ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നത് അമ്പിയാക്കൾ അത്രയും. പരലോകത്തെന്തൊക്കെ നടക്കും, ഇത് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് പിടികിട്ടുകയില്ല. ഇത് കണ്ടെത്താനും മനസ്സിലാക്കാനും മാപിനികളില്ല, ഉപകരണങ്ങളില്ല. അള്ളാഹുവിന്റെ സന്ദേശവും അറിവും പ്രകാരം അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരും മുർസലീങ്ങളും അറിയിക്കുക തന്നെയാണ് ഇതിനൊരേ ഒരു മാർഗമാണ്. ഇതനുസരിച്ച് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ അറിവ് പരലോകത്തെ സംബന്ധിച്ച് വളരെ വിശദമാണ്, വളരെ വിശാലമാണ്. മഹ്ശർ, മീസാൻ, ഹിസാബ്, സിറാത്ത്, സ്വർഗം, നരകം എന്നൊക്കെ പറയുന്നതോടുകൂടെ പരലോക സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ അറിവുകൾ തീർന്നു. അവയിലെ ഏതാനും രംഗങ്ങളോ ഏതാനും സന്ദർഭങ്ങളോ ഏതാനും സംഗതികളോ പ്രത്യേകം എടുത്ത് വികാരം കൊള്ളിക്കുകയും ജനങ്ങളെ ബോധീകരിക്കുകയും ഉദ്ബദ്ധരാക്കുകയും ചെയ്യുന്നതോടെ അതു സംബന്ധിച്ചുള്ള വിവരണവും നമ്മുടെ വഅദുകളിൽ തീർന്നു. പഴയകാലത്തുള്ള 40-50 ദിവസമൊക്കെ നീണ്ടുനിന്ന വഅദുകളിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോരോ സമയത്തെക്കുറിച്ചും ഓരോരോന്നിനെക്കുറിച്ചും പണ്ഡിതന്മാർ പ്രത്യേകം വിവരിക്കുമെന്ന്. നമ്മുടെ നാടുകളിൽ നിന്നും അതും അത്ര സാധാരണമായിരുന്നില്ല. വടക്കൻ മേഖലകളിലൊക്കെ 40 ദിവസം 50 ദിവസം ഒരാൾ തന്നെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പതിവ് ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്നു. ഇപ്പോഴും അതിന്റെ ചില ശേഷിപ്പുകൾ ആ ഭാഗങ്ങളിലുണ്ട്. അത്തരം വഅദുകളിൽ അധ്യായങ്ങളായി ഓരോന്നെടുത്ത് പരലോക സംബന്ധമായ കാര്യങ്ങളും ഓരോന്നോരോന്ന് പറഞ്ഞ് അറിവുകൾ നൽകുമായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ഇതിലുപരിയായുള്ള വഅദുകളിലൊക്കെ ഒരു വിചാരണ, ഒരു ശഫാഅത്ത്, ഒരു ഹൗദ്, ഒരു സ്വർഗം, ഒരു നരകം എന്നിങ്ങനെ പറഞ്ഞ് അവസാനിക്കുകയാണ്. എന്തൊക്കെ നടക്കുന്നുവെന്ന് പൂർണ്ണമായ അറിവ്, പൂർണ്ണമായ വിവരം, ക്രമത്തിൽ എന്തൊക്കെയാണ് പരലോകത്ത് സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച വിവരം യഥാർത്ഥത്തിൽ ഹദീസിന്റെ കിതാബുകൾ നോക്കിയാൽ പോലും നമുക്ക് ലഭ്യമല്ല, ചരിത്രഗ്രന്ഥങ്ങളിലും ലഭ്യമല്ല. ഇതുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ടിട്ടുള്ള രചനകളിലൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടുകയില്ല. അപൂർവം ചില ഇമാമുകൾ മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ വിവരണങ്ങൾക്ക് തുനിഞ്ഞിട്ട് തന്നെയുള്ളൂ. ആ വിഷയകമായി ആഖിറത്തിന്റെ വിഷയത്തെ പ്രത്യേകം കുറിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളവരും വളരെ അപൂർവമാണ്. അത്തരം ആളുകളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും ക്രമത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തിനുശേഷം എന്തൊക്കെ നടക്കുന്നു എന്ന വിവരം പെട്ടെന്ന് സാധാരണ മൗലവിമാർക്കോ പ്രഭാഷകർക്കോ നോക്കിപ്പഠിക്കുന്നവർക്കോ കണ്ടെത്താൻ ഒരു മാർഗമില്ലാത്ത ഒരവസ്ഥയിൽ ഏതാനും ചില സന്ദർഭങ്ങൾ മാത്രം എടുത്തു പറയുകയാണ് പ്രഭാഷണങ്ങളിലെ വഴക്കം. അതുകൊണ്ട് തന്നെ സമൂഹത്തിനും സമുദായത്തിനും ഇത് സംബന്ധിച്ച അറിവുകൾ കുറവാണ്. പ്രഭാഷകർക്കും പ്രബോധകർക്കും തന്നെ ഇത് സംബന്ധിച്ച ശരിയായ ക്രമപരമായിട്ടുള്ള വിവരങ്ങളില്ല. ഈ ഒരവസ്ഥയിൽ ഏതാനും വായനയിൽ മനസ്സിലാക്കിയിട്ടുള്ള പരിമിതമെങ്കിലും ലഭ്യമായിട്ടുള്ള അറിവുകൾ ഇവിടെ നിലനിൽക്കണമെന്നും പ്രസംഗിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടണമെന്നും വിശേഷിച്ച് വഅദ് പറയുന്ന മുസ്ലിംമാർക്ക് ആ കാര്യങ്ങളിൽ ഒരു ചെറിയ അവബോധവും അറിവുമുണ്ടാക്കുക എന്നതാണ് ഇത്തരം വഅദ് ഈ വിഷയകമായ സംസാരം കൊണ്ട് ഈ ഉള്ളവൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. മഹ്ശറിൽ എല്ലാവരും ഒത്തുകൂടുന്നിടം വരെ നാം പറഞ്ഞെത്തുകയുണ്ടായി. അങ്ങോട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഖബറിൽ നിന്ന് ഒരു എഴുന്നേൽപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഏതാണ്ട് ആളുകളുടെ ആക്കത്തൂക്കങ്ങളും അവരുടെ നന്മകളും തിന്മകളും അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നതും സംബന്ധിച്ച ഒരറിവും ധാരണയും സമൂഹത്തിന് മൊത്തമായി ലഭിക്കുമാർ
ഓരോരോ പാപികളെയും കേടികളെയും ആ കേടികളാണെന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള അടയാളങ്ങളോടുകൂടെ അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ ശിക്ഷ നരകത്തിലാണെങ്കിലും ആ നരകത്തിലുള്ള ശരിയായ ശിക്ഷയ്ക്ക് ഭവിക്കുന്നതിനും അതനുഭവിക്കുന്നതിനും മുൻപ് തന്നെ, അങ്ങോട്ടെത്തിക്കുന്നതിനു മുൻപ് തന്നെ മഹ്ശറിന്റെ ജനകോടികൾക്ക്, സൃഷ്ടിജാലങ്ങൾക്ക് മുൻപിൽ മാനം കടത്തക്ക വിധത്തിൽ പീഡനങ്ങളോട് പീഡനങ്ങളും അദാബുകളോട് അദാബുകളുമായി മഹ്ശറിലേക്കുള്ള യാത്രയിലും മഹ്ശറിലുള്ള നിൽപ്പിലുമായി കൊണ്ട് തന്നെ അടിയങ്ങൾ പൊറുതിമുട്ടുകയും പാപികൾ വിഷമിക്കുകയും പാപികൾ വഷളാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് നാം കഴിഞ്ഞ റമളാനിലെ പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 40ഓളം പ്രത്യേക പാപികളെ അവർ പ്രത്യേക രൂപത്തിലായിക്കൊണ്ടാണ് അവരെ ഉദ്ധാന നാടിൽ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നതു തന്നെ. മഹ്ശറിലും അവരങ്ങനെ തന്നെയാണ്. ഉദാഹരണം, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ ഓരോരോ സക്കാത്ത് ഏതാണോ അവർക്ക് നിർബന്ധമാകുന്ന സക്കാത്തെങ്കിൽ ആ സക്കാത്ത് കൊടുക്കാത്തയാളാണെന്നു തന്നെ ലോകത്തിന് ബോധ്യമാകുന്ന വിധം ആ സക്കാത്തിന്റെ മുതലുകൾ കൊണ്ട് തന്നെ അവർ പീഡിപ്പിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും അവരുടെ ചുമലിലും കഴുത്തിലുമൊക്കെ അത്തരത്തിലുള്ള സാധനങ്ങൾ ചുറ്റിക്കെട്ടിയിട്ട് അവരെ പ്രത്യേകം ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുവെന്നും, പലിശ ഭുജിക്കുന്നവർ, വ്യഭിചാരികൾ, മദ്യപന്മാർ തുടങ്ങിയിട്ടുള്ള ഓരോരോരോ കൂട്ടരെയും അവരവരുടേതായ രീതിയിലുള്ള പലതരം ശിക്ഷകൾ കൊണ്ടാണ് മഹ്ശറിൽ കൊണ്ടുചെന്നു വരുത്തുന്നതെന്നു തന്നെ നമ്മൾ വിവരിക്കുകയുണ്ടായിട്ടുണ്ട്. കൊണ്ടുപോകുമ്പോഴും അവരെക്കുറിച്ച് പ്രത്യേകമായി അറിയാം. എല്ലാവരും ഈ രൂപത്തിൽ അള്ളാഹു പ്രത്യേകം ഓരോരോ ശരീരത്തിലും ഓരോരോ വ്യക്തിക്കും അവരെ തുളിച്ചു കൊണ്ടുപോകുന്നതിനായും അവരുടെ കാര്യങ്ങൾ സാക്ഷി നിന്നുകൊണ്ട് അവർക്കെതിരെ സംസാരിക്കുന്നതിനായും അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി സംസാരിക്കുന്നതിനായും പ്രത്യേകം വ്യക്തികൾക്ക് അല്ലാഹു തആല മലക്കുകളെ വെച്ചിരിക്കുന്നു. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഏതൊരു വ്യക്തിയും മഹ്ശറിൽ വരുന്നത് അവരോടുകൂടെ അവരെ തുളിച്ചു കൊണ്ടുപോകാൻ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന മലക്കും വശഹീദ്, അവരുടെ കാര്യങ്ങൾ പ്രത്യേകം വീക്ഷിച്ചും നിരീക്ഷിച്ചും അവർക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കാൻ വേണ്ട മലക്കുകളും സമേതമാണ് ഓരോരുത്തരും മഹ്ശറിലേക്ക് വന്നെത്തുന്നത്. കേവലം ജനകോടികൾ മാത്രം നിൽക്കുന്ന ഒരു ഭൂമിയല്ലാതെ നിശ്ചിതമായ ഒരു കാലത്ത് ഏതെങ്കിലും കുറഞ്ഞ ഒരു കാലം കൊണ്ട് അവസാനിക്കുന്ന കാലവുമല്ല. നമ്മുടെ ഇവിടത്തെ ജീവിതയാത്ര പോലെയല്ല. മനുഷ്യന്റെ ജീവിതയാത്ര മൊത്തമായി നമുക്ക് ലഭ്യമായ വിവരം വെച്ചുകൊണ്ട് തുടങ്ങിയിട്ട് ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നത്തെ കാലം വരെ നമ്മൾ കൂട്ടിയാൽ ഒരു 10,000 വർഷത്തെ ചരിത്രമേ മനുഷ്യ ജീവിത ചരിത്രമുള്ളൂ. നമുക്ക് ലഭ്യമായ ചരിത്രം നിയാണ്ടർതാൾ മനുഷ്യൻ, പെക്കിംഗ് മനുഷ്യൻ എന്നൊക്കെ നരശാസ്ത്രജ്ഞന്മാർ ഓരോരോ മനുഷ്യന്മാരെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും പ്രമാണങ്ങളില്ല, ഖണ്ഡിതമായ രേഖകളില്ല. കേവലം ചില കൈവിരലുകളോ അസ്ഥികൂടങ്ങളോ കണ്ടിട്ട് അത് മനുഷ്യന്റെ കൈവിരലുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഫോസിലുകൾക്കനുസരിച്ചുകൊണ്ട് കാലം നിർണയിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വർഷത്തെ നരവംശ ചരിത്രം അവതരിപ്പിക്കുന്നുവെന്നല്ലാതെ ആദം നബി അലൈഹിസ്സലാം എന്ന ആ ആദിമ മനുഷ്യൻ മുതൽക്കുള്ള ചരിത്രമാണ് നരവംശ ചരിത്രമായി വേദങ്ങളൊക്കെയും അവതരിപ്പിക്കുന്നത്. തൗറാത്തും ഇഞ്ചീലും വിശുദ്ധ ഖുർആനും അവതരിപ്പിക്കുന്നത് ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള മനുഷ്യലോകത്തെയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെയുള്ള ലോകത്തെ ജനങ്ങൾ എല്ലാവരും കൂടി ജീവിച്ചിട്ട് ഒരു 10,000 വർഷത്തെ ചരിത്രം മാത്രമേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. ഇനി ഉണ്ടെങ്കിൽ എത്രയും വർഷങ്ങൾ അത്രയും കൂട്ടിക്കോളൂ. 4ാമത്തെ ഇഹലോക ജീവിതത്തിന്റെ മനുഷ്യ ചരിത്രം ഇത്രയും വർഷം കൊണ്ട് അവസാനിക്കുമെങ്കിൽ പരലോകത്ത് മനുഷ്യന്മാർ ഒരൊറ്റ വിചാരണയും കാത്തുകൊണ്ട് നിൽക്കുന്നത് ഇത്ര കാലമല്ല, ഒരൊറ്റ നാളെന്നാണ്. അന്ത്യദിനത്തെക്കുറിച്ച്, ആഖിർ നാളിനെക്കുറിച്ച്, യൗമുൽ ആഖിറിനെക്കുറിച്ച് രേഖകളിലും പ്രമാണങ്ങളിലും വിശുദ്ധ വേദത്തിലും ഹദീസുകളിലും തിരുമൊഴികളിലുമൊക്കെ പ്രയോഗിക്കുന്നതെങ്കിലും ആ ഒരൊറ്റ നാളിനെയും സമയത്തെയും അല്ലാഹു വിവരിക്കുന്നത് കാന മിഖ്ദാറുഹു 50,000 സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. നിങ്ങൾ കണക്ക് പിടിക്കുന്ന 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമാണ്.
നിങ്ങൾ മനുഷ്യർ കണക്ക് പിടിക്കുന്ന ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ വെച്ച് അത്തരം 365 ദിവസങ്ങൾ കൂട്ടി ഒരു വർഷം കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ കണക്കുന്ന കൂട്ടുന്ന ആ കാലഗണനയുടെ സമയം വെച്ചുകൊണ്ട് 50,000 കൊല്ലത്തെ ദൈർഘ്യമാണ് മഹ്ശറിൽ ജനങ്ങൾ ഒത്തുകൂടി നിൽക്കുന്നത്. ജനം മാത്രമല്ല, മലക്കുകൾ, ജിന്നുകൾ, ബുദ്ധിയുള്ള ഈ 3 കൂട്ടം പടപ്പുകൾ മാത്രമല്ല, അള്ളാഹുവിന്റെ ആദരണീയരായ ഈ അടിയങ്ങൾ മാത്രമല്ല, ഈ അടിയങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ടിട്ടുള്ള അല്ലാഹു തആലാന്റെ പടപ്പുകൾ അത്രയും പ്രാണികളും ജന്തുജാലങ്ങളും പറവയാദികളും മറ്റെല്ലാത്തരം സൃഷ്ടികളും ഒന്നിച്ചു ഒരേ ഭൂമികയിൽ ഒന്നിച്ചൊരുമിച്ചു കൂട്ടപ്പെടുന്നതാണ് മഹ്ശർ. മഹ്ശറിനെ നമ്മൾ വിലയിരുത്തുമ്പോ നമ്മുടെ മനസ്സിന്റെ അകത്ത് ശരിക്കും അത് ഉൾക്കൊള്ളുകയില്ല. ആ മഹ്ശറിലേക്ക് ജനങ്ങൾ വരാൻ പ്രത്യേകം സിഗ്നലുകളുണ്ട്, വിളിയാളങ്ങളുണ്ട്, വിളംബരങ്ങളുണ്ട്, അറിയിപ്പുകളുണ്ട്. ആ അറിയിപ്പുകൾ ഓരോന്നും വരുന്നതിനനുസരിച്ച് കാര്യങ്ങൾ അങ്ങനെ മുറക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഖണ്ഡിതമായി ശരിയായ അനിഷേധ്യ പ്രമാണങ്ങളിലൂടെ ലോകത്ത് ലഭ്യമായിട്ടുള്ളത് വിശ്വസിക്കലേ നമുക്ക് ഫർള് ഐനുള്ളൂ വന്നത് നമ്മുടെ ഒരനുഗ്രഹമാണ്. കുറച്ച് കാര്യങ്ങൾ വിശ്വസിച്ചാൽ മതിയല്ലോ. വിശ്വസിച്ചില്ല, അറിഞ്ഞില്ല എന്ന പേരിൽ അള്ളാഹ് ശിക്ഷിക്കൂലല്ലോ. അത് നമുക്കൊരനുഗ്രഹമാണ്. എന്നാൽ അറിവ് വേണ്ടേ നമുക്ക്? ഒരവബോധം വേണ്ടേ നമുക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരലോകത്തെ മഹ്ശറിലെ വിവരങ്ങളെക്കുറിച്ച് ശരിയായ ഒരു ക്രമത്തിലെ ഒരറിവ് നമ്മുടെ മനസ്സിന്റെ അകത്ത് വേണ്ടേ? അത് നമുക്ക് ബോധത്തിന് പറ്റുമല്ലോ. ആ ബോധമുണ്ടാകുന്നതിന് വേണ്ടി പല പല കിതാബുകളിലും വിവരിച്ചിട്ടുള്ള വിവരങ്ങൾ, ക്രമത്തിൽ വിവരിച്ചിട്ടുള്ള അപൂർവം ഇമാമുകളെ അധികരിച്ചുകൊണ്ട് ഈ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന വിഷയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ പ്രത്യേകം വികാരം കൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹ്ശർ പ്രസംഗമല്ല ഇത്. പെട്ടെന്നൊന്നും ഞെട്ടിക്കുന്നതിന് വേണ്ടിയുള്ളൊരു മഹ്ശർ പ്രസംഗമല്ല. അത് എന്നെ കൊണ്ടോട്ടാവൂല. അതിന് നല്ല ആരോഗ്യം വേണം, ഉഷാർ വേണം. ഇതൊരറിവ് മാത്രം, വിവരങ്ങൾ മാത്രം ലഭ്യമാകുന്നതിനുള്ള ഒരു വേദിയെന്നും അവസരമെന്നും മനസ്സിലാക്കി നിങ്ങളൊന്ന് പ്രത്യേകം ഉൾക്കൊള്ളുക. മഹ്ശർ ഇതൊരു ചെറിയ ലോകമല്ല. എല്ലാവരും ഒന്നിച്ചു ഒത്തുകൂടിയിരിക്കുന്ന, ജീവജാലങ്ങളടക്കം ഒത്തുകൂടിയിരിക്കുന്ന കോടാനുകോടി അല്ലാഹുവിന്റെ പടപ്പ് വർഗങ്ങളിലെ എല്ലാ വ്യക്തികളും, അല്ലാഹ് പടച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾ മുഴുക്കയും ഒത്തുകൂടുന്ന മഹ്ശർ. ആ ജീവജാലങ്ങൾക്കൊക്കെയും മഹ്ശറിൽ കാര്യമുണ്ട്. അവരോടൊക്കെയും അല്ലാഹു തആലാക്ക് പ്രത്യേകം ചോദ്യങ്ങളുണ്ട്. അവരെക്കുറിച്ചെല്ലാം മഹ്ശറിൽ ചില നടപടികളുണ്ട്. ആ നടപടികൾക്ക് വേണ്ടി എല്ലാവരും ഒത്തുകൂടുമ്പോ നാം കഴിഞ്ഞ വയലിൽ പറഞ്ഞു വെച്ചതുപോലെ ഖബറിന്റെ അകത്ത് നിന്നും ഒന്നിച്ചൊന്നിച്ചു വരുന്ന ആളുകളെ വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന സാഹിറ എന്ന പ്രദേശത്തെത്തിക്കാൻ ഒരൊറ്റ സൈറണാണ്, ഒരൊറ്റ മുഴക്കമാണ്. ആ മുഴക്കത്തോടുകൂടെ അവരതാ ഒന്നിച്ചൊരൊറ്റ ഒഴുക്കാൻ, ആ ഒഴുക്കിൽ അവർ സാഹിറ എന്ന വിചാരണയുടെ ഭൂമികയിലെത്തുകയാണ്. ആ ഭൂമികയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, രക്തം ചിന്തപ്പെടാത്ത ഭൂമിക, വെളുവെളുത്ത ഒരു ഭൂമിക, നിശബ്ദമായ ഒരു ഭൂമിക, ഒരു മണൽത്തരിയോ ഒരു ചളിത്തരിയോ ഇല്ലാത്ത ശുദ്ധമായ ഒരു ഭൂമിക. ആ ഭൂമികയിൽ വെച്ച് ഒരാൾക്കും പാപം ചെയ്തിട്ടില്ല. ഭൂമി അല്ലാഹു തആല മാറ്റിയിട്ടുണ്ട്, പരിശുദ്ധമായ ഒരു ഭൂമി, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭൂമി. ആ മഹ്ശറിന്റെ ഭൂമികയിലേക്ക് എല്ലാവരെയും തൊളിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തു നിന്നൊരു വലിയ ഇരമ്പൽ, ഒരു സിജറ വരുമ്പോ ആ ഇരമ്പലോടുകൂടെ യഥാ ഒരു തീ പ്രത്യക്ഷപ്പെടുകയാണ്. ആ തീ പോകുന്ന വഴിക്ക് പരിഭ്രാന്തരായ ആളുകൾ ഈ തീ കാണുമ്പോൾ എങ്ങോട്ടാണോ ഈ തീ പോകുന്നതെങ്കിൽ ആ തീ പോകുന്ന വഴിക്ക് അത് കാണിച്ചു വരുന്ന ദിശയിലേക്ക് ആളുകൾ തൊളിക്കപ്പെടുകയാണ്. നഗ്നപാദങ്ങളായ കാലുകളോട് അവിശ്വാസികളായ ആളുകളെ മലക്കുകൾ ശക്തമായ രീതിയിൽ തൊളിച്ചു കൊണ്ടുപോകുന്നു. ആ തൊളിക്കലിനിടയിൽ അവരിൽ ചിലർ വീഴുന്നു, ചിലരെ മുഖത്ത് കൂപ്പുകുത്തിക്കൊണ്ട് മുഖത്തിലൂടെ വലിച്ചുകൊണ്ട് തൊളിച്ചു കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. വനഹ്ശുറുഹും അലാ വുജൂഹിഹിം
അവരുടെ മുഖത്തിന്റെ മേലിലാണ് നമ്മൾ അവരെ മഹ്ശറിലേക്ക് നയിക്കുന്നത്. അള്ളാന്റെ മലക്കുകൾ, പ്രത്യേകം നിർദ്ദേശമുള്ള മലക്കുകൾ മുഖത്തിലൂടെ വലിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷേ വിശ്വാസികൾ ആ കൂട്ടത്തിലില്ല. വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അറിയിപ്പ് വിളംബരം വരികയാണ്. അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല. അള്ളാഹുവിനെ നമ്മൾ അപ്പോൾ എവിടെയും തിരയാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ ദർശനം അവിടെ നടക്കുന്നേയില്ല. അറിയിപ്പുകൾ എങ്ങനെ വരുന്നു? അള്ളാഹുവിന്റെ അറിയിപ്പാണ് യാ മലായികത്തി ലാ തസൂഖു ഇബാദി റാജിലീൻ. കാൽനടക്കാരായി എന്റെ അടിയങ്ങളെ നിങ്ങൾ മഹ്ശറിലേക്ക് തുളിക്കരുത്. അവിശ്വാസികളെയും കാഫിറുകളെയും കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾ എന്റെ വിശ്വാസികളെ തുളിക്കരുത്. അവരെ അവരുടെ ഏറ്റവും മുന്തിയ വാഹനപ്പുറത്ത് കൊണ്ടുപോകണം. മിക്കവാറും നല്ല നല്ല മുന്തിയ ആളുകൾക്ക് പുതിയ തരം വലിയ തരം വാഹനങ്ങളാണ്. ഉലുഹിയത്ത് അറുത്തുകൊണ്ട് നല്ല മൃഗങ്ങളെ നോക്കിക്കൊണ്ട് ഇവിടെ ഉലുഹിയത്ത് അറുത്ത ആളുകൾക്ക് ആ ഉലുഹിയത്തിന്റെ വാഹനങ്ങൾ അവിടെ ഒന്നിച്ചണി നിരക്കുകയാണ്. ഒന്നറുത്താൾക്ക് ഒന്നും പലതറുത്താൾക്ക് ഇഷ്ടമുള്ള വാഹനങ്ങളും വരികയാണ്. അള്ളാന്റെ റസൂൽ ഉലുഹിയത്തിന്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട്. അളിമു വഹായാക്കും ഫഇന്നഹാ യൗമൽ ഖിയാമത്തി മത്വായാക്കും. നിങ്ങൾ നിങ്ങളുടെ ഉലുഹിയത്ത് മൃഗങ്ങളെ മഹത്വപ്പെടുത്തണം. നല്ല വില കൊടുത്ത് മുന്തിയതിനെ വാങ്ങണം. എങ്ങനെയെങ്കിലും കടമ തീർക്കാൻ വേണ്ടി ചെയ്യരുത്. മുന്തിയ വാഹനങ്ങൾ വാങ്ങിക്കോളൂ. കാരണം ആ മുന്തിയ വാഹനങ്ങൾ നിങ്ങൾക്ക് നാളെ പരലോകത്ത് മഹ്ശറിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ്. ആ വാഹനം മുന്തിയതാകാൻ നിങ്ങൾ മുന്തിയ ഉദുഹിയത്താക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചത്. ഇവിടെ അറുക്കപ്പെടുന്ന ബലിമൃഗങ്ങൾ നമ്മുടെ വാഹനമായി നമ്മളെ മഹ്ശറിലേക്ക് കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇതില്ലാത്ത ആളുകൾക്ക് അവരവരുടെ അമലുകൾ വരികയാണ്. കോവർക്കഴുതയായും കഴുതയായും മുട്ടനാടായും മൂരിയായും കാളയായും വേണ്ട ചില മൃഗങ്ങളായിട്ടുണ്ട്. ഇവിടത്തെ കാളയും മൃഗങ്ങളും സഞ്ചരിക്കും പോലെ ഇഴഞ്ഞിഴഞ്ഞു പോവുകയല്ല, അതിശീഘ്രം കുതിച്ചോടുന്ന നല്ല വാഹനങ്ങളായി അല്ലാഹു തആല ഇവിടത്തെ അമലുകളെ അവിടെ വരുത്തുകയാണ്. ശുഹദാക്കളെന്ന ഒരു വിഭാഗം അവരുടെ രക്തം അവരുടെ മുറിവിന് നിർഗളിച്ചുകൊണ്ട് കസ്തൂരി ഗന്ധം പരത്തിക്കൊണ്ട് നിറം രക്തമാണെങ്കിലും അതിന്റെ വാസന കസ്തൂരിയുടെ ഗന്ധമായി ശുഹദാക്കൾ അവിടെ പരിമളം പരത്തുകയാണ്. അങ്ങനെ ശുഹദാക്കളും ഭക്തരും അമ്പിയാക്കളും അടങ്ങുന്ന ജനസമൂഹം, ജിന്ന് സമൂഹം, സൃഷ്ടിജാലങ്ങൾ അത്രയും ഒന്നിച്ചൊഴുകുകയാണ്. കാട്ടുജീവികൾ പോലും നമ്മളോടൊപ്പം ഇണക്കത്തിലാണ്. എല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്കാണ്. പരസ്പരം ശത്രുതയില്ല. ഹിംസ്ര ജന്തുക്കൾ കടിച്ചു കീറുന്നില്ല. മനുഷ്യനെ കണ്ടാൽ അവ വിരട്ടുന്നില്ല. മനുഷ്യന്റെ നേരെ ചീറുന്നില്ല. സിംഹവും കാട്ടുമൃഗങ്ങളും കരടിയും പുലികളും എല്ലാം നമ്മോടൊപ്പം ഒരു കൂട്ടമാണ്. എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണ്. എല്ലാവരും ഒന്നിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചൊഴുകി സാഗരയിലേക്ക് എത്തുമ്പോ അല്ലാഹു തആല നിശ്ചയിച്ച വിചാരണയുടെ ഭൂമിയിലേക്ക് എത്തുമ്പോ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞ വാതിൽ നമ്മൾ വിവരിച്ചതുപോലെ മുത്തനബി തങ്ങളെ അവിടുത്തെ തിരു ഖബർ ഷരീഫിൽ നിന്നും തിരു ഹുജറ ഷരീഫയിൽ നിന്നും അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു തആല കൊണ്ടുവന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ പവിത്രമായ പാറക്കല്ലിൽ ഒരു മഹത്തായ പ്രകാശത്തിന്റെ കസേരയിൽ കട്ടിലിരുത്തിയിരിക്കുകയാണ്. അള്ളാന്റെ ഹബീബ് ഇതൊക്കെ കാണുകയാണ്. ഓരോരുത്തരിങ്ങനെ നടന്നു പോകുന്നത് ഒരു വലിയ പരേഡാണ്. അള്ളാഹുവിന്റെ ഹബീബിന് പരലോകത്ത് നൽകുന്ന സ്ഥാനം നമ്മുടെ യജമാനൻ എന്ന നിലക്ക്, നമ്മുടെ നേതാജി എന്ന നിലക്ക് നമ്മളത് മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അപ്പോഴേ നമുക്ക് അള്ളാന്റെ ഹബീബിനോട് കടപ്പാട് തോന്നൂ, അള്ളാന്റെ ഹബീബിനോട് പ്രേമം തോന്നൂ. ആ ഹബീബിനോടുള്ള പ്രേമം കൊണ്ട് രക്ഷ കിട്ടണമെന്ന മോഹം വരൂ. അത് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെ പരലോകത്ത് മുത്തുനബിയെ നമ്മൾ പ്രത്യേകം പഠിക്കണം. ഹബീബായ മുഹമ്മദ് മുസ്തഫയാൻ ഭയലേശമില്ലാത്ത ഒരേ ഒരു വ്യക്തി, ആശങ്കയില്ലാത്ത ഒരേ ഒരു വ്യക്തി, കൂസലില്ലാത്ത ഒരേ ഒരു വ്യക്തി. എപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് ഒരേ സന്തോഷത്തിലാണ്. പക്ഷേ ആ സന്തോഷത്തോടൊപ്പം തങ്ങളെ കുടക്കുന്ന ഒരേ ഒരു സംഭവമുള്ളത്, എന്റെ ഉമ്മത്തെവിടെയാണ്, എന്റെ ഉമ്മത്തെവിടെയാണ്, എന്റെ സമുദായം എവിടെയാണ് എന്ന ചോദ്യം ഉയർത്തെഴുന്നേൽപ്പിച്ചവർക്ക് രക്ഷപ്പെട്ട് എല്ലാവരും സ്വർഗത്തിലെത്തുന്നതുവരെ മുഹമ്മദ് മുസ്തഫ എന്റെ ഉമ്മത്തെവിടെ, എന്റെ ഉമ്മത്തെവിടെ എന്ന ചോദ്യത്തിലാണ്. ജിബ്രീലിനെ കാണുമ്പോ സാഹിറയിലേക്ക് ഒഴുകുന്ന കൂട്ടത്തിൽ ജിബ്രീലിനോട് നബി ചോദിക്കുന്നത് ഐന ഉമ്മത്തി, എന്റെ ഉമ്മത്തെവിടെയാണെന്നാണ്.
അള്ളാഹുവിന്റെ ഹബീബിനോട് ഉമ്മത്ത് എവിടെയെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നത് അവസാനം വരുള്ളൂ. പോകുന്നതൊക്കെ മുൻഗാമികളാണ്, സഞ്ചരിക്കുന്നതൊക്കെ മുൻഗാമികളാണ്. തങ്ങളുടെ ഉമ്മത്ത് അങ്ങനെ വരും. വലിയ ഒരു ഉമ്മത്തിനെ കാണുമ്പോൾ നബിക്ക് പ്രതീക്ഷയാണ് അതെന്റെ ഉമ്മത്താണെന്ന് തോന്നും. കൂട്ടത്തിൽ കഴിഞ്ഞ കാല പ്രവാചകന്മാരുടെ സമുദായത്തിൽ നിന്ന് ഏറ്റവും മുന്തിയ ഉമ്മത്ത് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ആ ഉമ്മത്തിന്റെ ആധിക്യം കാണുമ്പോ, അവരുടെ സൗന്ദര്യം കാണുമ്പോ, അവരിലെ പ്രകാശമുള്ള മുഅ്മിനീങ്ങളെ കാണുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് വിചാരിക്കും അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്താണെന്ന് ദൂരെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ അപ്പോഴും മറുപടി അത് മൂസാ നബിയുടെ ജനതയാണ്. അന്ന് ഇവിടെ ജനത വരുന്നേ ഉള്ളൂ. അള്ളാന്റെ ഹബീബിന്റെ ഉമ്മത്ത് വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യം കരയുകയാണ്. എന്താ കരയുന്നത് ജിബ്രീലേ? ഒന്നുമില്ല, അവിടുത്തെ ഉമ്മത്ത് വരുന്നുണ്ട്. അവരിലെ സാധുക്കളെയും പാപികളെയും കണ്ടിട്ട് എനിക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല, സങ്കടം വരികയാണ്. അവരിലെ പാപികളുടെ രൂപം, അവരിലെ ദുആഫായിന്റെ രൂപം, അവരിലെ കേടികളുടെ രൂപം കാണുമ്പോൾ തങ്ങൾക്ക് പൊറുക്കാൻ കഴിയില്ല എന്നോർത്തിട്ട് എനിക്ക് സങ്കടം വരുന്നു. അള്ളാഹുവിന്റെ ഹബീബിനെ സ്വാലിഹീങ്ങളായ ആളുകൾ, പ്രകാശമുഖിയന്മാരായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരു സദസ്സിൽ വന്ന്, റസൂലുള്ളാഹിന്റെ മിമ്പറിൽ വന്ന്, തങ്ങളിരിക്കുന്ന സിംഹാസനത്തിൽ വന്ന് തങ്ങളെ സലാം പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിനെ അഭിവാദ്യം ചെയ്ത് അവർക്ക് അനുഭവിച്ച ഈ യാത്രയിലെയും ബർസഖിന്റെ ജീവിതത്തിലെയും നല്ല നല്ല അവസരങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് സന്തോഷം രേഖപ്പെടുത്തുമ്പോ വാ മുഹമ്മദാ വാ അഹ്മദാ വാ അബുൽ ഖാസിമ എന്ന് നിലവിളിച്ചുകൊണ്ട് അയ്യം വിളിച്ചുകൊണ്ട് ആ പാപികളായ നമ്മളെപ്പോലുള്ള ആളുകളെത്തുന്നത് അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടെങ്കിലും നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവിടുത്തെ വിളിയതാ വാ മുഹമ്മദാ വാ അഹ്മദാ വാ അബുൽ ഖാസിമ. പരലോകത്ത് കേൾക്കുന്നതൊക്കെയും അല്ലാഹുവല്ലാത്ത മഹത്തുക്കളെ വിളിയാണ്, മഹത്തുക്കളുമായുള്ള ഇസ്തിഗാസാത്തുകളാണ്, വിളിച്ചാർക്കലുകളാണ്. ഏറ്റവും കരുത്തനായ രാജാതിരാജനായ അള്ളാഹുവിന്റെ പരലോകത്ത് അള്ളാന്റെ വിചാരണയ്ക്ക് ഹാജരാകുമ്പോ അള്ള എന്ന യജമാനനെ വിളിക്കുന്നതിലപ്പുറം അവിടെ രക്ഷയ്ക്ക് വേണ്ടി, അവിടെ സഹായത്തിന് വേണ്ടി, അവിടെ എന്തെങ്കിലും ഒരു ചെറിയ സഹായം ആരുടേത് കിട്ടുമെന്നോർത്തുകൊണ്ട് നമ്മുടെ ഉമ്മത്ത് പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചു വരുന്നത് മുഹമ്മദ് മുസ്തഫ തങ്ങളെയാണ്. ആ തങ്ങളെ നമ്മൾ വിളിക്കുകയാണ്. ഇനിയുള്ള രംഗങ്ങളിലൊക്കെയും ഇത് കാണാം. അള്ളാഹുവിന്റെ റസൂല് ആരാണിത്, എന്താണിത് എന്നൊക്കെ പറയുമ്പോ അല്ലാഹു തആല ചോദിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ജിബ്രീലിനോട് ചോദിക്കുന്നു, അയിന ഉമ്മത്തു മുഹമ്മദ്, എവിടെ മുഹമ്മദിന്റെ ഉമ്മത്ത്? അവരെന്റെ ഹബീബിനെയാണല്ലോ വിളിക്കുന്നത്, എന്റെ ഹബീബിനെയാണല്ലോ അന്വേഷിക്കുന്നത്, എന്റെ ഹബീബ് അവരെയുമാണല്ലോ അന്വേഷിക്കുന്നത്. എവിടെ അവർ? അല്ലാഹു തആല പറയും, ഇതാ അവരവരുടെ നബിയോടൊപ്പം എത്തിയിരിക്കുന്നു, അവരവരുടെ നബിയുടെ സമീപത്താണ്. പാവങ്ങളെയും ദ്വാഫാവിനെയും പാപികളെയും കഴുതകളും കുതിരകളും കുരങ്ങുകളും മറ്റനേകം തരത്തിലുള്ള മൃഗങ്ങളുമാക്കി മാറ്റിമറിക്കപ്പെട്ടിട്ടുള്ളവരും കാളകളും ജക്കാത്തിന്റെ മുതലുകളും ചുറ്റിക്കെട്ടിക്കൊണ്ട് പാമ്പായിക്കൊണ്ട് കൊത്തിക്കൊണ്ടിരിക്കുന്നവരും പലതരം പീഡനങ്ങളും അളാബുകളും കൊണ്ട് അല്ലാഹു തആല പ്രത്യേകം പരീക്ഷിക്കുന്നതുമായ ഉസാത്തിനെ കാണുമ്പോ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബ്, ആ ഹബീബിന്റെ സങ്കടം ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനെ അറിയിക്കുമ്പോ പരിഹാരമെന്ന നിലയ്ക്ക് അല്ലാഹു നിർദ്ദേശിക്കുന്നത് കുല്ലി ഹബീബി മുഹമ്മദ്, എന്റെ പ്രിയപ്പെട്ട മുഹമ്മദിനോട് ജിബ്രീൽ നിങ്ങൾ അറിയിക്കണം, അയ്യുഖദ്ദിമ ഉമ്മതഹു ലിൽ അർള്, അള്ളാന്റെ മുമ്പിൽ വെളിപ്പെടാൻ, എന്റെ മുമ്പിൽ വെളിപ്പെടാൻ, എന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടാൻ, എന്റെ മുമ്പിൽ കാണാൻ, എനിക്ക് പ്രദർശിപ്പിക്കാൻ നിങ്ങളുടെ ഉമ്മത്തിനെയാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. ഇത് നബിക്ക് ഭയമാണുണ്ടാക്കുന്നത്. എന്റെ ഉമ്മത്തിന് അള്ളാന്റെ മുമ്പിൽ വെളിപ്പെടാനാണോ? കാരണം പാപികളെ അള്ളാന്റെ റസൂല് കാണുകയാണ്, നിസ്കരിക്കാത്തവരെ അവരുടെ പ്രത്യേക രൂപത്തിൽ കാണുകയാണ്, സക്കാത്ത് കൊടുക്കാത്തവരെ, നോമ്പനുഷ്ഠിക്കാത്തവരെ, പാപങ്ങളെമ്പാടും ചെയ്യുന്നവരെ അല്ലാഹു തആല പ്രത്യേകം പല കോലത്തിലാക്കിയിരിക്കുകയാണ്. 40-ൽ പരം കോലങ്ങൾ കഴിഞ്ഞ വാരത്തിൽ നമ്മൾ വിവരിച്ചൊന്ന് മനസ്സിൽ നിരൂപിച്ചു നോക്കുക. ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ആ 10-40 കോലത്തിലുള്ള ആളുകളെ കാണുമ്പോ പടച്ചോനെ, ഇവരെ അള്ളാന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി എഴുന്നള്ളിക്കപ്പെടാൻ പറ്റുമോ?
ഇവർ വിചാരണ ചെയ്യുമ്പോഴും ഫദീഹത്താകുമല്ലോ. ഇപ്പൊ തന്നെ ഇവരുടെ രൂപം എങ്ങനെയാണെന്ന് കാണുമ്പോ അതിൽ നിന്നൊന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അപ്പം ശ്രമിക്കുകയാണ്. ഇന്നഹും ദുഅഫാ, പടച്ചോനെ എന്റെ ഉമ്മത്ത് ദുർബലരാണ്, പാവങ്ങളാണ്. യഫ്തലിഹൂൻ, അവർ വഷളാകുമല്ലോ, പ്രയാസപ്പെടുമല്ലോ. മുദ്നിബൂൻ, അവർ പാപികളാണ്. ഖായിഫൂൻ, അവർ ആശങ്കാകുലരാണ്, ഭയപ്പാടിലാണ്, ഭയചകിതരാണ്. അതുകൊണ്ട് അവരെ ഒന്ന് ഒഴിവാക്കണം. അല്ലാഹു പറയും ലാ ബുദ്ദ മിൻ ദാലിക്കൽ അർള്, എന്റെ മുമ്പിൽ ഒഴിവാക്കാതെ പറ്റില്ല, വിചാരണ ചെയ്യാതെ പറ്റില്ല. അതല്ലാഹുവിന്റെ നിശ്ചിതമായ അറിയിപ്പാൻ 3 പ്രാവശ്യം നമ്മളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കാൻ, പടച്ചോന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മോട് കരുണയുള്ള കരുണക്കടലായ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ തങ്ങളവർകൾ അല്ലാഹുവിന്റെ മുമ്പിൽ അവിടെ വെച്ച് ആവശ്യപ്പെടുമെന്ന് പറയുമ്പോ ആ ഹബീബായ നബിക്ക് നമ്മോടുള്ള കരുണയും വാത്സല്യവും ഒന്ന് നിരൂപിക്കൂ സഹോദരങ്ങളെ. ആ പ്രതിസന്ധി വേളയിൽ പടച്ചോന്റെ മുമ്പിൽ എത്തിക്കാതിരിക്കാൻ അള്ളാന്റെ മുമ്പിൽ അള്ളാന്റെ റസൂലേ സംസാരിക്കൂ. ആ റസൂല് സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. പക്ഷേ രക്ഷയില്ല, വെളിപ്പെടുത്താതെ പറ്റില്ല. അള്ളാഹുവിന്റെ ഉറപ്പിച്ച പ്രഖ്യാപനം. അപ്പോൾ നബി പറയുന്നത്, പടച്ചോനെ എന്റെ യജമാന ആദം, ഞാൻ മനുഷ്യവർഗത്തിന്റെ പിതാവ് ആദമിനെ ഒന്ന് കാണട്ടെ. ഒരു ചെറിയ അനുവാദം, ഞാൻ ആദവുമായി ഒന്ന് സംസാരിച്ചു വരട്ടെ. ആദമനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു. ആദം നബിയെ കണ്ടുകൊണ്ട് നബി പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ബാപ്പയാണ്, ഈ കാണുന്ന എന്റെ സമുദായമടക്കമുള്ള ഉമ്മത്തിന്റെ ബാപ്പയാണ്. വാന നബിയുഹും, എന്റെ പാവപ്പെട്ട ഉമ്മത്ത് കണ്ടോ, ഞാൻ അവരുടെ നബിയുമാണ്. ബാപ്പയും നബിയും കൂടിയിട്ട് ഇവരുടെ പാപങ്ങളങ്ങ് പങ്കുവെക്കാം, നമുക്കങ്ങ് ഏറ്റെടുക്കാം, ഈ പാപങ്ങളെ രക്ഷപ്പെടുത്താം. ഞാൻ തയ്യാറാണ്, ബാപ്പ നിങ്ങളും തയ്യാറാകണമെന്ന് ആദം നബി അലൈഹിസ്സലാമിനോട് നമ്മുടെ ബാപ്പ എന്ന നിലക്ക്, നബി എന്ന നിലക്ക് മുഹമ്മദ് മുസ്തഫ തങ്ങളും പങ്കിട്ടെടുക്കാം പാപം. അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ അങ്ങനെ പറയാം, ഇവരെ വഷളാക്കാതെ രക്ഷപ്പെടുത്താമെന്ന് വെക്കുമ്പോ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന് നിവൃത്തിയില്ല. അദ്ദേഹം പറയുന്നത്, അന മശ്ഗൂലും ബിനഫ്സി, ഞാൻ എന്റെ സ്വന്തം ശരീരത്തിൽ തന്നെ നിരതനാൻ, എനിക്കെന്റെ കാര്യം തന്നെ നോക്കേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഖുർആനിൽ വായിച്ചിട്ടില്ലേ, ഫഅസ്വാ ആദമു റബ്ബഹു ഫഗവാ, ആദം നബി അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് കാണിച്ചു, അതുമൂലം ആദം നബി പിഴച്ചു എന്നർത്ഥം വരുന്ന വാക്യം ഖുർആനിലില്ലേ? പൂർവ്വവേദങ്ങളിലും ഈ വാക്യമുണ്ടല്ലോ, അള്ളാന്റെ വാക്യം. ആ ആദമാണു ഞാൻ എങ്ങനെ വിചാരണയെ നേരിടും? എന്നോട് ചോദിക്കുന്നതിന് എങ്ങനെ മറുപടി പറയും? എന്റെ ആ തെറ്റിനെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന ചിന്തയിലാണ് ഞാൻ. എനിക്ക് മറ്റാരെയും നോക്കാൻ പറ്റില്ല എന്ന് ആദം നബി അലൈഹിസ്സലാം കൈയൊഴിയുമ്പോ അള്ളാഹുവിന്റെ റസൂല് മൂർധാവിൽ കൈവച്ചുകൊണ്ട് പ്രയാസപ്പെട്ടാ പോകുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് മൂർധാവിൽ കൈവച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹു തആലാന്റെ തിരുസന്നിധാനത്തിൽ സംസാരിക്കാൻ വേണ്ടി ചെല്ലുമ്പോ രക്ഷയില്ല. യാ മുഹമ്മദ് ഖർരിബുഹും ലിൽ ഹിസാബ്, വിചാരണയ്ക്ക് വേണ്ടി അങ്ങയുടെ സമുദായത്തെ ആദ്യം കൊണ്ടുവരണം. അവരെയാണ് വിചാരണ തുടങ്ങുന്നത്. അവിടുന്ന് അങ്ങോട്ടൊക്കെ നമ്മളാ മുന്നിൽ. അവസാനം വന്നവർ നമ്മൾ, നഹ്നുൽ ആഖിറൂൻ നഹ്നുസ് സാബിഖൂൻ. നമ്മളാ മുമ്പന്മാർ, പരലോകത്ത് മുൻപന്മാർ, ഇഹലോകത്ത് പിൻപന്മാർ. ഇഹലോകത്ത് പിന്തി വന്നവർ എല്ലാരും ബേക്കില്, എല്ലാരും പിന്നിൽ വന്ന നമ്മൾ. വിചാരണ മുതൽക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടോ ആ സൗഭാഗ്യങ്ങളിലൊക്കെയും നമ്മളാ മുന്നിൽ. അവിടെ വേഗം കഴിയണം എന്ന ചിന്ത മാത്രമേ ആർക്കും ഉള്ളൂ, ഏത് പാപിക്കും. അവിടെയൊക്കെയും നമ്മൾ മുൻപന്മാർ. അതാണ് അല്ലാഹു തആല നബിയെ വിളിച്ചു പറയുന്നത്, വരൂ അടുപ്പിക്കൂ ഹിസാബിലേക്ക്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പിന്നെ വിളിക്കുക, എന്റെ ഉമ്മത്ത് ദുഈതും മിനൽ അർളി അലല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് വരാതെ നിവൃത്തില്ല. ഞാൻ കുറെ നോക്കി രക്ഷപ്പെടുത്താൻ, വിചാരണയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കി, രക്ഷയില്ല. അല്ലാഹുവിന്റെ മുമ്പിലെത്തിയേ പറ്റുള്ളൂ എന്ന് യജമാനൻ കൽപ്പിക്കുന്നു. അതുകൊണ്ട് വിളിക്കണം, വരണം. അപ്പോഴേക്കും നമ്മൾ അയ്യം വിളിക്കാൻ തുടങ്ങി. പാവപ്പെട്ടവർ, പാപികൾ ആർത്ത് കരയുന്നു. അല്ലാഹുവിന്റെ റസൂൽ അപ്പൊ നമ്മെ സമാധാനിപ്പിക്കുന്നത് ഹദീസ് ശരീഫുകളിൽ കാണാം, അശുദ്ദു മീസരി വഅശ്ഫഉ ലി ഉമ്മത്തി, ഞാൻ എന്റെ മുണ്ടൊന്ന് മുറുക്കിയെടുത്ത് എന്റെ സമുദായത്തിന് വേണ്ടി ശുപാർശ ചെയ്യും. എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യും.
ഞാൻ അരമുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് അതിനായെന്ന് തുനിഞ്ഞിറങ്ങും, നിങ്ങൾ ഭയപ്പെടണ്ട. അപ്പോഴാ ഒരൽപ്പം സമാധാനം. നിവൃത്തിയില്ലെന്നു കണ്ട് നമ്മൾ പോകുന്നു. അങ്ങനെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ യസൂഖു ഉമ്മതഹു കമാ യസൂഖു റാഇ ശഫീഖു വനമാ, നല്ല ആടുമേക്കലുകാരൻ, ആടുകളോട് കൃപയുള്ള, ദയയുള്ള, സ്നേഹമുള്ള, മൃഗവാത്സല്യമുള്ള, മറ്റു മനുഷ്യന്മാരെന്ന പോലെ തന്നെ മൃഗങ്ങളോടും സ്നേഹമുള്ള, കരുണയുള്ള നല്ല ഒരു ആടുമേക്കലുകാരൻ അവന്റെ ആടിൻപറ്റങ്ങളെ തൊളിച്ചു കൊണ്ടുപോകുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ തൊളിച്ചു കൊണ്ടെത്തുന്നു. അവിടെ നിന്ന് അങ്ങോട്ടുള്ള സമുദായങ്ങൾ അത്രയും വരിക, എല്ലാവരും വന്ന് എല്ലാവരും സാഹിറയിൽ നിൽക്കുന്നു. ആ നിൽക്കുമ്പോ ജനകോടികളെല്ലാം കൂടി അല്ലാഹു തആല മഹ്ശറിൽ ഒരുമിച്ചു കൂട്ടിയവർ സാഹിറയിൽ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോ 120 സ്വഫുകൾ, 120 സ്വഫുകളാ അവിടെ, 120 അണികൾ, 120 സ്റ്റെപ്പ് ആളുകൾ വിചാരണയ്ക്ക് വേണ്ടിയുള്ള നിൽപ്പാണ്. ആ നിൽപ്പ് നമ്മൾ നിരൂപിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു വന്നതാണ്. റസൂലുള്ളാഹിന്റെ പല പല ഹദീസുകളിൽ വിശദീകരിച്ചു വിവരിച്ചിട്ടുള്ളതാണ്. ഈ 120 സ്വഫുകളിൽ 40 കൊല്ലം സഞ്ചരിക്കാനുള്ള വഴിദൂരത്തെ നീളം ഓരോ സ്വഫിനുമുണ്ട്. 40 കൊല്ലത്തെ സഞ്ചാരത്തിന്റെ വഴിദൂരത്തിന്റെ നീളം. 20 കൊല്ലം സഞ്ചരിച്ചാലെത്തുന്ന വീതി ഒരു സ്വഫിനുണ്ട്. ഒറ്റ സ്റ്റെപ്പിന് തന്നെ ഇത്ര വീതി, ഇത്ര നീളമുണ്ടോ, അങ്ങനത്തെ 120. ഈ 120ൽ 3 സ്വഫുകൾ മാത്രമാണ് വിജയികൾ, സ്വർഗക്കാർ. ബാക്കി 117 സ്വഫുകാരും അല്ലാഹു തആല നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. വലഖദ് ദറഅനാ ലജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരും ഭൂതങ്ങളും വർഗങ്ങളും ജിന്നുകളുമായി നാം നരകത്തിനു വേണ്ടിയാണ് ധാരാളം പേരെയും സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ആ ജനങ്ങളാണ് 117 സ്വഫുകളും. 117 കഴിഞ്ഞ് 3 സ്വഫുകൾ മാത്രം സ്വർഗക്കാരാ. ആ കൂട്ടത്തിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ പൂർവ്വ സമുദായങ്ങളും വരണമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളിൽ സാധുക്കളായ നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബാക്കളും അപേക്ഷിച്ചതാ. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പേടിക്കണ്ട, ആ 117 മനുഷ്യന്മാര് മാത്രം, നമ്മൾ ഉമ്മത്ത് മാത്രമല്ലല്ലോ, യജൂജ് മൗജൂജായത്തെ കൂട്ടം മുഴുവൻ അധികം. പിന്നെ നമുക്ക് പേടിക്കണ്ട യജൂജ് മൗജൂജ്. ആദം നബിയോട് മഹ്ശറിൽ എത്തുമ്പോൾ തന്നെ അല്ലാഹു തആല പറയുന്നത് 1000-ൽ നിന്ന് 999 പേരെയും നരകത്തിന് വേണ്ടിയിട്ട് ഇങ്ങത്താ, ഒരാൾ സ്വർഗത്ത് പോകുന്ന. ആദമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആദം നബി അലൈഹിസ്സലാമിനോട് സ്വർഗത്തിന്റെ അകത്തേക്ക് പരലോകത്ത് നോക്കുമ്പോ ആദ്യം അല്ലാഹ് സംസാരിക്കാൻ തുടങ്ങുമ്പോ, അതിടക്ക് വെച്ച് ഞാൻ പറയാണ്, ആദ്യം അല്ലാഹുവിന്റെ കലാമ് നേരിട്ട് പടപ്പുകളോട് തുടങ്ങുന്ന കൂട്ടത്തിൽ അതല്ല തുടങ്ങാൻ പോണേ ഉള്ളൂ, കൊല്ലം വർഷം ഒരുപാടുണ്ട്. ആ തുടങ്ങുന്ന സമയത്ത് ആദം നബിയോട് അല്ലാഹ് പറയാ, ബഅ്സുന്നാർ, നരകത്തിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ നിന്റെ ഉമ്മത്തിൽ നിന്ന്, നിന്റെ മക്കളിൽ നിന്ന് കൊണ്ടുവാ. മനുഷ്യവംശത്തിൽ നിന്ന് 1000 പേരിൽ നിന്ന് 999 പേരും നരകത്തിലേക്ക്, ഒരാൾ മാത്രം സ്വർഗത്തിലേക്കെന്ന് അള്ളാഹു അറിയിക്കുമ്പോ ഈ വസ്തുത അള്ളാന്റെ ഹബീബ് ഉമ്മത്തിന് വിവരം നൽകുമ്പോ സ്വഹാബാക്കൾ ചോദിക്കാൻ, നബിയെ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 999 ആളും 1000-ൽ നിന്ന് നരകത്തിലേക്കും ഒരാൾ സ്വർഗത്തിലേക്കാണെങ്കിൽ നമ്മൾ ആ കൂട്ടത്തിൽ പെടുവോ, നമ്മളെ സമുദായത്തിൽപ്പെട്ടവർ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, പേടിക്കണ്ട, ആ 999 പേരും യജൂജ് മൗജൂജ് എന്ന വിഭാഗമാകുന്നുവെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അത് നരകത്തിക്കായിട്ട് പഠിച്ചല്ല, നല്ലോലയിലില്ല. നമ്മളിതൊക്കെ മനസ്സിലാക്കണം. ഖിയാമത്തിന്റെ അടയാളമായിട്ട് വരാനിരിക്കുന്നൊരു വലിയ കൂട്ടായി യജൂജ് മൗജൂജ്. അത് മൃഗമൊന്നുമല്ല, ഭൂതമല്ല, ചെകുത്താനുമല്ല, മനുഷ്യന്മാരാണ്. ആദം നബിയുടെ മക്കളാണ്. ആദം നബിയുടെ മക്കളുടെ ആ സ്ഥിതി നമ്മൾ ഖുർആനിൽ വായിക്കേണ്ടത്. യജൂജ് മൗജൂജ് എന്ന് ഖുർആനിൽ ഓതിയിട്ടില്ല, നമ്മള് ശരിക്കും ഓതിയിട്ടുണ്ട്. അൽ കഹ്ഫിലുണ്ടത്. യജൂജ് മൗജൂജ് ഓല സദ്ദും കെട്ടൊക്കെ അതിലുണ്ട്. ദുൽഖർനൈൻ ചക്രവർത്തി കെട്ട് ചെയ്തതും അവർ ഇങ്ങോട്ട് കടക്കാതിരിക്കുന്നതും ഇപ്പോൾ അവിടെ ബന്ദ് ചെയ്തിട്ട് അവരെ പ്രത്യേകം വെച്ചിരിക്കുകയാണ്. ഓലും കെട്ട് ഇളകി വരും. ഇളകി വന്നാ പോലെ പണി എന്താന്ന് ബെറും തെണ്ണിപ്പ് തന്നെ, ബെറും നാശം തന്നെ. ചെങ്കിസ് ഖാന്റെ പട്ടാളം പണ്ട് കാട്ടിയെന്നറിയില്ലേ, അതിന്റെ യഥാർത്ഥ അതിന്റെ ഒക്കെ ഒരു 10 ഇരട്ടി 100 ഇരട്ടി ആ രൂപത്തിലുള്ള വിനാശകാരികളായ ഒരു മനുഷ്യ കൂട്ടമാണ് യജൂജ് മൗജൂജ്. വലിയൊരൊറ്റ കുട്ടി സ്വർഗത്തിക്കില്ല. അതൊരു വലിയ മനുഷ്യ സമൂഹമാണെങ്കിൽ, ആദം നബിയുടെ സന്താനങ്ങളാണെങ്കിൽ ഓലെന്നെയാണ് ഇതിട്ട് അധികം ആളുകൾ. പിന്നെ അഹ്ലി കിതാബിലെ കാഫിര്യങ്ങള്,
ബഹുദൈവ വിശ്വാസികൾ, ഇവരൊക്കെ കൂടിയാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായക്കാർ പേടിക്കേണ്ട, അവർ മിക്കവാറും ഒക്കെ ആ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള 120 സ്വഫിന്റെ ആളുകൾ ഒന്നിച്ചു മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോ ആ മഹ്ശറിൽ വിളിയാളം വഉൽ മിൻബർ ലിഹബീബി മുഹമ്മദ്, എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട മിമ്പർ ആദ്യം വരട്ടെ. അവിടത്തെ സിംഹാസനം ഇതുവരെ ബൈത്തുൽ മുഖദ്ദസിലെ പാറക്കല്ലിൽ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ലോകത്ത് കഴിഞ്ഞുപോയ മനുഷ്യകോലങ്ങളും ജിന്നുകളും ആസകലം പരേഡ് നടത്തുമ്പോ ഒരു സൈനിക പരേഡ് കണ്ടു നിൽക്കുന്ന രാഷ്ട്രനായകനെ പോലെ പരലോകത്തെ നായകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വീക്ഷിക്കുകയായിരുന്നു. ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുക നമ്മൾ പറയാറുണ്ടല്ലോ, അവിടെ ശരിക്കും പരിശോധിക്കുന്ന മേധാവി മുഹമ്മദ് മുസ്തഫ തങ്ങൾ മാത്രം. ഇനി ഇവിടെ ഇതാ വിചാരണയുടെ ഭൂമിയിൽ വിചാരണ ആരംഭിക്കും മുമ്പ് അള്ളാഹു ആദ്യം നൽകുന്ന ഓർഡർ, മുത്തനബി നിൽക്കരുത്, മുത്തനബിക്ക് വേണ്ട സിംഹാസനം അവിടെ ആദ്യം വെച്ചുകൊടുക്കുക. ആ സിംഹാസനത്തിന്റെ അടുത്ത് ലിവാഉൽ ഹംദ് എന്ന പതാകയെ നാട്ടുക. റസൂലുള്ളാഹിന്റെ ലിവാഉൽ ഹംദ് വരും. ആ ലിവാഉൽ ഹംദ് എന്ന പതാകക്കൊപ്പം 70,000 പതാകകൾ വേറെയുണ്ട്. ആ 70,000 പതാകകളിൽ ഓരോ പതാകയുടെയും ഒപ്പം 70,000 സ്വഫ് മലക്കുകളാണ്. സ്വഫ് അണിമലക്കുകൾ, 70,000 അണിനിരന്നിട്ടുള്ള മലക്കുകൾ. 70,000 പേരല്ല, 70,000 അണികൾ, മലക്കുകളുടെ അണികൾ. ഒരണിയിൽ 5 ലക്ഷം വീതം മലക്കുകൾ. 5 ലക്ഷം വീതം മലക്കുകളുള്ള 70,000 അണികളിൽ 70,000 പതാകകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഉൽ ഹംദിനൊപ്പം. നമ്മൾ വലിയ ഒരു ഹജ്ജിന്റെ ഭൂമികയിലേക്ക് വന്നാൽ ഒരു ചെറിയൊരു മഹ്ശറിന്റെ കോലം നമുക്ക് ദുന്യാവെന്ന് കാട്ടാൻ പറ്റുന്ന ഒരു ലോക സമ്മേളനം നമ്മുടേത് തന്നെ ഉള്ളൂ, ഹജ്ജ്. ആ ഹജ്ജിന്റെ വേളയിൽ ചെല്ലുമ്പോ ഇന്ത്യന്റെ പതാക, പാകിസ്ഥാന്റെ പതാക, ഓരോരോ നാട്ടുകാരെ തരംതിരിച്ചറിയാൻ പതാകയല്ലേ. ഈ പതാകയില്ലെങ്കിൽ നമുക്ക് സ്ഥലം തിരിയോ, രാജ്യക്കാരെ തിരിയോ, ആൾക്കാരെ തിരിയോ? അങ്ങനെ തിരിയാൻ അല്ലാഹു തആല മഹ്ശറിന്റെ ഭൂമികയിലെ ജനകോടികൾ മുഴുവൻ, ജിന്നുകോടികൾ മുഴുവൻ, പടപ്പുജാലങ്ങൾ മുഴുവൻ ഒന്നിച്ചൊത്തുകൂടുമ്പോ തരം തിരിച്ചറിയാൻ വേണ്ടി, ഓരോരോ കൂട്ടം ആളുകളുടെ ദിക്കും ദിശയും മനസ്സിലാക്കാൻ വേണ്ടി, അവരെ അന്വേഷിച്ചെത്തുന്ന ആളുകൾക്ക് കണ്ടുപിടിക്കുന്നതിനു വേണ്ടി അല്ലാഹു പ്രത്യേകം പതാക വെച്ചിരിക്കുന്നു. എല്ലാ അമ്പിയാക്കന്മാർക്കും പതാകയുണ്ട്. അവരവരുടെ ദർജകൾക്കനുസാരമുള്ള പതാകകളും മിമ്പറുകളും, പ്രത്യേകം പ്രത്യേകം മിമ്പർ. ആദ്യം മിമ്പറും പതാകയും വെക്കുന്നത് മുഹമ്മദ് മുസ്തഫ. ആ പതാകന്റെ വലുപ്പവും അതിന്റെ ആളുകൾ കണിനിറക്കാൻ വേണ്ട കുട്ടിപ്പതാകകളുടെ വലുപ്പവുമാണ്. 70,000 പതാകകൾ കൂടെ, ഓരോരോ പതാകയുടെയും കൂടെ അവരെ ഒപ്പം കൊണ്ടുപോകാൻ, അവരെ ശരിക്കും ആനയിക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ, 5 ലക്ഷം മലക്കുകൾ വരുന്ന വിധം 70,000 മണിമലക്കുകൾ മുഹമ്മദ് മുസ്തഫാന്റെ കൂട്ടർക്ക് മാത്രം. മറ്റു നബിമാർക്കുമുണ്ട്. അക്കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 4 ഖലീഫമാർ, അവർക്കുമുണ്ട് അവിടെ പ്രത്യേക മിമ്പർ. ശുഹദാ, അവർക്കുമുണ്ട് പ്രത്യേക സിംഹാസനം. അങ്ങനെയുള്ള മഹത്തുക്കളായ ആളുകൾക്കൊക്കെയും പ്രത്യേകം പ്രത്യേകം സിംഹാസനം പോരാ. അവരിൽ നായകരായ ആളുകൾക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകപ്പെട്ട സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേക നബി ആശീർവദിച്ചുകൊണ്ട് പദവി പഠിപ്പിച്ചു തന്നിട്ടുള്ള ആളുകൾക്ക് ആ പദവിയുടെ പതാകകൾ നൽകിയിട്ട് അവരെ നായകന്മാരായി അല്ലാഹു തആല നിശ്ചയിക്കുകയാണ്. ദിനാ നബി ഇതൊക്കെ പറഞ്ഞു. നമ്മൾ വിചാരിച്ചുമ്പോഴുന്ന് തഹസീൽ കൂട്ടെടുക്കണമാതിരി, സനത് കൊടുക്കണമാതിരി, ഇയാളിങ്ങനെയാന്ന് പറഞ്ഞാൽ അല്ല. സിദ്ദീഖിന്റെ പതാക നൽകുന്നത് സിദ്ദീഖുൽ അക്ബർ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ്. സിദ്ദീഖുമായി ബന്ധപ്പെട്ടിട്ട് അറിയപ്പെട്ട എല്ലാ സദ്വൃത്തരും മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ സിദ്ദീഖിന്റെ പതാകയ്ക്ക് കീഴിൽ അണിനിരക്കണം. എല്ലാവർക്കും ഓരോരോ കൂട്ടമാണ്. നീതിയുടെ പതാക അല്ലാഹു തആല നൽകുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനാണ്. നീതി കൊണ്ടറിയപ്പെട്ടവരെല്ലാം, അതുകൊണ്ട് മികച്ചു നിൽക്കുന്നവരെല്ലാം നീതിയുടെ പര്യായം അറിയപ്പെട്ട ഉമറിന്റെ പതാകക്കൊപ്പം നിൽക്കണം. ദാനത്തിന്റെയും ഉദാരതയുടെയും ഉസ്മാൻ, ശുഹദാഇന്റെ പതാക അലി, ഫിഖ്ഹിന്റെ പതാക മുആദ് ഇബ്നു ജബൽ, ഫുഖറാഇന്റെ പതാക അബൂദർദാ, സുഹദിന്റെ പതാക അബൂദർ,
ഖിറാഅത്തിന്റെയും ഖുർആനിന്റെയും പതാക ഉബയ്യ് ഇബ്നു കഅബ്, ബാങ്കുകാരുടെ പതാക ബിലാലുൽ മുഅദ്ദിൻ, വിഷം നൽകപ്പെട്ട കൊല്ലപ്പെട്ട ആളുകളുടെയും മർദ്ദിതരായി കൊല്ലപ്പെട്ട ആളുകളുടേതും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഇവർക്കൊക്കെ പ്രത്യേകം പേര് വെച്ച പതാകകളാണ്. ആ പതാകകളോടൊപ്പം ഈ ഉമ്മത്തിലെ അത്തരം നന്മകൾ കൊണ്ടറിയപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ ചേരാൻ അമ്പിയാക്കന്മാർക്കും അങ്ങനെ തന്നെ. തായിബീങ്ങൾ പശ്ചാത്തപിച്ചവരായ ആളുകൾക്ക് ആദം നബിയുടെ കയ്യിൽ പതാക, നന്ദി കൊണ്ടറിയപ്പെട്ട ശാക്കിരീങ്ങൾക്ക് നൂഹ് നബിയുടെ പതാക, അസ്ഖിയാഉം ദാനക്കാർക്കും ഇബ്രാഹിം നബിയുടെ പതാക, സത്യസന്ധരായി വാക്കിലും പ്രവൃത്തിയിലും ജീവിച്ചവർക്ക് ഇസ്മായിൽ നബിയുടെ പതാക, കരഞ്ഞുകൊണ്ടിരുന്നവർക്ക് അല്ലാഹു തആല യാക്കൂബ് നബിയുടെ പതാക, പരദേശികളായിക്കൊണ്ട് അകന്നകോടിയിൽ തള്ളപ്പെട്ടുകൊണ്ട് വിദേശത്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞവർ അല്ലാഹുവിൽ അതിന്റെ പേരിൽ പുണ്യമുള്ളവരാണ്. ആ ഉറബ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പതാക, രോഗങ്ങൾ കൊണ്ടും ആപത്ത് കൊണ്ടും പരീക്ഷിക്കപ്പെട്ടവർക്ക് അയ്യൂബ് നബിയുടെ കൂട്ടം. ഇങ്ങനെ അമ്പിയാക്കന്മാർക്കും പ്രത്യേകം കൂട്ടം പതാകയും നൽകുകയാണ് അല്ലാഹു തആല. എല്ലാവരെയും ഒത്തുചേർത്തിട്ട് പതാകകൾ വെച്ചിപ്പോ തുടങ്ങിയത് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ് ഈ പതാകകളും ആളുകളെയും ഒക്കെ വിവരിച്ചിട്ട്, ഉമ്മത്തായിബീന യാ ആദം, തായിബീങ്ങളെയൊക്കെ നിങ്ങളിലേക്ക് കൂട്ടൂ ആദം, ശാക്കിരീങ്ങളെയൊക്കെ നിങ്ങൾക്ക് കൂട്ടൂ നൂഹ്, അസ്ഖിയായിനെ നിങ്ങളിലേക്ക് കൂട്ടൂ ഇബ്രാഹിം. അങ്ങനെ ആരിലേക്ക് കൂട്ടണമെന്ന് നിർദ്ദേശിക്കുമ്പോഴേക്കും ആരിലേക്ക് കൂട്ടപ്പെടണമോ അവരിലേക്ക് കൂടുകയാണ്. അവിടെ പ്രത്യേകം അവർക്ക് അടയാളമുണ്ട്, ചിഹ്നമുണ്ട്, അവർക്ക് തന്നെ പ്രത്യേകം മാർഗദർശനമുണ്ട്. ആ ദർശനം വെച്ച് നമ്മൾ കൂടുകയാണ്. അവരിൽ നല്ലവരായ ആളുകളുടെ കൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടം നൽകുമാറാവട്ടെ. അതിന് ഇത്തരം ഓരോരോ പുണ്യങ്ങളെങ്കിലും ഒരു മനുഷ്യൻ തെരഞ്ഞെടുത്തിട്ട് ആ കൂട്ടം കൊണ്ടെങ്കിലും സ്വർഗം നേടാൻ പരിശ്രമിക്കണം. ഇതിനാണ് അല്ലാഹുവിന്റെ റസൂൽ ഇതൊക്കെ അറിയിച്ചു തരുന്നത്. സിദ്ഖ് കൊണ്ട് രക്ഷപ്പെടാം, ദാനം കൊണ്ട് രക്ഷപ്പെടാം, ഖിറാഅത്ത് കൊണ്ട് രക്ഷപ്പെടാം, തൗബ കൊണ്ട് രക്ഷപ്പെടാം, സ്വബ്ർ കൊണ്ട് രക്ഷപ്പെടാം, ശുക്ർ കൊണ്ട് രക്ഷപ്പെടാം. അതിലേതെങ്കിലും ഒരു ഗുണം കൊണ്ട് മികച്ചു നിൽക്കുന്ന ആളായിട്ട് അറിയപ്പെടണം. അവർക്കൊക്കെയും പ്രത്യേകം ആളുകൾ, അവരൊക്കെ കൂട്ടം കൂടി നല്ലവർക്കൊക്കെ നല്ലവരുടെ കൂട്ടും, നല്ല നേതാക്കന്മാരും അമ്പിയാക്കന്മാരും, ആ അമ്പിയാക്കന്മാരുടെ പ്രധാനപ്പെട്ട പ്രമുഖരായ സ്വഹാബാക്കളും, വിശേഷിച്ച് നമ്മുടെ ഉമ്മത്തിന് സ്വഹാബി പ്രമുഖരെയും അല്ലാഹു തആല നിശ്ചയിച്ചിട്ട് റസൂലുള്ളാഹി പറയാ, കൈഫ ബികും ഇദാ ജമഅകുമുല്ലാഹു കമാ യുജ്മഉൻ നബ്ലു ഫിൽ കിനാന 50000 സന ലാ യൻദുറു ഇലൈക്കും. നിങ്ങളൊന്ന് നിരൂപിക്കൂ ജനങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയോഗം കൈഫ ബികും, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, നിങ്ങളെപ്പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഇദാ ജമഅകുമുല്ലാഹ്, മഹ്ശറിന്റെ വിചാരണയുടെ ഭൂമികയിൽ നിങ്ങളെ അല്ലാഹു തആല സമ്മേളിപ്പിക്കുമ്പോ, കമാ യുജ്മഉൻ നബ്ലു ഫിൽ കിനാന, ആവനാഴിയിൽ അമ്പുകൾ കുത്തിത്തുറ്റതുപോലെ, അമ്പുകൾ നിറച്ചു വെക്കുന്ന പാത്ര ആവനാഴി അമ്പൊക്കെ നമ്മളെ കാലത്ത് തിരിയില്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പല്ലുക്കുത്തി ആയിക്കോട്ടെ, പല്ലുക്കുത്തിന്റെ ഡെപ്പി, പല്ലുക്കുത്തി അല്ലെ ബഡ്സ്, ഇതിന്റെ ഒക്കെ ഡെപ്പില്ലേ, ഈ ഡെപ്പിയിൽ സാധനങ്ങൾ അടുക്കി വെച്ചതുപോലെ, തീപ്പെട്ടിക്കോലുകൾ തീപ്പെട്ടിയിൽ കൂട്ടിച്ചേർത്ത് അടുക്കി വെച്ചതുപോലെ, ഇങ്ങനെ പറഞ്ഞാലാണ് നമുക്ക് മനസ്സിലാകുക. അടുക്കപ്പെട്ടതുപോലെ തിരിയാൻ മറിയാൻ പഴുതില്ലാത്ത വിധം തിങ്ങിക്കൂട്ടി നിങ്ങളെ അല്ലാഹു തആല നിർത്തും, അങ്ങനെ സമ്മേളിപ്പിക്കും. 50000 സന, 50000 കൊല്ലം, 50000 കൊല്ലം അല്ലാഹു തആല നിങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി നിർത്തും. ലാ യൻദുറു ഇലൈക്കും, പടച്ചോന്റെ ഒരു നോട്ടം ഉണ്ടാവില്ല. പടച്ചോന്റെ ഒരു നോട്ടം ഇല്ലാതെയായി 50000 കൊല്ലം. ആലോചിക്കണം. വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട നമ്മൾ വിചാരണയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലൂടെയാണ് സംസാരിക്കുന്നത്. ആ തയ്യാറെടുപ്പുകൾ ഓരോന്നോരോന്ന് അതിന്റെ ക്രമത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആ വിചാരണയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി അല്ലാഹു തആല എല്ലാവരെയും വെച്ചിട്ട് ഒരുമിച്ച് കൂട്ടുമ്പോ റസൂലുള്ളാഹി പറയാ, 50000 കൊല്ലം നിങ്ങൾ ആ ഒരുമിച്ച് കൂട്ടപ്പെട്ട ആവനാഴിയിൽ അമ്പുകൾ കുത്തിത്തിരികിയതുപോലെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് തിരിയാൻ മറിയാൻ പഴുതില്ലാത്ത വിധം തിക്കിക്കൂട്ടി ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ നിൽക്കണം. ആ നിൽപ്പ് വന്നാൽ നിങ്ങൾക്ക് വല്ലതും തുടങ്ങാനായോ? പടച്ചോന്റെ ഭാഗത്തുനിന്ന് റുബിയാളം കേട്ട അടിയങ്ങളെ, ഔസിദൂ ഇലയ്യ, ഇനി നിങ്ങൾ മിണ്ടരുത്, ഒറ്റക്കുട്ടി സംസാരിക്കണം. കോടാനുകോടി ജനങ്ങൾ, അതിനും എത്രയോ ഇരട്ടി ജിന്നുകൾ, അതിന്റെ ഇരട്ടി മലക്കുകൾ, അത്രയും ഇരട്ടി മൃഗങ്ങൾ,
കാട്ടുജീവികൾ, പറവകൾ, നമ്മളെ മണ്ണിന്റെ അടിയിലുള്ള വിരകളടക്കം, സമുദ്രത്തിലെ ജീവികളടക്കം അല്ലാഹു തആല പടച്ച എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ചു കൂട്ടുന്ന ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹു തആല പറയുന്നതായി വിവരം നൽകുന്നത്, മിണ്ടാതിരിക്കുക എല്ലാവരും. എത്ര കാലമായി ഞാൻ നിങ്ങളെ കണ്ട് മിണ്ടാതെ നിശബ്ദമായി കണ്ടു നിൽക്കുന്നു. പാപങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു കൂട്ടുമ്പോ ഞാൻ വല്ലതും പറഞ്ഞോ? എന്റെ വെള്ളം കുടിച്ച്, എന്റെ ഭൂമികയിൽ, എന്റെ ആകാശത്തിന് ചുവട്ടിൽ ഞാൻ പടച്ച അവയവങ്ങൾ കൊണ്ട്, ഞാൻ നൽകുന്ന സിദ്ധികൾ കൊണ്ട് എനിക്ക് തോന്നിയാസവും ദോഷവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ നിങ്ങളെ പിടിച്ചോ, ചോദിച്ചോ, സംസാരിച്ചോ? ദുന്യാവിന് ജീവിതകാലം അത്രയും മിണ്ടാതിരുന്നില്ലേ? ഞാൻ അടങ്ങി നിശബ്ദമായി നിന്നതുപോലെ ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ നിശബ്ദമായി നിൽക്കണം. അതോടെ മൂകത. ഇനി മിണ്ടാനും ഇടല്ല, സഹായം ചോദിക്കാനിടല്ല. അടിയങ്ങൾ എല്ലാവരും നിന്നു. اليوم تجزى كل نفس بما كسبت لا ظلم اليوم. ഒരു വിളിയാണ്. ഇതൊക്കെ ഖുർആനിലെ ആയത്താ. പക്ഷെ ഖുർആനിലെ ആയത്ത് എവിടെയാ അത് പറയുക, ഏത് സമയത്താ പറയുക എന്നുള്ള വിവരണം നമ്മൾ വേറെ പഠിക്കണം. ഇത് വിശുദ്ധ ഖുർആനിൽ പരലോക സംബന്ധിച്ച് വിവരിച്ചതുപോലെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മറ്റൊന്നും വിവരിച്ചിട്ടില്ല. പരലോകത്തെക്കുറിച്ച് അള്ള പറഞ്ഞതുപോലെ, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച്, മഹ്ശറിനെ കുറിച്ച് അള്ള പഠിപ്പിച്ചതുപോലെ മറ്റൊന്നിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ ഇടമെവിടെ, സന്ദർഭം എവിടെ എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഹദീസുകളിൽ നിന്ന് വരിച്ചെടുക്കാൻ പ്രയാസമാണ്. അള്ളാന്റെ ഹബീബിന്റെ വിവരണങ്ങൾ പറഞ്ഞു തന്നെ ഇമാമിയങ്ങൾ പറയുന്നത്, ഓരോ സ്വഹാബിമാരും ആവശ്യത്തിന്റെ തോതിൽ ആവശ്യമുള്ളതാ വിവരിക്കുക. അപ്പൊ ആവശ്യം വന്നപ്പോ ഏതാച്ചാ അത് വിവരിക്കും, ക്രമം കിട്ടൂല. പിന്നെ താബിഈങ്ങൾ വിവരിക്കാൻ തുടങ്ങി വെക്കുമ്പോ അന്ന് കുറെ ബിദ്അത്തുകാർ വന്നു, പലതും അവർ നിഷേധിച്ചു. ആ നിഷേധത്തിനെതിരെയുള്ള ഭാഗങ്ങളാ ഓല് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിഷേധിച്ച ഭാഗങ്ങൾ മാത്രം നോക്കി സംസാരിച്ചു, മറ്റേ ഭാഗങ്ങൾ വിവരിച്ചില്ല. ആ വിവരണം കിട്ടാതെ പോയി. ഇങ്ങനെ അങ്ങനെ 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 ഓരോരുത്തരും പറഞ്ഞു നോക്കിയാൽ കൃത്യമായതിന്റെ വിവരണം കിട്ടാതായി പോയതാണ് വിഷമകരമെന്ന് അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാഹിയെ പോലുള്ള വളരെ വലിയ വിശാരദന്മാർ, ചരിത്രവും ഹദീസും തഫ്സീറും ഒക്കെ നല്ലപോലെ അറിയുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ വിവരിക്കുമ്പോ ഇതൊരു വല്ലാത്ത സംഭവമാണ്. മഹ്ശറിന്റെ വിവരം എവിടെയാണ് ആയത്ത്, എവിടെയാണ് ഇത് സംസാരിക്കുക എന്ന് പറയാൻ വളരെ വിഷമമുണ്ടാകും. അതുകൊണ്ട് സാഹസപ്പെട്ടുകൊണ്ട് തന്നെ പഠിച്ചെങ്കിൽ മനസ്സിലാക്കാവുന്ന വലിയ വിവരസ്ഥന്മാർ വിവരിച്ച ഭാഗങ്ങൾ നിങ്ങൾ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അൽ യൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് ലാ ദുൽമൽ യൗം. ഇന്ന് നിങ്ങൾക്കെല്ലാം തരുള്ളൂ, ചെയ്തതിനൊക്കെ ജസ. ഇവിടെ അണു അളവ് ദുൽമില്ല. കൃത്യമായിട്ട് കിട്ടേണ്ടവർക്ക് കൃത്യം കിട്ടും. അതിനാണ് അല്ലാഹു തആല ഇവിടെ വെച്ച സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതെന്ന് മനസ്സിലാക്കുക. നരകത്തിലാണ് കിടന്നാൽ നരകല്ലുള്ളൂ എന്ന് വിചാരിക്കുക. എല്ലാവർക്കും നരകം, അപ്പൊ കൃത്യാവുമെന്നാ വിചാരിക്കുക. നമ്മൾ വിചാരിക്കും 100 ആളെ കൊന്നവനും ഒരാളെ കൊന്നവനും നരകം, കൃത്യാവുമല്ലോ, നരകം തന്നെ അല്ല. 100 ആളെ കൊന്നവനും 100 ആളെ കൊന്നീന് എന്നെ കിട്ടും. അതല്ല രസം. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആൾക്കും അവൻ ചെയ്ത പാപങ്ങൾക്ക് എന്തെങ്കിലും കിട്ടായിരിക്കില്ല, എന്തെങ്കിലും ഒന്ന് കിട്ടും. നരകത്തിലിട്ട് അള്ളാഹ് ശിക്ഷിക്കൂലെന്നേ ഉള്ളൂ. ശിക്ഷിക്കാൻ അള്ളാഹു തആല മാപ്പ് നൽകാതെ നിശ്ചയിച്ചിട്ടുള്ളതുണ്ടോ അത് എവിടെ വെച്ചെങ്കിലും എന്തെങ്കിലും പോറലെങ്കിലും വരുത്തിയിട്ട് അള്ളാഹു തആല ആ ശിക്ഷ കണക്കിന് നൽകും. ഇതാ അള്ളാഹ് പറഞ്ഞില്ല ദുൽമൽ യൗം. ഇവിടെ ഒരു ചുരുക്കവുമില്ല, ഏറ്റവുമില്ല, കൃത്യാവും. ഓരോരുത്തൻ ചെയ്തതിന്റെ അളവിന് കൃത്യം നടക്കുന്ന ദിവസം അള്ളാന്റെ സംസാരം. ഈ സംസാരത്തോടെ നിശബ്ദമാണ്. നിശബ്ദമായ മൂകതയിലേക്ക്, ആ മൂകതക്ക്, ഒന്നാകെ ഭയാനകമായ ആ മൂകതക്ക് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തു നിന്ന് ഓർഡർ, സൂര്യനെ കൊണ്ടുവരട്ടെ. വിചാരണ തുടങ്ങണില്ല. 50,000 കൊല്ലത്തെ നൃത്തത്തിനിടയ്ക്ക് സംഭവിക്കുന്ന മഹ്ശറിന്റെ ഭൂമികയിലെ ഭയാനക സംഭവങ്ങൾ ഒന്നൊന്നായി നമ്മൾ മനസ്സിലാക്കുക. വരട്ടെ സൂര്യൻ. ആ സൂര്യനെ ഹാജരാക്കപ്പെടുകയാണ്. ഇന്ന് നിലവിലുള്ള സൂര്യന്റെ 360 മടങ്ങ് വലുപ്പം. ഇതാരാ പറയുന്നതെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാക്കിലൂടെ. ഇത് നമ്മൾ വിശ്വസിക്കേ പറ്റുള്ളൂ. ഇതൊക്കെ എവിടുന്നാന്ന് വെക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂലിന്റെ തിരുനാക്കിലൂടെ അറിയിച്ചു എന്നത് പരലോകത്ത് വിശ്വസിക്കുക. അതിന്റെ കണക്കിന് നോട്ടല്ല. 360 മടങ്ങ് വലുപ്പമുള്ള സൂര്യൻ, ഇന്നത്തെ സൂര്യന്റെ 20 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളിക്കാൻ ഇന്നത്തെ സൂര്യന് വലിപ്പുണ്ട് എന്നൊക്കെ ആ ശാസ്ത്രം പറയുന്നത്.
ഈ സൂര്യനെ അതിന്റെ 360 മടങ്ങ് വലുപ്പത്തോടെ അല്ലാഹു തആല സൂര്യനെ കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ സൂര്യനെ കൊണ്ടുവരിക. 360 ഉറവകൾ, പിടിപ്പുകളാണ് അതിന്, പിടികൾ, വട്ടക്കണ്ണികൾ. ആ വട്ടക്കണ്ണികളിൽ ഓരോന്നിലും 360 വീതം കടിഞ്ഞാണുകൾ. ആ കടിഞ്ഞാണുകളിൽ ഓരോ കടിഞ്ഞാണിലും 360 വീതം മലക്കുകളാ പിടിക്കുന്നത്. ആലോചിക്കണം, 360 വട്ടക്കണ്ണികളിൽ 360 കടിഞ്ഞാണുകളിൽ ഓരോ കടിഞ്ഞാണിലും 360 വീതം മലക്കുകൾ നിന്നിട്ടാ പിടിച്ചിട്ട് വലിച്ചിട്ട് സൂര്യനെ കൊണ്ടുവരുന്നതെങ്കിൽ ആ സൂര്യൻ എത്ര ഭയാനകമാണ്. ഭയാനകമായ സൂര്യനെ അല്ലാഹു തആല കൊണ്ടുവന്നിച്ചിട്ട് മഹ്ശറിന്റെ ഭൂമിയുടെ മുകളിൽ റസൂലുള്ളാഹി പറഞ്ഞതാ, ഒരു മനുഷ്യൻ അവന്റെ കൈകൊണ്ട് പിടിക്കാൻ കഴിയുന്ന ദൂരത്തിൽ സൂര്യന് നിർത്തപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ലൗ മദ്ദ അഹദുൻ യദഹു ലനാലഹാ, സ്വന്തം കൈയൊന്ന് നീട്ടിയാൽ അവൻ സൂര്യനെ പിടിക്കാം. അത്ര ഉയരത്തിൽ സൂര്യനെ, ഇത്രയും ശക്തമായ സൂര്യനെ അല്ലാഹു തആല വെക്കുന്നു. ഈ വലിപ്പം മാത്രമല്ല, എന്തിനാത്ര വലിപ്പം കൊടുത്തിട്ട് ഇത്ര ഭയാനകമാക്കി വെക്കുന്നത്? സൂര്യൻ ഇങ്ങ് വരുമ്പോ, അള്ളാന്റെ മുമ്പിലെത്തുമ്പോ ജനകോടികൾ മുഴുവൻ കാണുക, ഒരാൾക്കും അറിയൂല. വല്യോനും ഉയരുള്ളവനും ചെറുപ്പുള്ളവനൊന്നും അവിടെ അല്ല, എല്ലാരും കാണും. അതാണ് മഹ്ശറിന്റെ ലോകം. വല്യോനെന്ന് കാത് ഒക്കിട്ട് വെക്കട്ടെ, ഓന്റെ ചോട്ടിൽ ഇവിടെ വെക്കട്ടെ, അവന്റെ തോളത്ത് വെച്ച് നോക്കട്ടെ എന്നൊന്നും പറയാല്ല, എല്ലാവർക്കും കാണാം. എല്ലാരും ഒരു വലിപ്പായത് കൊണ്ടല്ല, എല്ലാവർക്കും കാണാം. ഒരാൾക്കും കാണാൻ പറ്റാത്ത, വളവില്ലാത്ത, തിരിവില്ലാത്ത വിധം അല്ലാഹു തആല വെച്ച ഭൂമികയിലെ ചലനങ്ങൾ അത്രയും കാണാം. ഈ സൂര്യൻ വരുമ്പോ സുജൂദ് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സൂര്യൻ നിൽക്കപ്പെടുമ്പോഴേക്ക് നിൽക്കാം. വരുമ്പോ തന്നെ അള്ളാന്റെ ഒരു ചോദ്യം, ഓരോരോ ഞെട്ടിക്കലത്, ഞെട്ടിക്കല് തന്നെയാന്നുള്ളൂ. അല്ലാഹു തആലാന്റെ വലവും ക്രോധവും പ്രത്യേകം അറിയാൻ മഹ്ശറിന്റെ ഭൂമികയിലെ വിചാരണയുടെ മുമ്പ് നടക്കുന്ന കൽപ്പനകൾ അത്രയും ഇങ്ങനെ. അല്ലാഹു തആലാന്റെ മുമ്പിൽ സൂര്യൻ സുജൂദ് ചെയ്യുമ്പോ അള്ളാന്റെ ചോദ്യം, യാ ശംസ് ഹൽ അൻതി അമർതി ഇബാദി ബിസ്സുജൂദി ലക്, നിനക്ക് സുജൂദ് ചെയ്യാൻ എന്റെ അടിയങ്ങളോട് നീ നിർദ്ദേശിച്ചിരുന്നു. ഒരു പടി കോടികൾ നിനക്ക് സുജൂദ് ചെയ്തുകൊണ്ടാണല്ലോ ജീവിച്ചത്. സൂര്യാരാധന എന്നതൊരു വലിയ ആരാധനയല്ലേ? യോഗയുടെയും മറ്റതിന്റെ ഒക്കെ ഭാഗമായിട്ടും ലോകത്ത് മുഴുവൻ പരക്കെ വരാൻ പോകുന്ന ഒരു ആരാധനയാ സൂര്യാരാധന. ഒന്നുമില്ലാത്തവർ ചൈത്താന്റെ പേരിൽ സൂര്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ആചാരങ്ങളും, സൂര്യനും സൂര്യപൂജയുമായി നടക്കുന്ന ഒരുപാട് പൂജകൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്തിട്ട് ജനകോടികൾക്ക് മുമ്പിൽ അല്ലാഹുവിന്റെ ചോദ്യം, നിന്നെ ആരാധിക്കാൻ, പൂജിക്കാൻ നീ കൽപ്പിച്ചിരുന്നോ? ഇലാഹി വസയ്യിദി സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത കൈഫ, പടച്ചോനെ ഞാനെങ്ങനെ അവരോട് കൽപ്പിക്കും? നീ പരിശുദ്ധൻ, നീ അല്ലാതെ ഇലാഹില്ല, ഞാനെങ്ങനെ അവരോട് കൽപ്പിക്കും? ആനഫിൽ ഉബൂദിയ്യ, ഞാൻ നിന്റെ അടിമത്തത്തിലല്ലേ, എനിക്കത് ഇഷ്ടമുണ്ടോ? എന്നെ ഇഷ്ടപ്പെടാതെ പലരും ആരാധിച്ചു, ഞാനെന്ത് ചെയ്യാനാണെന്ന് സൂര്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ പറയുമ്പോ സൂര്യാരാധകർ ഭയചകിതരായി ഞെട്ടുകയാണ്. തങ്ങൾ ഇതുവരെ ആരാധിച്ച ദൈവം, പൂജ്യ ദൈവം, ഈ സൂര്യാരാധനക്കാരെല്ലാവരും ഞെട്ടുകയാണ്. സൂര്യദൈവമാണ് സംസാരിക്കുന്നത്. ഞാനറിയാതെ സംഭവിച്ചതാ, ഞാനവരോട് പറഞ്ഞിട്ടില്ല. ആ സൂര്യൻ ശക്തമായ രീതിയിൽ അല്ലാഹു തആല അതിന്റെ എല്ലാ അർത്ഥത്തിൽ ഇന്നുള്ള ചൂടിനേക്കാൾ, വെളിച്ചത്തെക്കാൾ 70 ഇരട്ടി ചൂട് നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നത്തെ സൂര്യൻ എത്ര കോടി കിലോമീറ്ററുകൾ അകലെയാൻ, എത്ര കോടി കിലോമീറ്ററുകൾ അകലെയാൻ. ആകലെയുള്ള സൂര്യൻ അതൊരു നിമിഷം വർജിച്ചുകൊണ്ടിരിക്കുന്ന, വിസർജിച്ചുകൊണ്ടിരിക്കുന്ന, പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ചൂടിന്റെ താപത്തിന്റെ എത്രയോ ചെറിയ ഒരംശം, 220 കോടിയുള്ളൊരംശമാണ് ഭൂമിയിലേക്ക് എത്തുന്ന താപം. ആ ഭൂമിയിലേക്ക് എത്തുന്ന താപമാണ് 40 ഡിഗ്രി, 39 ഡിഗ്രി, 37 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോഴേക്ക് നമ്മൾ വിഷമിക്കുന്നത്. മരുപ്രദേശത്തും മരുഭൂമിയിലുമാണെങ്കിൽ 43 ഡിഗ്രി, 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ കുടുങ്ങിപ്പോയി. എത്രയാംശം? 220 കോടിയിലൊരംശം താപമാണ് ഭൂമിയിലേക്ക് എത്തുന്നുള്ളൂ. ബാക്കിയൊക്കെ സൂര്യൻ അകലെയായതുകൊണ്ട് നമുക്കെത്തുന്നില്ല. ഇന്നത്തെ താപത്തിന്റെ നില ഇതാണെങ്കിൽ അതിന്റെ 70 ഇരട്ടി താപവും വെളിച്ചവും അല്ലാഹു സൂര്യൻ നൽകുന്ന ആ സൂര്യൻ നമ്മൾ കൈകൊണ്ട് പിടിച്ചാലെത്തുന്ന വിധത്തിലെത്തുമ്പോ അവിടെ കൂടിയ മനുഷ്യ കോടികളുടെ തലച്ചോറുകൾ പതക്കുകയാണ്, തലച്ചോറുകൾ തിളക്കുകയാണ്, അത് നിറച്ചു മറിയുകയാണ്.
വൻഖതഅത് അയ്നാഖുഹും മിനൽ അത്ശ്, ദാഹത്താൽ അവർ കഴുത്തൊടിഞ്ഞു പോയി. ഫഫാലൽ അർഖു മിൻ അജ്സാമിഹിം അലാ വജ്ഹിൽ അർള്, ഭൂമിയിലേക്കതാ ഓരോരുത്തനും വിയർപ്പൊഴുകുകയാണ്. ഒരുത്തന്റെ മേത്ത് നിന്നൊഴുകുന്ന വിയർപ്പുകൾ, ശരീരത്തിൽ നിന്നൊഴുകുന്ന വിയർപ്പുകൾ ഹത്താ യദ്ഹബ ഫിൽ അർളി 70 ബാഅ, 70 മാർ കയ്യിന്റെ മാറില് ആ 70 മാർ ഭൂമിയിലേക്ക് അതൊന്നിച്ച് ആണ്ടുപോവുകയാണ്. അത്തരത്തിലുള്ള വിയർപ്പുകൾ ഒന്നിച്ചു വരുമ്പോ വിയർപ്പിന്റെ ഒരു സമുദ്രത്തിന്റെ അകത്ത് എല്ലാവരും മുങ്ങുമെന്ന് വിചാരിക്കേണ്ട അതിശയത്തിന്റെ ലോകമാണ്, അത്ഭുതത്തിന്റെ ലോകമാണ്. ചോദ്യമില്ല, ശാസ്ത്ര നിരീക്ഷണങ്ങളില്ല, മനുഷ്യന്റെ ഒരു കണ്ടുപിടുത്തത്തിനും അവിടെ ചാൻസ് ഇല്ല, അവസരമില്ല. നമുക്കൊന്നും അറിയില്ല. ഓരോരുത്തന്റെയും അമലുകൾക്കനുസരിച്ചുകൊണ്ട് അവത്തിന്റെ വിയർപ്പിന്റെ കണം, ആ വിയർപ്പിന്റെ കുളം അല്ലെങ്കിൽ വിയർപ്പിന്റെ കുഴി ഏതെങ്കിലും വിധത്തിൽ ഓരോരുത്തന് പല അളവിലാണ്. നമ്മൾ വായനയിൽ കേൾക്കറില്ലേ, കാൽപാദത്തിൽ ഞെരിയാണി വരെ വിയർപ്പിൽ നിൽക്കുന്നവർ, മുട്ടുവരെ വിയർപ്പിൽ കുളിച്ചവർ എന്ന് പറഞ്ഞാൽ മൊത്തം മഹ്ശറിൽ ഒരു കുളമല്ല, ഒരു സമുദ്രമല്ല, ഓരോരുത്തൻ ഓരോരോ തരം വിയർപ്പാ. ഇതൊരു വല്ലാത്ത ലോകമല്ലേ? ഒരു മനുഷ്യൻ ഞെരിയാണി വരെയുള്ള അവന്റെ വിയർപ്പിന്റെ കുഴിയിൽ നിൽക്കുമ്പോ മറ്റൊരു മനുഷ്യൻ മുട്ടുവരെ വിയർപ്പില, ഒരു മനുഷ്യൻ അരവരെ വിയർപ്പില, ഒരു മനുഷ്യൻ മാർവിടം വരെ വിയർപ്പില, ഒരു മനുഷ്യൻ അവനെ മൂക്കാനിട്ടിട്ടുണ്ട് വിയർപ്പെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിലുള്ളതല്ലോ, മിൻകും മൻ യുൽജിമുഹുൽ അറഖ്, വിയർപ്പ് അവനെ മൂക്കയറിട്ടിരിക്കുന്നു, മൂക്ക് വരെയും വിയർപ്പാൻ. ആ വിയർപ്പിന്റെ കയത്തിൽ അവന് ശ്വാസം വിടാൻ പൊങ്ങിക്കൊണ്ടിരിക്കണം. ഇவ்விதം മഹ്ശറിൽ നിൽക്കുകയാണ്. 50,000 കൊല്ലത്തെ നീളത്തിനിടയിലായി ഇതൊക്കെ സംഭവിക്കുന്നതെന്നോർക്കണം. അല്ലാഹുവിന്റെ റസൂല് ഹിസാബിന് വേണ്ടിയിട്ട് ആളുകളെ അടുപ്പിക്കാൻ പറഞ്ഞ സന്ദർഭത്തിലാണ് ഇതെന്നോർക്കണം. ഹിസാബിന്റെ സാഹിറ എന്ന ഭൂമിയിലേക്കുള്ള വിളിയാടം വന്ന് തയ്യാറായി നിൽക്കൂ, നിശബ്ദമായി നിൽക്കൂ എന്ന അറിയിപ്പ് വന്നതിന് ശേഷമാണെന്നോർക്കണം. ആ വിധത്തിൽ എല്ലാവരും ഒന്നിച്ച് വിയർപ്പിൽ കുതിച്ചു നിൽക്കുമ്പോ അവിടെ ആർക്കെങ്കിലും വല്ല ദാഹജലവും കിട്ടുമെങ്കിൽ പ്രായം തികയാത്ത പൊന്നുമക്കൾ, കുഞ്ഞുമക്കൾ, കുരുന്നുമക്കൾ, മരിച്ച മനുഷ്യന്മാർക്ക് ആ മരണപ്പെട്ട മക്കൾ അവരുടെ കയ്യിലെ സ്വർഗത്തിലെ കൂജയിലെ വെള്ളം, സ്വർഗത്തിലെ നദിയിലെ വെള്ളം, അവിടത്തെ അരുവിയിലെ വെള്ളം പ്രത്യേക കൂജകളിലൂടെ കൊണ്ടു നടന്നിട്ട് അവരുടെ വത്സപിതാക്കന്മാർക്ക് നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വല്ലാത്തൊരു പരീക്ഷണമല്ലേ? പറക്കമുറ്റിയ ശേഷം പറക്കമുറ്റാത്ത കുട്ടിയും പറക്കമുറ്റിയൊരു എന്നൊക്കെ നമ്മൾ പറയണ കുട്ടികൾ, പ്രായം തികയാത്ത ആ കാലത്ത് കുട്ടികൾ മരിച്ചാൽ വലിയ സങ്കട. ആ സങ്കടപ്പെട്ടു പോകുന്ന മക്കളെ കൊണ്ട് അങ്ങനെ മരണപ്പെട്ട ആ മക്കൾ അവരുടെ പിതാക്കൾക്കും മാതാക്കൾക്കും കൊടുക്കുന്ന ദാഹജലം അവിടെ കിട്ടും. ഈ വിയർപ്പിന്റെ കണത്തിൽ മറ്റൊരു ജലമില്ല. ആ വിധത്തിലുള്ള ആളുകൾക്ക് മാത്രം അല്പം ജലം അവരുടെ മക്കൾ, ആ മക്കളുടെ സ്ഥാനമറിയിക്കാൻ, അവർ സഹായിക്കുമെന്നറിയിക്കാൻ അള്ളാഹു നൽകുന്ന ഒരു സൗജന്യം. ബാക്കി ഒന്നുമില്ല. ലാ യഅ്കുലൂന വലാ യശ്റബൂൻ, കുടിയില്ല, തീറ്റയില്ല, ഒരു ചെറിയ മണി തിന്നിട്ടില്ല, ഒരു ഇറക്ക് വെള്ളം കുടിച്ചിട്ടില്ലാത്ത നൃത്തമാണ് ആ നൃത്തമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ കൊടുംചൂടിൽ സൂര്യൻ തലയുയർത്തി നിൽക്കുന്ന സമയത്ത് വിയർപ്പിന്റെ കയത്തിൽ മുങ്ങിക്കൊണ്ട് ആളുകൾ നിൽക്കുമ്പോ അതാ വരുന്നു ഒരു നിഴൽ, ഒരു കഴുത്തുപോലെ വരിക. നരകത്തിൽ നിന്നൊരു കഴുത്ത്, ഒരു കഴുത്ത് മാതിരി, പുകക്കുഴലിന് വരുന്ന മാതിരി എന്ന് പറയാൻ അന്നത്തെ കാലത്തേ പറയാൻ കിട്ടുള്ളൂ. അതാണ് ഈ പുകക്കുഴലിൽ നിന്ന് വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ പുകക്കുഴലില്ലേ, ആ പുകക്കുഴൽ നന്നായിട്ട് കരിച്ച പുക വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് ഒന്നിച്ചു വരുന്നത് പോലെ ഒരു കഴുത്തിങ്ങനെ നീണ്ടുവരുന്ന ഹദീസിലെ പ്രയോഗം. അന്നത് പറഞ്ഞാലേ തിരിയുള്ളൂ. അല്ലാന്റെ ഹബീബിന്റെ പ്രയോഗം ഒരു കഴുത്ത് മാതിരി ഇങ്ങനെ വരും. ആ നിഴൽ കാണുമ്പോ സൂര്യന്റെ ഈ താപത്തിൽ നിന്ന്, അതിശക്തമായ താപത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ പറ്റുമോ എന്ന് കരുതിയിട്ട് ആളുകൾ വഴി നോക്കി നിൽക്കുമ്പോ അതാ നിഴൽ, ആ നിഴലുകൾ 3 ഭാഗമായി പിരിയുന്നു. انطلقوا إلى ظل ذي 3 شعب لا ظليل ولا يغني من اللهب. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്,
സൂറ വൽ മുർസലാത്തി ഉർഫാ. വൽ മുർസലാത്ത് സൂറത്തിൽ ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദീ സലാത്തി ശുഅബ്, അതാ ഒരു കഴുത്തുപോലെ ഒരു കുഴൽ പോലെ വന്ന ആ നിഴൽ മൂന്നായി പിരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ആ നിഴൽ കിട്ടുമോ എന്ന് നോക്കൂ, ആ നിഴലിൽ കിട്ടുമോ എന്ന് നോക്കൂ എന്ന് പറയുമ്പോ മനുഷ്യവർഗത്തിലുള്ള ഓരോ വിഭാഗവും പോവുകയാണ്. വിശ്വാസികൾ അവിശ്വാസികൾ കപടന്മാർ, വിശ്വാസികൾ അവിശ്വാസികൾ കപടന്മാർ, രണ്ടും കെട്ടവർ. ഈ മൂന്ന് കൂട്ടരായി പിരിഞ്ഞ മനുഷ്യന്മാർ ഈ മൂന്ന് നിഴലുകളിൽ ചെല്ലുമ്പോ മൂന്ന് പേർക്കും കാഴ്ചയിൽ കറുത്ത ഒരു നിഴലായി വന്ന് സൂര്യതാപത്തിൽ നിന്ന് കിട്ടുന്ന മേഘക്കുട പോലുള്ള ഒരു വലിയ നിഴൽ കിട്ടുമെന്ന് കണ്ടുകൊണ്ട് നിഴലിലേക്ക് നിൽക്കുമ്പോ മുനാഫിക്കുകൾ ചെന്നെത്തുന്നത് ചൂടിന്റെ നിഴലിലാണ്. ഈ നിഴലിനും ചൂട്, സൂര്യന്റെ ചൂടിന്റെ പുറമെ ഈ നിഴലിനും ചൂട്. അത് നരകത്തിൽ നിന്ന് വന്ന ചൂടിന്റെ നിഴലാണ്. എന്താ കാര്യം? ചൂടിനെ പ്രതി രക്ഷപ്പെട്ടിരുന്ന ആളുകളാവും. എന്ത് പറയുമ്പോൾ വല്ലാത്ത ചൂടത്ത്, എന്താ ചൂട്, എങ്ങനെ അവിടെ പോയി കുത്തിരിക്കാം, ഭയങ്കര ചൂട്, എങ്ങനെ നിസ്കരിക്കാൻ ഭയങ്കര ചൂട്, എങ്ങനെ യുദ്ധം ചെയ്യാൻ ഭയങ്കര ചൂട്. ഇത് അള്ളാഹ് വിവരിക്കുന്നുണ്ട്. അള്ളാഹ് അവരെ പറ്റി വിവരിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ ഒറ്റവട്ടം വിവരിച്ചാൽ അതിന് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം. സമരം ചെയ്യാൻ വേണ്ടി പറയുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ഹബീബ് അവിടുത്തെ ഉമ്മത്തിനോട് സ്വഹാബത്തിനോട് സമരം ചെയ്യാൻ പറയുമ്പോ ആ സമരത്തിൽ നിന്ന് ആളുകളെ കൂട്ടത്തിലെ മുനാഫിക്കുകൾ പിന്തിരിപ്പിക്കുന്നത് ഖുർആൻ പറയുന്നുണ്ട്. ലാ തൻഫിറൂ ഫിൽ ഹർ. നോക്കി, ഈ ജാതി ചൂടിൽ യുദ്ധത്തിന് പോകട്ടോ, കരിഞ്ഞു പോകും, ജീവനാണ് പോകും എന്ന് പറഞ്ഞിട്ട് ചൂടും പറഞ്ഞ് പേടിപ്പിച്ചത് മുനാഫിക്കുകളാണ്. അല്ലാഹു തആല അവരോട് തിരിച്ചടിക്കാൻ പറഞ്ഞത് ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. അവർക്കറിയുമെങ്കിൽ, വിവരമുണ്ടെങ്കിൽ ജഹന്നമിന്റെ ചൂട് എത്രയാ ചൂട്, അത് ഭയങ്കര ചൂടാ. ഇവിടുത്തെ ചൂടും പേടിച്ചുകാണ്ട് യുദ്ധത്തിന് പോണ്ടാന്ന് പറഞ്ഞവർക്ക് ജഹന്നമിന്റെ കൊടുംചൂടിന്റെ നേൽ കിട്ടുമെന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. മഹ്ശറിൽ ജഹന്നമിന്റെ ശിക്ഷ, നരകത്തിന്റെ ശിക്ഷയ്ക്ക് പോകാനായിട്ടില്ല. ജഹന്നമിൽ നിന്ന് വന്ന നിഴലിന്റെ ചൂടിന്റെ ശിക്ഷ മുനാഫിക്കുകൾ. കറുത്ത പുക തന്നെയാണ് നിഴൽ. അവിശ്വാസികൾ, വിശ്വാസികൾക്കോ ദിവ്യപ്രഭ, നല്ല വെളിച്ചത്തിന്റെ നിഴൽ, സുഖകരമായൊരു നിഴൽ. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. എല്ലാത്തരം ഇരുട്ടുകളിൽ നിന്നും ഏറ്റവും ശക്തമായ നിഴലിലേക്ക് മുഅ്മിനീങ്ങളായ ആളുകളെ രക്ഷാകർത്താവായ അല്ലാഹു കൊണ്ടുപോകും. യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്. വെളിച്ചത്തിൽ മാത്രം സുഖത്തിൽ മാത്രം ജീവിച്ച അവിശ്വാസികളെ ഇരുട്ടുകളിലേക്ക് തന്നെ അള്ളാഹു കൊണ്ടുപോകും. മഹ്ശറിലും അവർ ആ ഇരുട്ട് തന്നെ. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ വിധം ആ ഇരുട്ടത്ത് അള്ളാഹു തആല ചൂടും ഇരുട്ടും ഒന്നുകൂടി ശക്തിപത്തായി നൽകുകയാണ് അവിശ്വാസികൾക്ക്. വിശ്വാസികൾക്ക് ഒരു ചെറിയ രക്ഷ ആ നിഴൽ, ആ കഴുത്തിൽ വന്ന നിഴൽ, സൂര്യന്റെ താപത്തിൽ നിന്ന് രക്ഷ. അതാ മറ്റൊരു വിളിയാളം. ഈ വിളിയാളത്തിന്റെ ഇടയിൽ ഒരു വലിയ കുഴലൂത്ത്, ഒരു സൈറൺ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഒരു സൈറൺ, ഒരു വലിയ മുഴക്കം. ആ മുഴക്കം മാനത്ത് നടക്കുമ്പോ, അന്തരീക്ഷത്തിൽ നടക്കുമ്പോ ഹൃദയങ്ങളൊക്കെ പിടച്ചുപോകും, കണ്ണുകൾ നട്ടുപോകും. അല്ലാഹുവിന്റെ അദാബ് വരികയാണെന്ന് അവർ ഉറപ്പിച്ചു പോകും. അങ്ങനെ ഇരിക്കുമ്പോ ബറസലഹുമുൽ അർശുൽ അദീം. വിചാരണയ്ക്ക് വേണ്ടി രാജാധിരാജനായ റബ്ബിന്റെ സിംഹാസനം ഇതാ പ്രത്യക്ഷപ്പെടുകയാണ്. സിംഹാസനത്തിന്റെ വരവാ അർശുൻ അദീം. അള്ളാഹ് പടച്ച കുർസി, അർശ് എന്ന ഗോളമല്ല, ആ ഗോളം അവിടെ വരുന്നില്ല. കുർസി വരുമെന്നും അർശ് വരുമെന്നും ഹദീസുകളിലുണ്ട്. ആ അർശ് വരുന്നത് അള്ളാഹ് പറയുന്നു, വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. സൂര്യന്റെ വരവ് കഴിഞ്ഞ് സൂര്യന്റെ ഭയാനക ചൂടിൽ കൊടുമ്പിരിക്കൊണ്ട് വിയർപ്പിൽ കുടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് വിചാരണയ്ക്കിതാ റബ്ബ് വരാനായി എന്നറിയിക്കുന്ന വിധം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ വീണ്ടും ആയിരക്കണക്കിന് കൊല്ലം കഴിയണം. ആ വിചാരണയ്ക്ക് വരുന്ന അർശനെ കൊണ്ടുവരുന്നത് 8 മലക്കുകളാണ്. 8 മലക്കുകൾ. ആ 8 മലക്കുകളിൽ നിന്ന് ഓരോരോ തരം മലക്കുകൾ തന്നെ എത്ര വലുതാ. ഓരോരോ മലക്ക്, ആ ഓരോരോ മലക്കിന്റെയും വഴിദൂരം അവരുടെ വണ്ണം മാത്രം 20,000 കൊല്ലം സഞ്ചരിച്ചാലെത്തുന്ന വഴിദൂരമാണ്. ഒരു മലക്കിന്റെ വണ്ണവും ഒരു മലക്കിന്റെ തടിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. 20,000 കൊല്ലം സഞ്ചരിക്കുന്ന സഞ്ചാരത്തിന്റെ വഴിദൂരം. മക്കത്തുനിന്ന് മദീനത്തുനിന്ന് ശാമുക്ക് 1 മാസത്തെ വഴിദൂരം എന്നാ പറയാം ബൈത്തുൽ മുഖദ്ദസ്ക്ക്.
അങ്ങനെ 20,000 കൊല്ലത്തെ വഴിദൂരം ഒരൊറ്റ മലക്ക് വരുന്ന വിധം 8 മലക്കുകൾ 8 മലക്ക് കൊണ്ടുവരുന്ന പറയുമ്പോൾ 8 മലക്ക് കൊണ്ടുവരുന്ന ഉദാഹരണം വിചാരിക്കേണ്ട ഭയങ്കര സിംഹാസന. ആ സിംഹാസനം ബഹ്ശറിന്റെ ഭൂമിയിൽ ഒന്നിച്ചു വെക്കപ്പെടുന്നതോടുകൂടെ രാജാധിരാജന്റെ രാജസിംഹാസനമല്ലേ, ആ രാജസിംഹാസനം 8 മലക്കുകൾ കൊണ്ടുവെക്കുന്നതോടുകൂടെ ഇതാ രാജാവിന്റെ വരവായി എന്ന നിലക്ക് കുത്തുരികുന്നാസുറൂസഹും ജനങ്ങൾ തലകീഴായി നിന്നുപോയി, ആളുകൾ ഭയചകിതരായി. അമ്പിയാക്കന്മാരും അറിവാളന്മാരും ഔലിയാക്കന്മാരും വരെ പേടിച്ചു നിൽക്കുന്നു. പക്ഷേ സൂര്യതാപത്തിൽ ഇതാ ഒരനുഗ്രഹമായി വരുന്നതായി ഒരു കൂട്ടം ആളുകൾക്ക് അല്ലാഹു ഈ അർശിനെ വെക്കുന്നു. സൂര്യന്റെ ഈ കടുത്ത താപത്തിൽ നിന്ന് അല്ലാഹു പ്രകാശത്തിന്റെ നിഴൽ നരകത്തിൽ നിന്ന് വന്ന കുഴലിലൂടെ വന്ന് നേലായി ശാഖയായി പിരിഞ്ഞത് കിട്ടുന്നത് പോലെ തന്നെ അള്ളാന്റെ സിംഹാസനത്തിന്റെ രാജസിംഹാസനത്തിന്റെ നിഴലിലും അതാ ഒരു കൂട്ടം ആളുകൾക്കുള്ള നിഴൽ നൽകുകയാണ്. 7 കൂട്ടം ആളുകൾ അതിലുണ്ടെന്ന് സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും തന്നെ അറിയിപ്പ് നൽകുന്നു. റുവീനാ ഹദീസൻ ഫിസ് സ്വഹീഹൈനി സബ്അത്തുൻ يضلوهم المولى بخير ظلال إمام له عدل ومن في عبادتي نشا بالتقى لله لا في ضلال وشخصان في الله الكريم تحاببا بحال افتراق منهما وفصال ومن ذكر الرب المهيمن خاليا ففاضت به عيناه خوف نكالي وإني أخاف الله من قال عندما دعت ذات عالي منصب وجمالي ومن قلبه يهوى المساجد دائما تعلقه فيها بويد زبالي ومتصدق أخفى التصدق لم يكن بما أنفقت يمناه علم شمالي يظلهم في ظله الله يوم لا سبى ظله ظل فهاك مقالي. ഇതിന്റെ ഓരോ നേല് കിട്ടുന്നവരെ ഒരു ദിവസം വഴുതരാ. ഇനി പോട്ടെ, ഒരു 7 നേലിട്ടുന്നവർ എന്നൊരു വഴുതറിഞ്ഞിട്ട് പറയാ. അപ്പൊ അതുകൊണ്ട് ഞാനത് വഴുതിലേക്ക് പ്രവേശിക്കുന്നില്ല. എണ്ണ 7 കൂട്ടരെ ബുഖാരി മുസ്ലിമും പറഞ്ഞെന്ന ഹദീസാവുമ്പോ നമ്മൾ എണ്ണുള്ളൂ. ഇമാമുല്ലഹു അദുൽ, നീതിയോടെ ഭരിച്ച ഭരണാധികാരി ഒന്നേ. വമൻ നശാ ഫി തുഖാലില്ലാഹ് വശാബുൻ നശാ ഫി ഇബാദത്തില്ലാഹ് എന്ന ഹദീസിലെ കലിമ. വശാബുൻ നശാ ഫി ഇബാദത്തില്ലാഹ്, പടച്ചോന്റെ ഇബാദത്തിലായാണ് അവൻ ചെറുപ്പം മുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ചെറുപ്പക്കാരനാണ്. ഉമ്മവാപ്പാന്മാരുടെയും ഗുരുവര്യന്മാരുടെയും ശിക്ഷണത്തിൽ അവന്റെ ചെറുപ്പം മുതലുള്ള വളർച്ച തന്നെ പടച്ചോന്റെ ഇബാദത്തിലും തഖ്വയിലുമായി വളർന്ന ചില നല്ല കുട്ടികൾ, യാതൊരു ദുശ്ശീലവുമില്ലാത്ത കുട്ടികൾ, അവർക്ക് അർശിന്റെ നേരുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വശഖ്സാനി ഫില്ലാഹിൽ കരീമി തഹാബബാ വറജുലാനി തഹാബ്ബാ ഫില്ലാഹ്, പടച്ചോനെ വിചാരിച്ചുകൊണ്ട് സ്നേഹത്തിലായിട്ടുള്ള ആളുകൾ. പടച്ചോ മൂലമുള്ള സ്നേഹം, മറ്റൊരു സ്നേഹമല്ല. കിട്ടുന്നത് കണ്ട സ്നേഹമല്ല, ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന സ്നേഹമല്ല, ഒരു വണ്ടി പോയ സ്നേഹമല്ല, ഒരു യാത്രയിൽ കൂട്ടുപോയ സ്നേഹമല്ല, ഒരേ വിധം കച്ചവടം ചെയ്യുന്നവരെന്ന സ്നേഹമല്ല, ഒരേ തരം മൂല്യമാരെന്ന സ്നേഹമല്ല, ഒരേ തരം സംഘടനാ പ്രവർത്തകരെന്ന സ്നേഹമല്ല. പടച്ചോൻ മൂലമാണോ ഇതൊക്കെ? എങ്കിൽ ഇതൊക്കെ ശരി. അള്ളാഹുവിനെ മൂലമുള്ള സ്നേഹമാണെങ്കിൽ അള്ളാഹുവിന്റെ വിശ്വാസം, അള്ളാഹുവിന്റെ ഈമാൻ, അള്ളാഹുവിന്റെ ദീൻ ഞങ്ങളെ ഏകീകരിച്ചിരിക്കുന്നു. ആ സ്നേഹം മാത്രമാണ് ഞങ്ങൾക്കെന്ന നിലയിൽ പടച്ചോൻ മൂലം സ്നേഹിച്ചിട്ടുള്ളവരുണ്ടോ അവരെയും അല്ലാഹു തആല അർശിന്റെ ചുവട്ടിലാക്കുന്നു. വമൻ ഖൽബുഹു യഹ്വൽ മസാജിദ ദായിമ, പള്ളി തന്നെ മനസ്സ് പള്ളിയിൽ നിന്ന് പിരിയുന്നില്ലാത്ത വിധം നേരം വെളുത്ത് വൈകുന്നേരമാവോളം അത്യാവശ്യം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് പള്ളിയിൽ തന്നെ പറഞ്ഞ് പള്ളിയിൽ തന്നെ കൂടിക്കുത്തിരിക്കുന്ന ആളുകൾ. ومن ذكر الرب المهيمن خاليا ففاضت به عيناه خوفا نكالي. വഅദ് പറയുമ്പോഴല്ല, ഒറ്റക്കല്ലാനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ സമൂഹത്തിന്റെ കൂട്ടത്തിൽ നിന്നല്ല,
ഏതെങ്കിലും വികാരഭരിതമായ രംഗങ്ങൾ കേട്ടതിന്റെ പേരിലല്ല, അള്ളാനെ ഓർത്ത് അള്ളാന്റെ ശിക്ഷകൾ ഓർത്ത് ഒറ്റക്ക് കാലിയായിരിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. വഇന്നി അഖാഫുല്ലാഹ മൻ ഖാല ഇൻദമാ ദഅതു ദാതു അലി മൻസിബിൻ വജമാലി. അഴകുള്ള സ്ഥാനമുള്ള കുലീനതയുള്ള സുന്ദരികൾ വിളിക്കുമ്പോ അതിൽ നിന്ന് അള്ളാനെ പേടിച്ച് രക്ഷപ്പെടുന്നുവെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. വമുതസദ്ദിഖുൻ അഖ്ഫത്ത സ്വദ്ദുഖ ലം യകുൻ ബിമാ അൻഫഖത യുംനാഹു ഇൽമു ശിമാലി. വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാതെ രഹസ്യമായി ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഇത്തരം മനുഷ്യന്മാർ 7 അള്ളാന്റെ റസൂല് ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിൽ എണ്ണുന്നു. അനേകം ഹദീസുകളിൽ പലരും ഈ കൂട്ടത്തിലുണ്ട്. അത് നമ്മൾ അറിയുന്നത് നല്ലതാണ്. ഞെരുക്കക്കാരനായി കുടുങ്ങി ഒരാൾ ബുദ്ധിമുട്ടുപെട്ട് മൊയ്സിറായി പാപ്പരായ ഒരാളടുത്ത് കടംപെട്ടു. ഈ കടംപെട്ട പാപ്പരാൾക്ക് അയാൾ പാപ്പരായതല്ലേ കിട്ടോളം നിൽക്കട്ടെ എന്ന രീതി താമസം ചെയ്തു കൊടുത്ത ആൾ അർശന്റെ നേരിലൊന്ന് ശഫീഉനാ റസൂലുള്ളാഹി, അല്ലെങ്കിൽ അയാളുടെ കടം പൊരുത്തപ്പെട്ടു കൊടുത്ത ആൾ, അല്ലെങ്കിൽ ഒരു യതീമിനെ സംരക്ഷിച്ചുകൊണ്ട് ആ യതീമിന്റെ സകല ചെലവുകളും വഹിച്ചിട്ട് ആരുമറിയാതെ ആ യതീമിന്റെ സംരക്ഷണം അല്ലാഹ്ക്കും വേണ്ടി ഏറ്റെടുത്ത് നടത്തുന്നയാൾ, ഒരു 3 കാര്യങ്ങൾ സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ആൾ. ഒന്ന്, പ്രയാസങ്ങൾ വരുമ്പോ തണുപ്പിലും തണുപ്പ് വെള്ളമൊക്കെ ഉപയോഗിക്കാൻ പ്രയാസം വരുമ്പോഴൊക്കെ ഉദു ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. വെള്ളം തന്നെ മേത്താക്കേണ്ടതിനൊരു പ്രയാസമല്ല, അതാണല്ലോ ഒതുവിന്റെ മടി. ആ വെറുപ്പുള്ളതോടുകൂടെ സമയങ്ങളിലെല്ലാം ഉതുടുത്തുകൊണ്ടിരിക്കുന്നവർ, പള്ളിയിലേക്ക് നടന്നു പോകുന്നവർ, വാഹനത്തിലല്ലാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർ, വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. ഈ 3 സംഗതികൾ പതിവായി ചെയ്തുകൊണ്ട് പ്രകൃത ഗുണമായി മാറിയിട്ടുള്ളവർ അർശിന്റെ നേരിലുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സത്യസന്ധമായി മാത്രം കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരൻ, കച്ചവടത്തിന്റെ ചിട്ടകൾ പാലിച്ച് വഞ്ചനയില്ലാതെ കൃത്യമായ നിലയിൽ സ്വതൂക്കായ കച്ചവടക്കാരൻ, ഏതെങ്കിലും ഭർത്താവ് മരിച്ച വിധവകളെ പ്രത്യേകം അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ദുരുദ്ദേശമില്ലാതെ അവരെ നോക്കി സംരക്ഷിച്ചുകൊണ്ട് വളർത്തുന്ന ആളുകൾ, സ്വഭാവവും പെരുമാറ്റവും അള്ളാനോടും പടപ്പുകളോടും കൃത്യമായി പാലിക്കുന്ന സൽസ്വഭാവികൾ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഹദീസ് ശരീഫുകളിൽ അർശിന്റെ നേല് കിട്ടുന്നവരായിട്ട് കാണാം. 7 കൂട്ടർക്ക് കിട്ടുന്ന പറയുമ്പോൾ 7 പരിമിതാന്ന് വിചാരിക്കരുത്. അതിന് മഫ്ഹൂമില്ല എന്നാ നിയമം. അതായത് 7 കൂട്ടർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ 7 അപ്പുറമുള്ളവർക്ക് ഇല്ല എന്ന് അർത്ഥം വരില്ല. അതുകൊണ്ട് 7 കൂട്ടർക്കുണ്ട് എന്ന് പറഞ്ഞാൽ 7 കൂട്ടർക്കുണ്ട്, അതിന്റെ അപ്പുറം കൂട്ടർക്കുണ്ട്. ഈ ഹദീസിൽ പറയപ്പെട്ട ഒരുപാട് പ്രത്യേക ഗുണങ്ങൾ ഉള്ള മഹത്തുക്കൾക്ക് അവിടെ അർശിന്റെ നിഴലുണ്ട്. ആ അർശിന്റെ നിഴൽ അനുഭവിച്ചുകൊണ്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ രാജാധിരാജന്റെ സിംഹാസനമാണ് ആ സിംഹാസനം വരുന്നതോടുകൂടെ ഇതാ ജഡ്ജി വരാറായി, വിധികർത്താവ് വരാറായി എന്ന് മനസ്സിലാക്കി നമ്മളവിടുത്തെ ജഡ്ജി വരുന്ന നേരം കണക്കാക്കി കുത്തിരിക്കാൻ പറ്റൂല. ഹത്തീബ് വരാനായി നമ്മളൊരു കൊടിയുത്തുമ്പോ മനസ്സിലാക്കുള്ളൂ, കുത്തുപോതാനായി നമ്മൾ പള്ളിക്ക് ഒരു കൊടിയുത്തുമ്പോ ഇത് നോക്കും, അത് ലേശമൊക്കെ ഒരു സമയം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മനസ്സിലാക്കേണ്ട ഈ അർശന്റെ വരവ്. മുലേര് വരാനായി ഇതാ കസാര എത്തിക്കണം, ഇനി കുറച്ചേരുള്ളൂ, അതിനൊക്കെ ഒരു ചിട്ടുണ്ടാവും. ഇത് ആഖിറത്തിലെ കുറച്ച് കാരണം ആകെ ഒരൊറ്റ ദിവസമേ ആഖിറത്തിലുള്ളൂ. ഈ ദിവസത്തിന്റെ നീള ഇവിടുത്തെ 50,000 കൊല്ലം. ഇത് ഖുർആനാ, വിശുദ്ധ ഖുർആൻ, പൊള്ളൻ വാചകമല്ല. ഇനി ഹദീസിലെ ദഈഫായ ഹദീസിൽ അറിയപ്പെട്ടതുപോലുമല്ല, വ്യക്തമായ ഖുർആനാണ്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന മിമ്മാ തഉദ്ദൂൻ. നിങ്ങളെന്നുന്ന 50,000 കൊല്ലം. ഈ 50,000 കൊല്ലത്തെ ദൈർഘ്യത്തിനിടയിൽ അർശിന്റെ നേൽ വരുന്നതിനൊപ്പം അതാ ഭയാനകമായ മഹ്ശറിന്റെ ഭയാനകതക്കൊന്നുകൂടി മാറ്റുകൂട്ടാൻ, അതിന്റെ ഒന്നുകൂടി കർശനം കൂട്ടാൻ, അതിന്റെ ശിദ്ദത്ത് കൂട്ടാൻ, കാഠിന്യം കൂട്ടാൻ, കഠിനത കൂട്ടാൻ അല്ലാഹു അതാ നരകത്തെ കൊണ്ടുവരുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതവക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്ർ നമ്മൾ ഓതാറുണ്ടല്ലോ സാധാരണ. അല്ലാഹ് എന്താ പറയുന്നത്? അന്നേ നാളിൽ ജഹന്നമിനെ കൊണ്ടുവരപ്പെടുന്നു മഹ്ശറിൽ. ഇപ്പൊ മഹ്ശറിന്റെ ഭൂമികന്റെ വിശാലത എണ്ണി നോക്കി, ഏതും കൊള്ളും പടപ്പുകൾ നിൽക്കുന്നത് ഒന്നിച്ച് അവനാഴിയിൽ അമ്പുതുറ്റ പോലാണ്. ഇവർക്ക് തന്നെ ഓരോരുത്തർക്ക് നിഴലുകൾ കിട്ടുന്നതുണ്ട്, നിഴല് കിട്ടാത്തതുണ്ട്. കൂരിരുട്ടിൽപ്പെട്ട നേരിൽ അകപ്പെട്ടവരുണ്ട്, ചൂട് പൊളിക്കുന്ന നേരിൽപ്പെട്ടവരുണ്ട്, വെളിച്ചത്തിന്റെ നേരിൽപ്പെട്ടവരുണ്ട്.
അർശിന്റെ നിഴൽ കിട്ടുന്നവരുണ്ട്, അവിടെ നിൽക്കുന്നവരിൽ തന്നെ അർശ് കിട്ടാത്തവരുമുണ്ട്. ഇவ்விதം അല്ലാഹു നിശ്ചയിച്ച കൂട്ടക്കാര് വിഭജിക്കപ്പെട്ട് അവരുടെ അമലിനും സ്ഥാനത്തിനും അനുസരിച്ച് മാറ്റം നിൽക്കുന്നതിനിടയില അള്ളാന്റെ കൽപ്പന. ജിബ്രീൽ നരകത്തിന്റെ ഖാസിനായ മാലിക്കിന്റെ അടുത്ത് ചെന്ന് നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി പറയണം. മാലിക് കാത്തിരിക്കുക നരകം കൊണ്ടുവരാൻ. നരകത്തിലേക്ക് ആളുകൾ വിളിച്ചു കൊണ്ടുപോകുന്നതല്ല, നരകത്തെ ജഹന്നമിനെ കൊണ്ടുവരാൻ, മഹ്ശറിൽ ഹാജരാക്കാനാ കൊണ്ടുവരുന്നത്. നരകം ചോദിക്കും, എന്തേ വരാൻ സമയമായോ? അതെ, അള്ളാഹു തയ്യാറായിട്ടുണ്ട്. ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ മിമ്പറിരിക്കുന്നുണ്ട്. ഈ വിധത്തിലാ നരകത്തിന്റെ ഖാസിൻ മാലിക്കിന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം വിവരിക്കുക. അപ്പോഴാ 1000 സ്വഫുള്ള മലക്കുകൾ, അതിലെ ഓരോ സ്വഫ് തന്നെ ലോകത്തള്ള പടച്ച മനുഷ്യവർഗത്തിന്റെയും ഭൂതവർഗത്തിന്റെയും എണ്ണത്തെക്കാൾ കൂടുതലാണ്. അത്തരം സ്വഫുള്ള 1000 സ്വഫുള്ള മലക്കുകളാണ് സബാനിയത്ത്. ആ സബാനിയത്ത് ചെന്നിട്ട് നരകത്തിന്റെ കടിഞ്ഞാണുകളിൽ അള്ള വെച്ചതിന്റെ ഓരോ ഇടങ്ങളിൽ പിടിച്ചിട്ട് വലിക്കുമ്പോ അജീബീ റബ്ബിക്, പടച്ചോനതാ വിളിക്കുന്നു, ഞങ്ങളിതാ വിട്ടിരിക്കുന്നു, നീ ഉത്തരം നൽകണം വാ എന്ന് നരകത്തോട് പറയുമ്പോ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നരകം ഇളകൂല. ആണ്ടാണ്ട് പോകുന്ന വിധം ശക്തമായി തറച്ചു നിൽക്കുകയാണ്. നരകം വാശി പിടിച്ചിട്ട് സമയമായില്ല, ആര് കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് നരകത്തിന്റെ മേധാവിയായ മാലിക്കിന്റെ ഓർഡർ കിട്ടണം. മാലിക് സംസാരിക്കുന്നു. മാലിക് അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നു, അത്തഅസീന റബ്ബകി, നിന്റെ യജമാനൻ വിളിച്ചിട്ട് പോകൂലാണോ? പടച്ചോൻ വിളിച്ചിട്ട് പോകൂലാന്നോ എന്ന് മേധാവി പറയുമ്പോ, മേധാവികളുടെ ഓരോ വകുപ്പിന് ആ മേധാവി സംസാരിക്കുമ്പല്ല, ഇല്ല റബ്ബ് വിളിച്ചതാണോ? നിങ്ങളുടെ ഓർഡറാ ഞാൻ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ അറിയിച്ചതോടുകൂടെ തയ്യാർ. അതോടുകൂടെ മാലിക്കിന്റെ ഓർഡറിൽ അജീബീന്ന് മാലിക് നൽകുമ്പോഴേക്ക് നരകം അതാ മെല്ലെങ്ങനെ ഒഴുകും. ആ ഇളക്കത്തിന്റെ ഒരൊറ്റ മുഴക്കം, ഒരിരമ്പൽ, റസൂല് പറയുന്നത് പുലിശീറും പോലെയാണ്. അത്തരക്കല്ലേ പറയാൻ കഴിയുള്ളൂന്നേ ഉള്ളൂ. ഈ പടപ്പുകളെ മുഴുവൻ ഞെട്ടിക്കുന്ന ചീറല, പുലി ചീറും പോലെ ഒരൊറ്റ ശ്വാസം, അതായത് നെടുവീർപ്പിടാൻ അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വിടുന്ന തരത്തിലുള്ള ഒരൊറ്റ വീർപ്പ് നരകം അവിടെ നിന്ന് വിട്ടുവിടും. വന്നഹറു തസ്ഫിറു മിൻ വൈദിൻ വമിൻ ഹനഖി അലൽ സാതി വതൽഖർ റബ്ബ വദുബാന. നരകമതാ ചീറുന്നു, ഒരൊറ്റ ചീറൽ. ആ ചീറൽ കേൾക്കുമ്പോഴേക്ക് പടപ്പുകൾ ആസകലം ഭയവിക്കുലരാവുകയാണ്. അമ്പിയാക്കളക്കം വിറക്കുകയാണ്. കോടാനുകോടി ജീവജാലങ്ങളടക്കം ആകമാനം പൊടിപൊടിക്കുകയാണ്. ഒരൊറ്റ ചീറൽ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആ ഒരൊറ്റ ചീറൽ തന്നെ മതി. അതിലാളങ്ങളോ നാളങ്ങളോ, ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ, വലിയ കൊട്ടാരങ്ങൾ കണക്കിലുള്ള തീനാളങ്ങൾ, കൊട്ടാര സമാനമുള്ള ഗോപുരങ്ങൾക്ക് സമാനമുള്ള തീനാളങ്ങൾ. അന്നത്തെ കാലത്ത് ഇബ്നു അബ്ബാസ് എന്ന് പറയാൻ, ഞങ്ങൾ വിറകട്ടിയേക്കും. വിറക് എന്തിനെന്നറിയോ? കൊടും ശൈത്യകാലത്ത് ആ ശൈത്യത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ഒരു വീടുണ്ടാക്കാൻ ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല. അതിന് ഞങ്ങള് ഒരുപാട് മുഴം ഉയരത്തിലായിട്ട് വലിയ വിറക് കട്ടിച്ചിട്ട് വീടുണ്ടാക്കും. ഇതിനാണ് അന്ന് കസർ എന്ന് പറയാൻ. അന്ന് ഖുർആന്റെ ഭാഷാകാലത്ത് കസർ എന്ന് പറയാം. ഇന്ന് കസർ എന്ന് പറഞ്ഞാൽ വേഗം തിരിയ വൈറ്റ് ഹൗസ് എന്നൊക്കെ പറയുന്നതിന് കസർ എന്ന പേര്. കസറബിയം, വൈറ്റ് ഹൗസ്, വലിയ കൊട്ടാരങ്ങൾ. ആ വലിയ കൊട്ടാരങ്ങൾക്ക് സമാനമുള്ള വലിയത്. റസൂലുള്ള പറയുന്നു, ഓറഞ്ചിന്റെ വലുപ്പത്തിലും തീനാളുണ്ട്, ബത്തക്കന്റെ വലുപ്പത്തിലും തീനാളുണ്ട്. നാരഞ്ചി, നാരങ്ങന്റെ വലുപ്പത്തിലുള്ള നാളങ്ങൾ, വലിയ വലിയ നാളങ്ങളും ചെറു നാളങ്ങളുമായി ഈ തീ ഒന്നാകെ ആളുന്നത് ആളുകൾക്ക് കാണാം. ഈ മലക്കുകളെല്ലാരും കൂടി, എല്ലാ മലക്കുകളും കൂടി 1000 സ്വഫിലെ മലക്കാർ. ഒരു സ്വഫിൽ ജിന്നും ഇൻസും മൊത്തം കൂടിയതിനേക്കാൾ അധികം വരുന്ന സംഖ്യയുള്ള ഒരു ബറ്റാലിയൻ മലക്ക്, ഒരൊറ്റ അണിമലക്ക്. അത്തരം 1000 മണികളുള്ള മലക്ക് നരകത്തിന്റെ കൊടുപ്പുകൾ പിടിച്ചുകൊണ്ട് ആ നരകത്തെ വലിച്ചെടുച്ചു കൊണ്ടുവരുമ്പോ 1000 കൊല്ലത്തെ വഴിദൂരം മനുഷ്യർ നിൽക്കുന്ന ഇടത്തേക്ക് ഇന്ന് നരകം നിൽക്കുന്നിടത്ത് നിന്ന് എത്താനുള്ള ആ ദൂരത്തിലെത്തുമ്പോ ഈ നായകന്മാരായ ദബാനിയത്തിന്റെ കയ്യിൽ നിന്ന് പിടിവിടുന്നു നരകം. ഒറ്റ വലിയ, എല്ലാരും കൂടി പിടിവിടുക. മലക്കേളെ അത്
ഒറ്റ മലക്കിന്റെ ഒച്ചോണ്ടാ ഒരൊറ്റ നഗരം പൊടിയാക്കണം. ആ ജാതി മലക്കുകൾ ഇത്ര സ്വഫ് മലക്കുകൾ പിടിച്ചു വലിച്ചു കൊണ്ടുവരുമ്പോ നരകം ആടിയിട്ട് ഒലഞ്ഞിട്ട് ഒരൊറ്റ പിടുത്തത്തിൽ ഒരൊറ്റപ്പൊട്ടൽ വരുമ്പോ ആ പൊട്ടലിൽ നരകം ഇതാ പിടിവിട്ടിരിക്കുന്നു. അതിന്റെ ആളവും ചൂടമ്പടിയും ചിന്നമ്പടിയും ജ്വാലകളും അതിന്റെ ശബ്ദങ്ങളും ഒന്നാകെ ഭയാനകമാം ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇത് ഖുർആൻ പറയുന്നുണ്ട്, إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا. സൂറ ഫുർഖാനിൽ അല്ലാഹു തആല നരകത്തെ കുറിച്ച് പറയുന്നതായത് ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്, നരകത്തിന് തയ്യാർ ചെയ്യപ്പെട്ട വിചാരണയ്ക്ക് വേണ്ടി ആ ഭൂമികയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട ആളുകളെ അകലെ ഇടത്തിൽ നിന്ന് നരകം കാണുമ്പോൾ, നരകത്തിന് കണ്ണുണ്ടോ എന്ന് ചോദിച്ചൊരുക്ക സ്വഹാബാക്കൾ റസൂലുള്ളാഹിനോട്, നരകത്തിന് കണ്ണുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് ഓതി കൊടുത്തി ഇദാ റഅതുഹും, നരകം ഇവരെ കണ്ടാൽ. നരകത്തെ നമ്മൾ കാണില്ല. മനുഷ്യ കോടികളെ 1000 കൊല്ലത്തെ വഴിദൂരത്തിന്റെ അകലെ നിന്ന് നോക്കുമ്പോ അള്ളാഹ്ക്ക് ദോഷം കാണിച്ച എതിരാളികളായ മാസിയത്ത് ചെയ്ത ആളുകൾ തന്നെയല്ലേ നരകത്തിന്റെ കണ്ണിൽ. ആ നരകത്തിന്റെ കണ്ണിലുള്ള ആളുകളെ 1000 കൊല്ലത്തെ വഴിദൂരത്തിന്റെ അകത്ത് നിന്ന് അവർ ഈ നരകം കാണുന്നു. കാണുമ്പോ അവർക്ക് നേരെ ഒരൊറ്റ ചാട്ട. ഈ ചാട്ടം ചാടിയതാ മലക്കുകളെ കയ്യിൽ നിന്ന് പോയത്. ഇതെന്താ ഒച്ചോ, ഇതെന്താ ശബ്ദോ എന്ന് പറഞ്ഞ്, ഇത് മഹ്ശറിന്റെ ഭൂമിയാ. ഒരു സമ്മേളന നഗരി ഒന്ന് കൂട്ടിയോക്കി, ആൾക്കാരെല്ലാം കൂടിയോടുത്ത് ഒരൊച്ച വന്നാല്, ഒരു പോത്ത് മണ്ടി അല്ലെങ്കിൽ ഒരു മറ്റേ കുന്തിരെടുത്തു അല്ലെങ്കിൽ അനുസരം വിട്ടു ബഹളെടുത്തു പോയി എന്നൊക്കെ കേട്ടാല് എന്തേക്കാരം നമ്മളൊരു പേടി. ജനം കൂടിയെടുത്ത് ഒരു വലിയ സമ്മേളനത്തിന്റെ ലക്ഷങ്ങൾ കൂടിയെടുത്ത് ഒരു പോത്ത അല്ലെങ്കിൽ മറ്റേ ബഹളിട്ട അല്ലെങ്കിൽ ആന വരട്ടി എന്നൊക്കെ പറയില്ലേ, പൂരത്തങ്ങൾ തൃശ്ശൂർ പൂരത്തങ്ങളൊക്കെ ഒരൊറ്റ ആനൊക്കെ. ഈ രീതിയിലുള്ള നരകാണ് ബഹളെടുക്കുന്നത്. നരകം അതിന്റെ നിയന്ത്രകരുടെ കയ്യിൽ നിന്ന് ഒരൊറ്റ ചാട്ടം ഉസാത്തനെ കാണുമ്പോ കോപാകുലനായി അള്ളാനെ കാണുകയാണ്. ഭയത്തിന്റെ ശബ്ദത്തിലേ അള്ളാഹ് അന്ന് ഓർഡറുകൾ പുറപ്പെടുവിക്കുന്നുള്ളൂ. അറിഞ്ഞിട്ടും ആ തരത്തിൽ അല്ലാഹു തആല അറിയിപ്പുകൾ നൽകുന്ന ആ ഭയാനക ദിനത്തിൽ നരകം പാപികളെ കാണുമ്പോ ഒരൊറ്റ ചാട്ടമാണ്. ആ ചാട്ടം സബാനിയാക്കളുടെ കയ്യിൽ നിന്ന് നരകം വിട്ടിരിക്കുന്നു. നരകത്തിൽ ഓടി കേൾക്കുമ്പോഴേക്ക് ആളുകളാസകരം ബേജാറിലും പരിഭ്രാന്തിയിലും വിരണ്ടോടാൻ നോക്കുക. പക്ഷേ രക്ഷയില്ല. നിൽക്കുന്ന പോയിന്റിൽ നിൽക്കുകയാണ്. ആവനാഴിയിൽ അമ്പ് നിർത്തിയ പോലെ അട്ടിയിട്ടിരിക്കേണ്ട ജനകോടികളെ മുഴുക്കൻ, ജിന്നുകൾ മുഴുക്കെ, കൊടാനുകോടി പടപ്പുകൾ മുഴുക്കെ ആ നരകം അപ്പൊട്ടലിൽ നിന്ന് സബാനിയാക്കളിൽ നിന്നിട്ട് വലിയൊരു പോത്ത് നിൽക്കുന്നത് പോലെ ഒരൊറ്റ നിൽപ്പ. ഒരു പോത്ത് നിൽക്കണമാതിരി 4 കാലും നിൽക്കും നരകം. അള്ളാഹുവിന്റെ ഹബീബ് വിവരിക്കുന്നു. നമുക്ക് തിരിച്ചേറാൻ ചില അടയാളങ്ങൾ പറയണ്ടേ? തലയുണ്ട്, വായുണ്ട്, അതൊക്കെ മനസ്സിലാക്കി തരാനാ അള്ളാഹുവിന്റെ റസൂൽ പറയും നരകം വന്ന് നിൽക്കുന്നു. 4 കാലിൽ നിൽക്കുന്ന ഈ നരകത്തിന്റെ ഓരോ കാലുകൾക്കിടയിൽ 1000 കൊല്ലത്തെ വഴിദൂരമുണ്ട്. വലിയ കാലാനർത്ഥം. ഒരു പോത്ത് നിൽക്കുന്ന പോത്തിന്റെ 4 കാലിന്റെ വായിരിന്നേ ആ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. 4 കാല് നിൽക്കുന്നത് പോലെ നിൽക്കും. 4 കാലിക്ക് 4 കാലുമലല്ലേ ഭൂമിയിൽ നിൽക്കുക. ഇതുപോലെ 4 കാലിൽ നരകം നിൽക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ 4 കാലുകളിൽ 2 കാലുകൾക്കിടയിൽ 1000 കൊല്ലത്തെ വഴി ദൂരമാണ്. ഇത് പുരാണത്തിലെ കഥയല്ല സഹോദരങ്ങളെ. പരലോകത്തെക്കുറിച്ച് അള്ളാഹ് അവന്റെ ഖുർആനിൽ പറഞ്ഞതിന്റെ വിശദീകരണം അവന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നാക്കിലൂടെ വന്നിട്ടുള്ള വിവരങ്ങൾ നമ്മൾ വിശ്വസിച്ചു കൊള്ളണം, അംഗീകരിച്ചേ പറ്റൂ. സത്യം കാണുമ്പോ അതൊക്കെ മനസ്സിലാക്കും. നരകത്തെ കാണുമ്പോ മനുഷ്യന്മാരെല്ലാം ഓർക്കും. പറഞ്ഞതൊക്കെ സത്യമാണെന്ന് പറയും, വയതിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് ഓർക്കും. അപ്പൊ ഓർത്തിട്ടെന്താ ഫലം? അല്ല ചോദിക്ക, അപ്പൊ ഓർത്തിട്ടെന്താ ഫലം? ഇന്ന് ഓർത്തുകൊണ്ട് പ്രവർത്തിക്കണ്ടേ? കണ്ടറിയാത്തവൻ കൊണ്ടറിയുന്ന വിധം അന്നവൻ കൊണ്ടറിഞ്ഞിട്ട് ഫലമില്ലല്ലോ. അന്നിത് കാണാം. ഇതിന്റെ വിവരം നമ്മൾ മനസ്സിലാക്കണം. 4 കാലിൽ നരകം വന്ന് നിൽക്കുമ്പോ ആ 4 കാലിലുള്ള നരകത്തിന് 30,000 തലകൾ. 30,000 തലകൾ. ഇതിന് ഉപത്തിന്റെ വിവരമാണ്. ആ 30,000 തലയിൽ ഓരോ തലയിലും 30,000 വീതം വായ. ഓരോ വായയിൽ
ഇന്നത്തെ ഉഹദ് മലയുടെ 30,000 ഇരട്ടി വലിപ്പമുള്ള 30,000 കോട്ടുപല്ലുകൾ, വലിയ വലിയ പല്ലുകൾ. ആ വലിയ പല്ലുകൾക്കിടയിൽ ദുന്യാവിന്റെ അത്ര അട്ടിയുള്ള 2 ചുണ്ടുകൾ. ആ ചുണ്ടുകളിൽ നിന്ന് മേൽചുണ്ടിലാണ് ചങ്ങലകൾ. ആ ചങ്ങലകളിൽ ഓരോ ചങ്ങലകളിൽ 70,000 വട്ടക്കണ്ണികൾ. ഈ വട്ടക്കണ്ണികളിലുള്ള കടിഞ്ഞാടുകളാണ് നരകത്തെ പിടിക്കുന്നത് മലക്കുകൾ പിടിച്ചത്. കൊടാനുകോടി മലക്കുകൾ പിടിച്ചുകൊണ്ടുവരുന്നതായി സംസാരിക്കുന്നത്. നരകമെന്ന ആ മഹാസൃഷ്ടിയെ, അല്ലാഹുവിന്റെ ആ മഹാപടപ്പിന് ഹലിം തലഉതി ഫതഖൂലു ഹൽ മിൻ മസീദ്. ലോകത്തെ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട മനുഷ്യനെ മുഴുവനും കൂടിമിട്ട ശേഷം ആകെ വിങ്ങി പൊട്ടിയിട്ട് വീർപ്പുമുട്ടുമ്പോ നിറഞ്ഞോടി ഞന്നെ കൊള്ളൂലേന്ന് അള്ള ചോദിക്കുമ്പോ ഹലിം തലഉതി അള്ളയാണ് പറയുന്നത്. യൗമദഖൂലു അള്ള പറയും ലി ജഹന്നമ ജഹന്നമിനോട് ഹലിം തലഉതി നീ നിറഞ്ഞിട്ടാണോ കൊള്ളാതെ ആകട്ടിട്ട് കുമ്പിളിന് എന്ന് നരകത്തോടല്ല ചോദിക്കുമ്പോ ഹൽമിൻ മസീദ് ഇഞ്ഞുണ്ടോന്ന് നരകം ചോദിക്കുന്ന ആ നരകം. ഈ നരകത്തിന്റെ തലകളാ, ആ തലയിലെ വായകളാ, ആ വായിലെ ചുണ്ടുകളാ, ആ ചുണ്ടിലെ മേലേ ചുണ്ടിലാണ് ഇത്രയും കടിഞ്ഞാണുകളിൽ ഈ മലക്കുകൾ കൊണ്ടുവന്നിട്ട് നരകത്ത് കൊണ്ടുവരുന്നത്. ഇത് 4 കാര്യം നിൽക്കുന്നതോടുകൂടെ യൗമ തറാ കുല്ല ഉമ്മത്തിൻ ജാസിയ. ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഇതൊക്കെ വിവരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇങ്ങനെ വിവരിക്കുക. സമുദായങ്ങൾ ഓരോന്നും മുട്ടുകുത്തി നിന്നുപോയി. മുട്ടുകുത്തി നിൽക്കല്ല, ഇനി നിൽത്തത്തിൽ നിന്ന് മുട്ടുകുത്തി നിന്നുപോയി. ആ മുട്ടുകുത്തിയിട്ട് നരകം നിൽക്കുന്ന ആ ഭയാനക രംഗം കാണുമ്പോഴേക്ക് പേടിച്ചു വിരണ്ട് ഭയവിഹ്വലരായി മുട്ടുകുത്തി നിൽക്കുകയാണ്. പേടിപ്പരുന്ന സമയത്ത് രാജാവിന്റെ മുമ്പിൽ അർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നൃത്തത്തിന്റെ ശൈലിയാണ് മുട്ടുകുത്തി നിൽക്കൽ. മുട്ടുകുത്തി പ്രാർത്ഥിക്കാറിഞ്ഞിട്ടില്ല നിങ്ങള്? ക്രിസ്ത്യാനികൾ അങ്ങനെ പ്രാർത്ഥിക്കും. രാജാവാറിന്റെ മുമ്പിൽ വിനയത്തിന്റെ ഭാഷയിൽ നിൽക്കുന്ന നിൽപ്പാണ് ആ നിൽപ്പ്. ഈ നിൽപ്പ് മുട്ടുകുത്തിയിട്ട് പേടിച്ചിട്ട് ആളുകൾ നിൽക്കുമ്പോ ഒരൊറ്റ കയാരം, ഒരു വമ്പിച്ച ചീറൽ. ആ രണ്ടാമത്തെ ചീറൽ കേൾക്കുമ്പോ അതാ മാനം. മാനത്തിൽ നിന്നതാ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയാണ്. ഇതിന്റെ മുഴക്കത്തിൽ മാനത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയാണ്. ഓരോരോ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണുകൊണ്ടിരിക്കുന്നു, ഭീമാകാരമായ നക്ഷത്രങ്ങൾ. സൂര്യന്റെ പ്രഭയറ്റിരിക്കുന്നു. സൂര്യൻ നറ്റിരിക്കുന്നു. ചന്ദ്രനും സൂര്യന്റെയും ഒന്നും വെളിച്ചം മാനത്തില്ല. അവിധം നരകത്തിന്റെ ഈ ഒരൊറ്റ ശബ്ദം കേൾക്കുമ്പോഴേക്ക് മാനത്തെ പടപ്പുകളായ വലിയ വലിയ നക്ഷത്രങ്ങളും ഗോളങ്ങളും വരെ വീണുകൊണ്ടിരിക്കുന്നു. മൂന്നാമതും ഒരു ചീറൽ. ആ ചീറലോടുകൂടെ മുട്ടുകുത്തിയ മനുഷ്യന്മാർ മുഴുവനും കൂടി നിലത്തേക്ക് വീഴുന്നു. നിലത്തേക്ക് വീണിട്ട് മേപ്പെട്ട് കൊരട്ട് നോട്ട. കണ്ണ് നട്ട് മേപ്പെട്ടേക്ക് നോട്ടം. ഇത് ഖുർആൻ വിവരിക്കുന്നുണ്ട്. ആ നോട്ടത്തിന്റെ രൂപം ഖുർആൻ പറയുന്നത് യൻദുറൂന മിൻ ത്വർഫിൻ ഖഫീ വതറാഹും യുറദൂന അലൈഹാ ഖാശിഈന മിനൽ ദുൽ യൻദുറൂന മിൻ ത്വർഫിൻ ഖഫീ. നരകം അവർക്ക് മേൽ വെളിപ്പെടുത്തപ്പെടുമ്പോൾ, നരകത്തിന്റെ അരികിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എല്ലാവരും കണ്ണ് നട്ടവരായി മാനത്തേക്ക് നോക്കി എവിടെ നിന്നാ ഇരമ്പൽ, എന്താ വരുന്നത്, എന്ത് ശിക്ഷയാ ഇറങ്ങുന്നത് എന്ന് വിനയാന്വിതരായി ഒന്ന് ചെരിഞ്ഞു നിന്നിട്ട് മേപ്പെട്ടേക്ക് നോക്കിയിട്ട് യൻദുറൂനമിൻ ത്വർഫിൻ ഖഫീ, കണ്ണ് മുഴുവനും കൂടി തുറക്കാതെ ഇങ്ങനെ കണ്ണുകൊണ്ടൊരു നോട്ടാ. അല്ലാഹു ഖുർആനിൽ പറയുന്നു. അങ്ങനെ നോക്കണ്ട ഖുർആൻ പറയുന്നത്. കിടന്നിട്ട് ഇങ്ങനെ ഒരൊറ്റ ചെറിയ നോട്ട, കണ്ണ് ശരിക്ക് തുറക്കാൻ പേടി. തുറന്ന കണ്ണിക്ക് വല്ലതും ഇറങ്ങുമോ? അതൊക്കെ നമുക്ക് തന്നെ ഭയങ്കര ഭയാനത വരുന്ന നേരത്തുണ്ടാകുന്ന അനുഭവങ്ങളാ ഖുർആൻ ഈ പറയുന്നത്. അത് ശരിക്കും സാക്ഷാത്കാരമായ രീതിയിൽ ശരിയായ 100% അക്ഷരാർത്ഥത്തിൽ അത് ശരിക്ക് പുലരുന്ന ലോകമാണ് പരലോകം. അവിടെ അള്ളാഹു പറയുന്നത് മെല്ലെ കണ്ണു തുറക്കാതെ വാൽക്കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുക, എന്താ പഞ്ഞത്തെ നില, ഇഞ്ഞെന്താ വരാൻ പോണെന്ന്. ഈ രംഗം കാണുമ്പോഴാ ആദം നബി, ഇബ്രാഹിം നബി, മൂസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, വമ്പൻ പ്രവാചകന്മാരൊക്കെ മുട്ടുകുത്തി നിൽക്കുന്നു. ഇനി രക്ഷയില്ല.
ഇനി രക്ഷയില്ല. ആകെ മുട്ടുകുത്തി നിൽക്കുകയാണ്. ജഹന്നമ കൂടി വന്ന് ജഹന്നമിന്റെ 2-3 ഇരമ്പലുകളും ചീറലുകളും കൂടി കേട്ടപ്പോ ഇനി ഇതാ പടച്ചവന്റെ വിചാരണയുടെ സമയമായി. ഇനി എന്തൊക്കെ ബഹളങ്ങളാണ്, ഇനി എന്തൊക്കെ ഗുലുമാലുകളാണ്, ഇനി എന്തൊക്കെ കേസുകളാണ്, ഇനി എന്തൊക്കെ സംഭവങ്ങളാണ് എന്ന് സാഗൂതം നോക്കി നിന്നുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് എല്ലാവരും നിൽക്കുമ്പോ മലക്കുകൾ, ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ എല്ലാവരും മുട്ടുകുത്തി നിന്നുപോയി. അങ്ങനെ മുട്ടുകുത്തി നിന്ന ആ പരിസ്ഥിതിയിലെ ഭയാനകത പൂർണ്ണമായ ആ രംഗത്താ യൗമ തശഖഖുസ് സമാ, ആകാശം വിള്ളുന്ന ആകാശത്തെ നോക്കുമ്പോ ആകാശം വെറുതെ വിണ്ടിരിക്കല്ല. യൗമ തമൂറുസ് സമാഉ മൗറാ, ഖുർആന യൗമ തമൂറുസ് സമാഉ മൗറാ, ആകാശം ആടി ഉലയുകയാണ്. ഭീമാകാരമായി മഹ്ശറിന്റെ ഭൂമികയുടെ മുകളിലുള്ള വിശാലമായ പരപ്പിലെ ആകാശം, ആ ആകാശം മൊത്തം ആടി ഉലയുകയാണ്. അതതിന്റെ വണ്ണത്തോടുകൂടെ അതൊട്ടാകെ മനുഷ്യന്റെയും പടപ്പുകളുടെയും മുകളിൽ അതാ കറങ്ങുകയാണ്. പിന്നെ അതുരുകിയിരിക്കുകയാണ്. മഞ്ഞവർണ്ണമുള്ള വെള്ളി ഉരുകിയാൽ എങ്ങനെ കാണുമോ, ഇന്നത്തെ കാലത്ത് ചെമ്പുരുകിയാൽ എങ്ങനെ കാണുമോ, നമുക്ക് തിരിയുന്ന ലോഹം ചെമ്പുരുകിയാൽ എങ്ങനെയോ ആ വിധത്തിലത് ആകാശം ഉരുകുകയാണ്. ഉരുകിയിട്ടത് വീഴുന്നു എന്നതുപോലെയാണ് അതിന്റെ നിറം. ഖുർആൻ പറയുന്നു ഫകാനത് വർദതൻ കദ്ദിഹാൻ ഫഇദൻ ശഖ്ഖത്തിസ് സമാ ഫകാനത് വർദതൻ കദ്ദിഹാൻ, ആകാശം വിള്ളലുകൾ ആടി ഉലയുന്നു. ഈ ആടി ഉലയുന്ന ആകാശം ഉരുകുന്നു. ഉരുകി ആകാശത്തിൽ നിന്നതാ ചെമ്പുരുകി ഒലിക്കുന്നത് പോലെ ഒലിക്കാൻ നോക്കുന്നു. പുകന്നു കൊടുത്തിരിക്കുന്നേ ഉള്ളൂ, ഒന്നും ഒഴുകണില്ല. ഒരിടത്ത് പറയുന്നേക്കൽ മുഹിൽന, ഉരുകുന്ന ലാവ പോലെ, കുഴമ്പുപോലെ നിൽക്കുക. കുഴമ്പ് ഇങ്ങനെ വരുന്ന മാതിരി, ധന്വന്തര കുഴമ്പ് ഒഴുകണ മാതിരി ഇങ്ങനെ നിൽക്കുക. ഉച്ചനുണ്ടോ? ഇല്ല. ഉറ്റാലങ്ങനെ ഒഴുകി നിൽക്കുന്നു. എന്താ നോക്കുമ്പോ ഒന്നുമില്ല. മേഘക്കുടകളിൽ വനുസ്സിലൽ മലായികതു തൻസീലാ, മലക്കുകളുടെ വരവാ. ആകാശലോകത്തെ മലക്കുകളുടെ വരവാണ്. 7 ആകാശങ്ങളും ഭേദിച്ചിട്ടൊരൊറ്റ വരവാണ് മലക്കുകൾ. അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ വകാന യൗമൻ അലൽ കാഫിരീന അസീറാ, വല്ലാത്ത നാളല്ലേ. ഇനി ഇതിലും വലിയ ഞെരുക്കമുള്ള നാളേതാ, പ്രയാസകരമായ നാളേതാ? ആ നാളിൽ രാജാതിരാജനായ റബ്ബിന് മാത്രം അധികാരവും രാജവാഴ്ചയും മറ്റാർക്കും ഒരധികാരവുമില്ലാത്തത് ശരിക്കും ബോധ്യപ്പെടുന്ന വിധം ഒന്നാനാകാശത്തിൽ നിന്നതാ മലക്കുകൾ വരുന്നു. 120 സ്വഫ് നിൽക്കുന്ന പടപ്പുകളെ വലയം ചെയ്തുകൊണ്ട് ഒരൊറ്റ സ്വഫ് മലക്കുകൾ നിൽക്കുമ്പോ ഒന്നാനാകാശത്തിലെ സ്വഫിലെ മലക്കുകൾ തന്നെ ഇവിടെ കൂടിയ ജനകോടികളുടെ മുഴുവൻ 10 ഇരട്ടി. ഇവിടെ കൂടിയ പടപ്പുകളുടെ 10 ഇരട്ടി മലക്കുകൾ ഒന്നാനാകാശത്തിൽ നിന്ന്. അതാ രണ്ടാനാകാശത്തിലെ മലക്കുകളുടെ കൂട്ടം മേഘക്കുടകളിൽ. ആ മലക്കുകൾ വരുമ്പോഴോ 20 ഇരട്ടിയാണ്. അതിന്റെ മാത്രം 20 ഇരട്ടിയാണ്. മൂന്നാമത്തെ ആകാശത്തിൽ നിന്ന് വരുന്നത് 30 ഇരട്ടിയാണ്. ഓരോന്നിലെ 10 അല്ല. ഒന്നാനാകാശത്തിൽ 10, രണ്ടാനാകാശത്തിൽ 20, മൂന്നാനാകാശത്തിൽ 30, നാലാനാകാശത്തിൽ 40, ഏഴാനാകാശത്തിൽ എത്തുമ്പോ 70 ഇരട്ടി മലക്കുകളുടെ ഭംഗം ഒന്നിച്ചണി നിരന്നിട്ടിതാ 120 സ്വഫുകളെ വലയം ചെയ്തുകൊണ്ട് സ്വഫായി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ വിചാരണ ഇവിടെ ലോകം. ഇത് ചെറിയ കോടതിയല്ല, ലോക കോടതിയാണ്. ഇത് ചെറിയ വിചാരണയല്ല, സൃഷ്ടികളുടെ മുഴുവൻ വിചാരണയാണ്. രാജാതിരാജന്റെ വിചാരണയാണ്. 5ാം യാത്രയിൽ നിന്ന് കടുത്ത അവസാനത്തെ അന്തിമയാത്രയായ 6ാം യാത്രയിലേക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടി, അവകാശികളെ നിർണയിക്കുന്നതിനു വേണ്ടി, അക്രമമില്ലാതെ അനീതിയില്ലാതെ കൃത്യമായി തെറ്റുകൾക്കതിന്റെ അളവിൽ ശിക്ഷ നൽകാൻ, സൽക്രമങ്ങൾക്കതിന്റെ അളവിൽ പുണ്യം നൽകാൻ അള്ളാഹു ഒരുക്കിയിരിക്കുന്ന വിചാരണയുടെ നാളാണ്. അതിന്റെ ഭയാനകതയിൽ മലക്കുകൾ ഒന്നിച്ച് അട്ടിരട്ടിയായി നിന്ന് മൗഖിഫിൽ ഒത്തുകൂടിയ ഈ ജനകോടികളെ വലയം ചെയ്തുകൊണ്ട് മലക്കുകൾ നിൽക്കുകയാണ്. വജാഅ റബ്ബുക വൽ മലകു സ്വഫൻ സ്വഫാ,
ഖുർആൻ പറഞ്ഞിട്ടില്ലേ? റബ്ബിന്റെ അവതരണം അവിടെ ഇരിക്കട്ടെ, റബ്ബ് വന്നില്ല, റബ്ബ് പ്രത്യക്ഷപ്പെട്ടില്ല, മലക്കുകൾ ഇതാണ് അണിയായി നിൽക്കുകയാണ്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സ്വഫ്ഫാ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വഖാല സ്വവാബാ. സത്യം മാത്രം പറഞ്ഞവർക്ക് ശുപാർശയ്ക്ക് വേണ്ടി അള്ളാഹ് നാക്ക് നൽകുമ്പോ അവർ ആ ശുപാർശയുടെ വാക്കുകൾ ഉരുവിടുമെന്നല്ലാതെ ഒരു കുട്ടിമിണ്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന നേതൃത്വത്തിൽ മലക്കുകൾ ഒന്നിച്ചണിനിറങ്ങി ആകാശലോകത്തെ ആകാശഗംഗകളിലെ മുഴുവൻ മലക്കുകളും ഒന്നിച്ചണിനിരന്നുകൊണ്ട് സിട്ടികളെ വലയം ചെയ്തു നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ദിവസത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞ ശൈലികളൊന്ന് നിരൂപിക്കുക. ഒരാൾക്കും ഒരാളും ഉപകാരം ചെയ്യാൻ പറ്റാത്ത ദിവസം. ഒരാളും ഒരാൾക്കും ഒന്നും ഉടമയാക്കാത്ത ദിവസം. യജമാനന്മാർ അടിമകൾക്കോ അടിമകൾ യജമാനന്മാർക്കോ ഉപകാരം ചെയ്യാത്ത ദിവസം. മക്കളോ ധനങ്ങളോ ഉപകരിക്കാത്ത നാൾ. മിണ്ടാത്ത ദിനം, മിണ്ടാൻ അനുവാദം നൽകാത്ത ദിനം. ഉണ്ടെങ്കിൽ വാതോരാതെ ന്യായങ്ങൾ നിരത്തും ആളുകൾ, അതിനവസരം നൽകാത്ത ദിനം. യൗമ തശ്ഖസു ഫീഹിൽ അബ്സാർ, കണ്ണുകൾ നട്ടുനോക്കിക്കൊണ്ടിരിക്കുന്ന ദിനം. യൗമ ലാ യൻഫഉൽ ളാലിമീന മഅ്ദറതുഹും വലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. വിലപിച്ചുകൊണ്ട് ഉഴുതുറ് ബോധിപ്പിക്കാൻ അവസരം കിട്ടുമ്പോൾ ഒന്നാകെ ബോധിപ്പിച്ചിട്ട് ഒരിഞ്ചും ഉപകാരം ചെയ്യാത്ത ദിനം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. ആരും ആരെ കണ്ടാലും ഓടുകയാണ്. പാപ്പാനെ കണ്ടാൽ മക്കളോടുന്നു, മക്കളെ കണ്ടാ ബാപ്പോടുന്നു, സഹോദരന്മാർ തമ്മിൽ കണ്ടിട്ടോടുന്നു, ഭാര്യയും ഭർത്താവും കണ്ടാ ഓടുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ആരും ആരെയും രക്ഷിക്കാൻ പറ്റില്ലെന്ന് കാണുന്ന ദിവസം. ആ ദിവസമാണ് ഈ വിചാരണയുടെ നാൾ. ഇനി പരലോകത്ത് എത്തുമ്പോ ശഫാഅത്തൊക്കെ കിട്ടുമ്പോ അതിലെല്ലാവർക്കും ഉപകാരം ഉണ്ടാവും. പല മഹാത്മാക്കളെ കൊണ്ട് ഉപകാരമുണ്ട്. ഈ ആയത്തൊക്കെ ഓതിയിട്ട് ഒരു നബിയെ കൊണ്ട് ഉപകാരമില്ല, ഒരൗലിയാനെ കൊണ്ട് ഒരു ഉപകാരമില്ല, റസൂലുള്ളാഹിനെ കൊണ്ട് ശഫാഅത്തില്ല എന്നൊക്കെ പറയുന്നവര് ഒന്നും പഠിക്കാത്ത മണ്ടന്മാരാണ്. എവിടെയാണ് ആഖിറമെന്നോ ആഖിറത്തിന്റെ വിചാരണയെന്നോ അള്ളാന്റെ പ്രയോഗമെന്നോ ചിന്തിക്കാത്തവർ. അള്ളാന്റെ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. 4 ആയത്ത് മാത്രം കണ്ടാ പോരാ. ഇതൊക്കെ ഈ നാളാ. ആർക്കും ഒരു ഉപകാരവും ഇന്നാളിലില്ല. നബി പോലും അവരുടെ ഉമ്മത്തിന് വേണ്ടിയിട്ട് രക്ഷ തേടിയിട്ട് കിട്ടിയില്ലോ. വെളിവാക്കാതെ പറ്റൂല എന്നാണ് അള്ളാഹ് പറഞ്ഞത്, അല്ലേ? വിചാരണയ്ക്ക് വേണ്ടി വെളിവാക്കാതെ പറ്റില്ല, പരേഡ് നടത്താതെ പറ്റില്ല, ഞാൻ കാണാതെ പറ്റില്ല അള്ളാന്റെ റസൂലിനോട്. അത് ഈ നാളാ. ഈ വിചാരണയുടെ നാളിൽ ഈ ഭീകര ദൃശ്യങ്ങൾ മുഴുവൻ കണ്ടിട്ട് അമ്പിയാക്കന്മാര് മുഴുവൻ അവരവരുടെ ശരീരം എന്ന് അർശിന്റെ ഓരോരോ ചായ്പിലേക്ക് ചേടി നിന്നിട്ട് നിൽക്കുക. യാ റബ്ബി ലാ അസ്അലുക ഇല്ലാ നഫ്സി. പടച്ചോനെ, എനിക്ക് എന്റെ കാര്യമേ പറയുള്ളൂ. എന്നൊന്ന്. ആദം നബി അർശിന്റെ തൂണിലാ, അർശിന്റെ ചായ്പിലാ, സുറാദി കാത്തുന്ന അർശിന്റെ ചായ്പുകൾ. നമ്മളൊരു ബെച്ചട്ടി പെരണ്ടാക്കുമല്ലേ, വലിയ പെരന്റെ അപ്പുറത്തേക്ക് ബെച്ചട്ടിയിട്ടുണ്ടാക്കണ ഈനാ സുറാദിക്ക് എന്ന് പറയാം. ആ വിധത്തിൽ പുറത്തേക്ക് നിൽക്കുന്ന, പുറമ്പോക്കിൽ തൂങ്ങി നിൽക്കുന്നിടത്ത് ഒട്ടി നിന്നിട്ട് അർശിന്റെ ഓരത്തില്ല, അർശിന്റെ ചുവട്ടിലില്ല, അർശിന്റെ ഭാഗങ്ങളിലില്ല, അർശിന്റെ പുറമ്പോക്കിൽ മേഞ്ഞിരിക്കുന്ന ഭാഗം പോലുള്ള പ്രദേശത്ത് ഒട്ടിച്ചേർന്ന് പട്ടിച്ചേർന്ന് മുട്ടുകുത്തി നിന്നിട്ട് അമ്പിയാക്കന്മാർ സ്വന്തം നഫ്സ് എന്നും പറഞ്ഞിട്ട് ഇബ്രാഹിം നബി, ആദം നബി, നൂഹ് നബി, നാം ചൊല്ലിപ്പടിച്ച ഉലുൽ അസ്മുകൾ അടക്കമുള്ള പ്രവാചകന്മാരടക്കം അള്ളാഹ് പേര് പഠിപ്പിച്ച 25 അമ്പിയാ മുർസലീങ്ങളും പേര് പറയാത്ത 1,24,000 അമ്പിയാക്കളും സ്വന്തം നഫ്സ് എന്ന് പറയുമ്പോ ഒരൊറ്റ ബഹുമാനപ്പെട്ട ഒരൊറ്റ ശരീരം മുഹമ്മദ് മുസ്തഫ. ആ മുഹമ്മദ് മുസ്തഫാക്ക് സ്വന്തം ശരീരമല്ല. അള്ളാന്റെ റസൂൽ ഇതൊക്കെ കേൾക്കുമ്പോ നെടുവീർപ്പിടുക. ആദം നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി എല്ലാരും അവനാന്റെ കാര്യം പറഞ്ഞ് വേറെ ആരും വേണ്ടോന്ന് പറയുമ്പോ അള്ളാന്റെ റസൂൽ പറയും, പടച്ചോനെ, എനിക്ക് എന്റെ നഫ്സിന്റെ കാര്യമല്ല, എന്റെ ഫോൺ ഫാത്തിമാന്റെ കാര്യമല്ല, എന്റെ പ്രാണപ്രേയസി ഖദീജാന്റെ കാര്യമല്ല, എന്റെ ഇഷ്ടപ്പെട്ട ഹുലഫായിന്റെ കാര്യമല്ല, എന്റെ ഉമ്മത്തിന്റെ കാര്യം. ഞാൻ കണ്ട പേക്കോലങ്ങൾ, ഞാൻ കണ്ട പേടിക്കൂട്ടങ്ങൾ, ഞാൻ കണ്ട പലതരത്തിൽ
നരകത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ട എന്റെ സമുദായം അവരെ രക്ഷപ്പെടുത്താതെ പറ്റില്ല അല്ലാ എന്ന് അള്ളാന്റെ റസൂല് ആ സമയത്ത് വിചാരണയ്ക്ക് വേണ്ടിയുള്ള ശഫാഅത്തിന് അനുവാദം കിട്ടിയിട്ടില്ല. ശഫാഅത്ത് വരുന്നേ ഉള്ളൂ. ആ അനുവാദം കിട്ടുന്നതിന്റെ മുൻപ് അള്ളാഹുവിന്റെ ഹബീബ് ഭയാനകതയിൽ എല്ലാവരും കയ്യൊടിഞ്ഞ് ഒറ്റക്കൊറ്റക്ക് അവനാന്റെ കാര്യം പറയുമ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങള് അതിന് പിന്നിലായിട്ട് പറയുന്ന എന്റെ ഉമ്മത്തിന്റെ കാര്യ എനിക്ക്, എന്റെ ഉമ്മത്തിന്റെ കാര്യ എനിക്ക്. അപ്പ നരകം ചോദിക്ക ആരാത്? മൻ ഹാദല്ലദീ യശ്ഫഉ ലി ഉമ്മത്തിഹി. എന്നെ പേടിയില്ലാത്ത ആളാരാ? സ്വന്തം സമുദായത്തിന്റെ കാര്യം ഇവിടെ ശുപാർശ പറയാൻ ധൈര്യമുള്ള ആളാരാ? സ്വന്തത്തെക്കുറിച്ച് മാത്രം പേടിച്ചെല്ലാവരും മുട്ടുകുത്തുമ്പോ ഇതാരാണ്? ഇത് കേൾക്കുമ്പോ മാലിക് പറയും ഉസ്കിനി യാ ജഹന്നം, മിണ്ടണ്ട ജഹന്നം. ഹാദാ മുഹമ്മദ്, ഇത് മുഹമ്മദ് മുസ്തഫയാണ്. അള്ളാന്റെ ഹബീബായ മുഹമ്മദ് എന്ന നാമം കേൾക്കുമ്പോ 500 കൊല്ലത്തെ വഴിദൂരം അകലേക്ക് നരകം പിടച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് പുറകോട്ട് പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇത് വലുപ്പം പറഞ്ഞതല്ല, പത്രാസ് പറഞ്ഞതല്ല, നബിന്റെ ഡെമ്പ് പറഞ്ഞതല്ല. ഈ ഉമ്മത്തിനെ കാര്യം പറഞ്ഞ് പഠിപ്പിക്കാൻ, ഭയലേശമില്ലാത്ത മുത്തുനബിയെ രക്ഷപ്പെട്ടു തേടാൻ, അല്ലാഹുവിന്റെ ഹബീബിനെ പിടിക്കാൻ, ആ ഹബീബുമായുള്ള ബന്ധം മൂട്ടി ഉറപ്പിക്കാൻ, പരലോകത്താരാണെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിക്കാൻ സയ്യിദു ഉൽദി ആദം, ആദന് പിറന്ന മക്കളുടെ അഭയം ഞാനാണ്. അന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികൾക്കും പിൻഗാമികൾക്കും അഭയം ഞാനാണ്. ലോകത്തിന്റെ മുഴുവൻ അഭയം ഞാനാ. വലാ ഫഖർ, ഇത് പത്രാസും വീമ്പും പറയുന്നതല്ല, അള്ളാഹുവിന്റെ വഹ്യ് നിങ്ങൾ അറിയിക്കുന്നതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് സ്വന്തം മരമുണ്ടിറക്കി അവിടത്തെ കണ്ണീരുകൾ ഒഴുക്കി എല്ലാം നിൽക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർശിന്റെ മുമ്പിലേക്ക് അനുവാദം കിട്ടാതെ, വിചാരണയുടെ സമയമാകാതെ നോക്കിങ്ങളുടെ റസൂലുള്ളാന്റെ തിരക്ക് ഒരൊറ്റ പോക്ക. അർശിന്റെ ഓരം പറ്റി ഓരോരുത്തർ സ്വന്തം നിറയുമ്പോ അള്ളാന്റെ റസൂല് മുണ്ടുമുറുക്കി കണ്ണീരൊഴുക്കി ഉമ്മത്തിന്റെ കാര്യം പറയാൻ അനുവാദത്തിന്റെ മുമ്പ് അർശിന്റെ മുമ്പിൽ ചെന്നിട്ട് പടച്ചോനെ എന്റെ ഉമ്മത്ത് സാധുക്കള് പാവങ്ങള് അവര് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ പറച്ചിന്റെ ഒരു കക്ഷിയില്ല. എന്താണിതോ? അമ്പിയാക്കന്മാരൊക്കെ ഒറ്റക്ക് പറയാം, മാ അത്അബ ഹാദൽ അബ്ദുൽ കരീം ഫീ ശൈലി ഉമ്മത്തിഹി. ഈ സാധു നല്ലൊരു മനുഷ്യന് ഇയാളുടെ സമുദായത്തിന്റെ കാര്യത്തിൽ ഇത്ര പ്രയാസം എന്താ? അവനാന്റെ കാര്യം നോക്കിയാൽ പോരെ ഈ സമയത്ത്? ഇയാൾ എന്താ ഈ ഉമ്മത്തിന്റെ കാര്യം നോക്കി നിൽക്കണ? അവനാന്റെ തന്നെ കാര്യം നോക്കിയാൽ അള്ളാഹ് തരുമോന്നറിയാത്ത ഈ ലോകത്ത് ഉമ്മത്തിനും പറഞ്ഞു നിൽക്കുന്നത് എന്ന് മറ്റ് അമ്പിയാക്കന്മാർ പറയുന്നു. പക്ഷേ ഈ ഫനായതിൽ നിന്ന് രക്ഷ വേണമല്ലോ. വരേണ്ടതൊക്കെ വന്നു, കിട്ടേണ്ടതൊക്കെ കിട്ടി. രാജാതിരാജന്റെ അവതരണം കാത്തുകൊണ്ട് പരീക്ഷണത്തിനും വിചാരണക്കും വേണ്ട ആ രംഗം തന്നെ നോക്കിക്കൊണ്ട് അല്ലാഹു തആലാന്റെ പടപ്പുകൾ മുഴുവൻ നിൽക്കുമ്പോ അതാ അവർക്കിടയിലുള്ള ചെറിയ സംസാരങ്ങൾ. ആ സംസാരത്തിനിടയിൽ ഒന്നാകെ ആളുകൾ ഒഴുകുകയാണ്. ഒടുക്കിൽ അവർ കാണുന്നത് ആദം നബി അലൈഹിസ്സലാമിനെ. അപ്പൊ ആദം നബിനോട് പറയും, ആദം നബിയെ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണം. അദ്ദേഹം പറയും, ഞാൻ എന്റെ കാര്യം തന്നെ നോക്കിയെടുക്കുക. നൂഹ് നബിയെ കാണുന്നു നൂഹ് നബി പറയും, ഇബ്രാഹിം നബിയെ കാണുന്നു ഇബ്രാഹിം നബി പറയും, മൂസാ നബിയെ കാണുന്നു മൂസാ നബി പറയും, ഈസാ നബിയെ കാണുന്നു ഈസാ നബി. ഇതൊക്കെ സ്വഹീഹുൽ ബുഖാരി മുസ്ലിമും പറഞ്ഞതാ. ഇത് നമ്മൾ വാഴുന്നൊരു എത്രയോ കേട്ടതാ. ഞാനത് കൂട്ടി ഒറ്റടിക്ക് ഒരൊറ്റ പോക്ക. ഈ അമ്പിയാക്കന്മാർ ഓരോരുത്തരെ കാണുമ്പോ ഓരോരുത്തരെ നിർദ്ദേശിച്ചു വരുന്നവരെ തന്നെ നമുക്ക് കൺമുമ്പിൽ കാണുക. കണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ അവസാനം ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് എത്തുമ്പോഴാ ഈസാ നബി എടോ ഒരു രക്ഷയില്ല, ഒറ്റ മനുഷ്യനെ ഇവിടെ ഒരു രക്ഷയുള്ളൂ. ആരാന്നറിയോ? മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ പൊലിവുകളും സ്ഥാനങ്ങളും അപദാനങ്ങളും മുഴുവൻ അള്ളാഹുവിന്റെ ഹബീബിനെ ഏതൊരാൾക്ക് വേണ്ടി ഇഷ്ടപ്പെടാതെ ഏതൊരാളെ ദൈവത്തിന്റെ പുത്രനാക്കി വാഴിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബിനെ നിന്ദിക്കുന്ന കൂട്ടരുണ്ടോ? അവരുടെ വായടപ്പിക്കുന്ന രീതിയിൽ ഈസാ നബി അലൈഹിസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പറഞ്ഞു കേട്ടാൽ ഒരിക്കലും മടുപ്പ് വരാത്ത അപദാനങ്ങൾ വാഴ്ത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പ്രയോഗം ശ്രദ്ധിക്കണം. പറഞ്ഞാൽ മടുപ്പ് വരാത്ത അപദാനങ്ങൾ.
ഓന്റെ ഒരു ഗീർവാണ് അത്ര തോനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ജാതി തിരക്കിട്ട നേരത്തെ എന്ന് മനുഷ്യന്മാർ പറയില്ല. അങ്ങനെയല്ല, കാത് കൊടുത്ത് ശബ്ദം കേട്ട് എല്ലാവരും മടുപ്പില്ലാതെ കേൾക്കുന്ന അപദാനങ്ങൾ മുഹമ്മദ് മുസ്തഫായുടേത് ഈസാ നബി അലൈഹിസ്സലാം വന്ന ജനങ്ങളോട് പറഞ്ഞു നിൽക്കുമ്പോ കൂട്ടത്തിൽപ്പെട്ട റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ ആളുകൾ പറയും, ശരിയാ, നമ്മളെ നബിയല്ലേ. ഇതൊക്കെ കോലം പറഞ്ഞെന്ന് കോലം പഠിപ്പിച്ച നമ്മളും മഹ്ശറിൽ വെച്ച് ആ ഭയാനകത കാണുമ്പോ ഇതൊക്കെ വിസ്മരിക്കുക. എന്നിട്ട് ആദം നബിനെ തേടുന്നത്, പിന്നെ ഇബ്രാഹിം നബിന്റെ അടുത്ത് പോകുന്നത്. ഇത് അവിടെ നടന്നേ പറ്റൂ എന്നാ അതിന്റെ അർത്ഥം. ഇതൊക്കെ സംഭവിച്ചേ പറ്റൂ. സംഭവിച്ച അവസാനം എത്തുമ്പോ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് എത്താൻ വേണ്ടി നിൽക്കുമ്പോ ഉമ്മത്ത് ഈസാ നബിയിൽ നിന്ന് വിരമിക്കുമ്പോളാ വാ മുഹമ്മദ് നബിയേ അയ്ന യഗീബു മിന്നാ, ഞങ്ങളൊന്നും കാണാതെ എവിടെയാണ് അങ്ങോട്ട് മറഞ്ഞിരിക്കുന്നത്. സഹായികളില്ലാതെ നോക്കാനാളില്ലാതെ ഞങ്ങൾ അങ്ങൊളിച്ചിട്ടിരിക്കുകയാണോ നബിയേ എന്ന് മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തും. നടത്തുമെന്ന് സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. ഇസ്തിഗ്ഹാസൊക്കെ പഠിക്കണത് ചിലർ പറയുമ്പോ ഇതെല്ലാം ഇസ്തിഗ്ഹാസ കഴിഞ്ഞിട്ട് നജീം മൗലവി ഇസ്തിഷ്ഫാ ആക്കി എന്ന് പറയുന്നു. റസൂലുള്ളാഹിന്റെ ഹദീസാ, ബുഖാരിയിലെ ഹദീസാ. ഇസ്തിഷ്ഫാ ഇതിന്റെ പേര്, ഇസ്തിഗ്ഹാസ അതിന്റെ പേര്. ഇസ്തിഗ്ഹാസ എന്നൊരൊറ്റ വാക്ക് തന്നെ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളെയും മുശ്രിക്കാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ അത്തരം ഒരു ഇസ്തിഗാസയും ഇസ്തിആദത്തും അടക്കമുള്ള എല്ലാ വിലാപങ്ങളെയും ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു വാചകം യസ്തശ്ഫിഊന ഇസ്തിശ്ഫാഇ എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ച ആ പൊതുവാചകം പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഈ വിലാപത്തെ കുറിച്ച് ഹദീസിൽ കാണാം. അത് സുന്നത്താണെന്നും അത് നടത്തേണ്ടതാണെന്നും നമ്മൾ ഇമാമിയങ്ങൾ വിവരിച്ചത്. അതങ്ങനെ തന്നെ പഴമയോടുകൂടി അവതരിപ്പിക്കാനാ നജീം മൗലവി ഇസ്തിശ്ഫാഇ എന്ന് പറയുന്നത്. പഴയ കാലത്ത് അതേ പറഞ്ഞ് ഇമാമുൻ നവവി സുന്നത്താണെന്ന് ഇസ്തിശ്ഫാഇ, ഇമാം ഇബ്നു ഹജർ അസ്കലാനി സുന്നത്താണെന്ന് ഇസ്തിശ്ഫാഇ. അത് ഇവിടെ വെച്ച് തന്നെ ശീലിച്ചാൽ പരലോകത്ത് കുഴങ്ങൂല. നമുക്കത് അവിടെ കുറ്റും ചെയ്യും, ഉപകാരാവും ചെയ്യും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. വാ മുഹമ്മദാ, അള്ളാഹിന്റെ റസൂലിനെ ആകെ വിളിച്ചു ചോദിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ എവിടെ പോയി എന്ന് പറയുമ്പോ അതാ 3 പെൺരത്നങ്ങൾ അർശിന്റെ ചുവട്ടിൽ. മറിയം റളിയല്ലാഹു അൻഹാ, ആസിയ റളിയല്ലാഹു അൻഹാ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. മുത്തുനബിയുടെ 3 മണവാട്ടിമാർ. മുത്തുനബിയുടെ മക്കൾക്കെല്ലാം ജന്മം നൽകിയ നബിയുടെ ജീവിതകാലത്ത് ഏക ഭാര്യയായി നബി തങ്ങൾ ശരിക്കും കൊണ്ട് നടന്ന ഖദീജ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതകാലത്ത് വേർപ്പെട്ട ശേഷം നബി വേറെ കല്യാണം കഴിച്ചുള്ളൂ, നമുക്കറിയാലോ. ആ ഖദീജ ബീവിയും നമ്മൾ തൗബയിൽ പറയുന്ന തൃക്കല്യാണത്തിൽപ്പെട്ട ആ തൃക്കല്യാണത്തിലെ ഒരു റാണി മറിയം റളിയല്ലാഹു അൻഹായും അതിലെ ഒരു റാണി ആസിയ ബീവിയും അർശിന്റെ ചുവട്ടിലാ. കൂട്ടത്തിലതാ കരളിന്റെ ഘട്ടമായ ഫാത്തിമ. ഈ 4 മഹിളാരത്നങ്ങൾ ഒന്നിച്ച് മുഹമ്മദ് മുസ്തഫ തങ്ങളെ വിളിയാളം വിളിച്ചു കൊണ്ടുപോകുന്ന ഉമ്മത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ അവിടെ വെച്ച ആ പെൺരത്നങ്ങളിൽ നിന്ന് ആദ്യം ശബ്ദിക്കുന്നത് മറിയമാൻ. ഹാദഹി ഉമ്മത്തു മുഹമ്മദ് യത്ലുബൂന നബിയഹും. മറിയം ബീവിന്റെ പുന്നാര ശബ്ദത്തിൽ, വളരെ സുന്ദരമായ ശബ്ദത്തിൽ, ഈണമുള്ള ശബ്ദത്തിൽ മറിയമിന്റെ ശബ്ദം ഹബീബുനാ റസൂലുള്ളാഹി നടാടെ കേൾക്കാൻ അല്ലാഹു ഒരവസരം ഒരുക്കുകയാണ്. അള്ളാന്റെ ഹബീബ് മറിയമിനെ കണ്ടിട്ടില്ലല്ലോ. മറിയം എന്ന ഈസാ നബിയുടെ മാതാവിനെ അള്ളാഹുവിന്റെ ഹബീബ് കന്യകയായ ആ മഹദി അള്ളാന്റെ ഹബീബ് കല്യാണം കഴിക്കുന്നു സ്വർഗത്തിൽ. അതാ നമ്മൾ തൗബയിൽ പറയുന്ന തൃക്കല്യാണം. ആ തൃക്കല്യാണം മറിയം ബീവിയുടെ ശബ്ദം കേൾക്കാൻ ആ സമയത്ത് അർശിന്റെ ചുവട്ടിൽ നിന്ന് മറിയം ബീവി പറയും, ഹാദിഹി ഉമ്മത്തു മുഹമ്മദ്, ഇത് മുഹമ്മദിന്റെ ഉമ്മത്താ. അവരവരുടെ നബിയെ തേടുന്ന ശബ്ദമാണ്. ഇത് മറിയമിന്റെ ശബ്ദം കേൾക്കുമ്പോ ആദം നബി അത് പറയുന്നു അള്ളാന്റെ ഹബീബിനോട്, യാ മുഹമ്മദ്, മുഹമ്മദ് നിങ്ങളുടെ ഉമ്മത്തല്ലേ ഈ വിളിക്കുന്നത്, യത്ലുബൂനക, നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടല്ലേ ഈ ഉമ്മത്ത് വരുന്നത്, നിങ്ങളൊന്ന് ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താൻ. ഇത് കേൾക്കുമ്പോ ഹലുമൂ ഇലയ്യ, ഹലുമൂ ഇലയ്യ, ഹലുമൂ ഇലയ്യ വലാ തഖാഫു, പേടിക്കണ്ട, വന്നോളൂ വന്നോളൂ, എന്റെ അടുത്തേക്ക് വന്നോളൂ. കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോ അനലഹ അനലഹ അനലഹ, ഞാൻ തന്നെയാണ് അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടയാൾ, എനിക്ക് മാത്രമാണ് അതിന്റെ അധികാരം.
എനിക്കേ ഇന്നിവിടെ ശഫാഅത്തിന്റെ അധികാരമുള്ളൂ. ഈ വിധി തീർപ്പിന്റെ ശഫാഅത്ത് ഞാൻ പറഞ്ഞാലേ കേൾക്കൂ, ഞാൻ പറഞ്ഞാലേ സ്വീകരിക്കൂ. നിശ്ചയിക്കപ്പെട്ട ഞാനാളാണ്, എന്റെ അടുത്ത് നിങ്ങൾ ഇപ്പോഴേ എത്തിയുള്ളൂ എന്ന് പറയുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിക്കപ്പെട്ട പ്രത്യേക വിധാനത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ വിധാനത്തിലെത്തുന്നു. അള്ളാഹു നിശ്ചയിച്ച പ്രത്യേക സ്ഥലത്ത് ആ മഹത്തായ ശഫാഅത്തിന്റെ അധികാരം നൽകുന്നു. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. ശഫാഅത്ത് മാത്രം ഒരു ദിവസം വാഴ പറയാ. ഞാനിവിടെ പരലോകത്ത് ഒരൊറ്റ ഓട്ട, ഈ ഓട്ടത്തിൽ വന്ന് അക്കണക്കിന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ശഫാഅത്ത് അള്ളാഹുവിന്റെ ഹബീബിന് കൊടുക്കുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ മുൻഗാമികളും പിൻഗാമികളും ഒക്കെ വാഴ്ത്തുന്ന മഹത്തായ പദവിയിൽ അള്ള നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് അള്ള നിശ്ചയിച്ച രൂപത്തിൽ അള്ള പ്രത്യേകം പറഞ്ഞ രൂപത്തിൽ അള്ളാഹിന്റെ റസൂല് അവിടെ വെച്ച് മാത്രം എനിക്ക് തോന്നുന്ന ചില പദങ്ങൾ കൊണ്ട് ഞാൻ പടച്ചവനെ വാഴ്ത്തും. ഇപ്പൊ അതെനിക്ക് കിട്ടൂല. ഞാൻ അവിടെ വെച്ച് വാഴ്ത്താനുള്ള പഠിപ്പിക്കുന്ന പദങ്ങൾ ഏത് സ്ഥലമാണ് നിർണയിച്ചു കയറുന്ന സ്ഥലം, അവിടെ സുജൂദിൽ കിടന്നുകൊണ്ട് ഞാൻ അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ ചോദിച്ചോളൂ, ചോദിച്ചത് കിട്ടുമെന്ന് പറയുമ്പോ പുന്നാര നബി ചെന്നത് എന്തിനാ? ഈ ഫസ്ലുൽ ഖലാഇന്റെ ശഫാഅത്ത്. ഇതാണ് വലിയ ശഫാഅത്ത്, ആരും നിഷേധിക്കാത്ത ശഫാഅത്ത്. ബുദ്ധിജീവികളിൽ നിന്ന് സ്വയം അവകാശപ്പെട്ട ഈ സമുദായത്തിലെ മുഅ്തസിലത്ത് എന്ന് പറയുന്ന ആ വിഭാഗം പോലും നിഷേധിക്കാത്ത ശഫാഅത്ത് ഫസ്ലുൽ ഖലാഇന് വേണ്ടിയുള്ള മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത്. അതായത് ഇക്കടുതിൽ നിന്ന് രക്ഷട്ട് വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ട് പടച്ചോ നരകത്തിക്കെങ്കിൽ നരകത്തിക്ക് പോയിക്കോട്ടെ, ഇതൊന്നും തീരാനെന്നറിയുന്ന ശഫാഅത്തിനാ അള്ളാന്റെ റസൂല് ചെല്ലുന്നത്. ഒന്നാമത് സുജൂദിൽ കടന്ന് തലയുയർത്തു നബി എന്ന് ചോദിക്കുമ്പോ റസൂലുള്ള പറയുന്നത് ഉമ്മത്തീന. തൊള്ളിൽ വരുന്നത് നോക്കി, ഈ പടപ്പുകളെ വിചാരണ ചെയ്യണമെന്നല്ല, ഉമ്മത്തി, എന്റെ സമുദായം, എന്റെ സമുദായം, എന്റെ സമുദായം. എന്താ ചോദിക്കേണ്ടതെന്ന് റസൂലുള്ള ചോദിക്കുന്നത് ഉമ്മത്തീന. അള്ളാന്റെ റസൂലിന്റെ ഒരൊറ്റ മറുപടി ഉമ്മത്തുക്, നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് അദ്ഖിൽ മിൻ ഉമ്മതിക് മല്ലാ ഹിസാബ് മിനൽ ബാബിൽ ഐമനിൽ ജന്ന. സ്വർഗത്തിന്റെ വലത്തെ വാതിലൂടെ ഹിസാബില്ലാത്ത ആൾക്കാരെ തങ്ങൾ ഒറ്റയ്ക്ക് കടത്തിക്കോ. അള്ളാന്റെ ഹബീബിന് ആദ്യം കിട്ടുന്ന ഓർഡർ ഇതാ, ഉമ്മത്തിന്റെ കാര്യം. ഹിസാബില്ലാത്ത സ്വർഗത്തിന്റെ വലത്തെ വാതിലൂടെ തങ്ങൾ ഉമ്മത്തിനെ കടത്തിക്കൊള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂലിന് ഓർഡർ കിട്ടുന്നു. രണ്ടാമത് നബി തങ്ങൾ ഇരുന്നിട്ട് യാ റബ്ബി ഇസ്സിൽ ബൈന ഇബാദിക ഫഖദ് ത്വാല ബിഹിം മഖാമുഹും വഫദഹ കുല്ലു ദീ ദംബിൻ ബിദംബിഹി ഫീ അറഫാത്തിൽ ഖിയാമ. ഈ ഖിയാമത്തിന്റെ ഭീകര സന്ധികളിൽ നിന്ന് കുഴങ്ങി താമസിച്ചു കുഴങ്ങി 50,000 കൊല്ലമായില്ലേ ഈ നൃത്തം. ഒറ്റത്തീറ്റ തിന്നിട്ടില്ല, ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടില്ല. ഇவ்விധമുള്ള ഈ 50,000 കൊല്ലത്തെ നൃത്തം ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഒന്ന് വിധി തീർപ്പ് കാണിക്കണം രാജാ, ഒന്ന് വിധിയിലെത്തിക്കണം രാജാ. ഈ അടിയങ്ങൾക്കിടയിൽ വഷളാകേണ്ടവരൊക്കെ വഷളായി, പാപികളൊക്കെയും വഷളായി, അവരുടെ പാപങ്ങൾ മുഴുക്ക ജനങ്ങൾ അറിഞ്ഞു. ഇவ்விധമുള്ള ഈ നൃത്തത്തിൽ നിന്ന് ഒന്ന് വേഗം രക്ഷപ്പെടുത്തണം. ആദ്യം നിങ്ങളുടെ ഉമ്മത്തിനെ അടുപ്പിക്കൂ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോട്. അപ്പോഴും വന്നില്ല. സ്വർഗം വരണം, മഹ്ശറിലെ വിചാരണക്കുള്ള ഭയാനകത രക്ഷപ്പെടുത്താൻ, അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ, അതാ സ്വർഗത്തെ കൊണ്ടുവരാൻ വേണ്ടി 500 കൊല്ലത്തെ വഴിദൂരം അകലെ നിന്ന് തന്നെ പരിമളം പരത്തുന്നു സ്വർഗം. അത്രയും വഴിദൂരം എത്തുമ്പോ ആ സ്വർഗം വരുന്നു. വൈദൽ ജന്നത്തു ഉസ്രിഫത്, മഹ്ശറിലേക്ക് ഇതാ സ്വർഗത്തെ അടുപ്പിക്കപ്പെട്ടു. ഉസ്രിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ. പക്ഷേ സ്വർഗത്തിന്റെ ഈ പരിമളവും ആസ്വാദനവും കാഴ്ചയും ദർശനവും വിശ്വാസികൾക്ക് മാത്രം. അല്ലാത്തോല് നരകത്തിന്റെ ഭയാനത കണ്ട് ഞെട്ടി തന്നെ ആ ഭയാനകതയിൽ നിന്ന് പോക്കില്ല. മുഅ്മിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് സ്വർഗവും കാണാം, സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാം. അള്ളാഹു നമ്മെ നൽകി സഹായിക്കുമാറാവട്ടെ. ഇതുകൂടി വന്ന ശേഷം യൗമ യുക്ശഫു അൻ സാഖ്, പടച്ചവൻ വെളിപ്പെടുന്നു. എങ്ങനെയെന്നറിയില്ല. ഇതിന് ഖുർആൻ ഉപയോഗിച്ച വാക്കല്ല യൗമ യുക്ശഫു അൻ സാഖ്. കാൽത്തണ്ടയിൽ നിന്ന് തുണി നീക്കപ്പെടുന്നു എന്നതിന്റെ അർത്ഥം. കാൽത്തണ്ടയിൽ നിന്ന് തുണി നീക്കിയിട്ട് വെളിവാക്കിണിന്റെ വാക്കായ യൗമ യുക്ശഫു അൻ സാഖ്. അതായത് പടച്ചവനെ കാണുന്നതിനെ തൊട്ടുള്ള വെളിച്ചത്തിന്റെ മറകൾ എന്താണോ, ആവരണങ്ങൾ എന്താണോ, ആ ആവരണങ്ങൾ മുഴുവൻ നീക്കിയിട്ട് അല്ലാഹു പ്രത്യക്ഷപ്പെടുന്നു. വജാഅ റബ്ബുക
പടച്ചവൻ പ്രത്യക്ഷപ്പെടുന്നു. ആ പ്രത്യക്ഷപ്പെടലിൽ എല്ലാവർക്കും അല്ലാഹനെ കാണാം. ഏത് പടപ്പുകൾക്കും അല്ലാഹനെ കാണാം. അവിശ്വാസിക്കും കാണാം, എല്ലാവർക്കും കാണാം. തിരുദർശനമല്ല, ഭയദർശനമാണ്. തിരുദർശനമല്ല ഇത് ഭയത്തിന്റെ ദർശനമാണ്. രാജാതിരാജന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടിയുള്ള ജഡ്ജിയെ കാണാൻ അല്ലാഹു പ്രത്യക്ഷപ്പെടുന്നു. ജലീലായ റബ്ബ് വിളിച്ചു പറയുന്നു, അനൽ മലിക്, ഞാനാണ് രാജാവ്, ഞാനാണ് ഇവിടെ ജസ നൽകുന്നവൻ. അനൽ ദയ്യാൻ, ഞാനാണ് ഇവിടെ പ്രതിഫലം നൽകുന്നവൻ, ഞാനാണ് കണക്കിന് കൊടുക്കുന്നവൻ. ലാ യുജാവിസുനീ ദുൽമു ളാലിം, ഒരക്രമിയുടെ ഒരു ചെറിയ അക്രമം പോലും ഞാൻ അറിയാതെ വിട്ടുപോകില്ല. അതാണ് ഇവിടുത്തെ വിചാരണ എന്ന് ജഡ്ജിയുടെ ഒറ്റ പ്രസ്താവന. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ പ്രത്യക്ഷപ്പെടലിന് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത നബിയുടെ ഹദീസ് ഇമാം ബസാർ റിപ്പോർട്ട് ചെയ്യുന്നു, ഹത്താ ഇന്ന അഹദഹും ലയൽതഫിതു ഫയുക്ശഫു അൻ ആളൊന്ന് തിരിഞ്ഞു നോക്കിയേ വേണ്ടുള്ളൂ കാണാം. മാനത്തുനിന്ന് ഇറങ്ങിയതല്ല, മുകളിലെ കുർസിന്ന് വരികയല്ല. ഈ കുർസിയൊക്കെ കൂടി കാണുമ്പോ അത് ജിസ്മാണ് എന്നെ പഠിച്ചേക്കണ്ട. അള്ളാന്റെ ഹബീബ് പറയാ, ജനങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയേ വേണ്ടുള്ളൂ, അപ്പോൾ കാണാം അല്ലാഹുവിനെ. അന്നേരം മുഅ്മിനീങ്ങൾ സുജൂദിൽ വീഴും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. ഖുർആനിൽ അല്ലാഹു പറയുന്നു, മുനാഫിഖീങ്ങൾ സുജൂദ് ചെയ്യാൻ വേണ്ടി നമ്മളൊപ്പം കൂടും. കപടന്മാർ കൂടുമ്പോഴോ മരക്കൊള്ളി പോലെ, അസ്ഥി പോലെ, പശുവിന്റെ കൊമ്പ് പോലത്തെ മുട്ടിയായി അവരുടെ മുതുക നിൽക്കും, അത് വളയുകയില്ല. ഹബീബുനാ റസൂലുള്ളാഹി. ഇതൊക്കെ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. യൗമ യുക്ശഫു അൻ സാഖ് വയുദ്ഉന ഇല സുജൂദ് ഫലാ യസ്തതിഊൻ. എല്ലാരോടും സുജൂദ് ചെയ്യാൻ വേണ്ടി പറയും തോന്നും, പക്ഷെ ആവൂല. മുഅ്മിനീങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയും. നമ്മൾ സുജൂദ് ചെയ്യുന്നവരിൽ അല്ലാഹു തആല പൊറുത്തുമാറാവട്ടെ. ഇനിയാണ് വിചാരണ. പടച്ചവൻ ഇരുന്നിരിക്കുന്നു. ഇരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇരുത്തല്ലോ, ആർശിൽ അല്ലാഹു വെളിപ്പെടുന്നു. ആ വെളിപ്പെടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെട്ടിട്ടുള്ള വിചാരണ ഇനി ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയാനും പഠിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.